കേരളത്തിൽ പല കോവർക്കിംഗ് സ്പേസസ് ഉണ്ട്. ഇന്നർ സ്പേസ് കോവർക്കിങ്ങിൻ്റെ GM ആണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഈ പോഡ്കാസ്റ്റിൽ എൻ്റെ ഒരു മെയിൻ ഇൻറ്റൻഷൻ കേരളത്തിൽ കോവർക്കിംഗ് ശരിക്കും പ്രോഫിറ്റബിൾ ആണോ ആക്ച്വലി റൺ ചെയ്യാൻ, ഈവൻ ഒരു കോവർക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഒരു കോവർക്കിംഗ് ആംഗിളിലാണ് ഈ പോഡ്കാസ്റ്റ് ഉള്ളത്. സോ ട്യൂൺ ഇൻ ടു ദ എപ്പിസോഡ്. വെൽക്കം നിയാസ് ടു KPH പോഡ്കാസ്റ്റ്. Thank you so much for having me. യെസ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ വി സ്റ്റാർട്ടഡ് റെസ്റ്റോറൻറ്റ് ആസ് വെൽ. കോഴിക്കോട് റെസ്റ്റോറൻറ്റ് തുടങ്ങി. പക്ഷേ ഒബിയസ്ലി നമുക്ക് അധികം മാർക്കറ്റ് റിസർച്ചിലൊന്നുമില്ല, കഴിക്കുന്ന പോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്തത്. വി വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഒത്തൻറ്റിക് ബർഗർ ജോയിൻറ്റ്സ് ഇൻ കാലിക്കറ്റ്. എവിടെയാണ്? NITയുടെ അടുത്തായിരുന്നു. ഒരു റോള് കഴിക്കാൻ ഞങ്ങൾ 100 കിലോമീറ്റർ, സോറി 100 30 കിലോമീറ്റർ ഒക്കെ പോയി. പണ്ട് മാപ്പ് ഗൂഗിൾ മാപ്പ് അല്ലായിരുന്നു, പണ്ട് നമ്മുടെ ഡൗൺലോഡ് സിംപിയൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്ന ഒരു മാപ്പാണ്. ആ മാപ്പ് നോക്കിയിട്ടായിരുന്നു ഞങ്ങൾ പോയി കഴിക്കാറ്. സോ അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് പോയി കഴിക്കായിരുന്നു. സോ അതൊക്കെ കാലിക്കറ്റിലും സംഭവിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് വി സ്റ്റാർട്ടഡ് ലൈക്ക് അറൌണ്ട് 25 കിലോമീറ്റേഴ്സ് അവേ ഫ്രം കാലിക്കറ്റ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. യെസ്, കറക്റ്റ്. സെയിം വേ ഫ്രാൻസിൽ പോയതും മലയാളീസ് ഇന്ത്യൻസ് കൂടുതലുള്ളത് സ്ഥലത്ത് പോകണ്ടെന്നായിരുന്നു എൻ്റെ ഒരു ഇത്. ബിക്കോസ് വൈ വി ഗോയിങ് ഔട്ട് അഗൈൻ ഈ കൾച്ചറും അവിടുത്തെ കാര്യങ്ങളും പഠിച്ച് നമ്മളെ കരിയറിൽ അവിടെ പോയിട്ട് മന്തി കഴിക്കില്ലല്ലോ, അവിടുത്തെ പോയിട്ട് അവിടുത്തെ ബ്രെഡ്സും കാര്യങ്ങളും കഴിക്കുക എന്നുള്ളതാണ്. ഫ്രാൻസ് കഴിഞ്ഞിട്ട് തിരിച്ച് ബാക്ക് ടു ഇന്ത്യ. ഞാൻ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ പോലെയുള്ള പരിപാടിയായിരുന്നു. ഓക്കെ. വന്ന് 5 ഡേയ്സിൽ പെണ്ണ് കണ്ടു, ബട്ട് co-working is the future. Like any commercial real estate ആകുമ്പം ഒരു 2-3 ഇയേഴ്സിൽ മാക്സിമം കൊച്ചി അറ്റ്ലീസ്റ്റ് കൊച്ചിയുള്ളത് co-workingലോട്ട് കൺവേർട്ട് ആവും. co-working ഓർ മാനേജ്ഡ് ഓഫീസിലോട്ട് കൺവേർട്ട് ആവും. ബിക്കോസ് ദാറ്റ് ഓൺലി മേക്ക് സെൻസ്. എത്ര എമൗണ്ട് വേണം ഇങ്ങോട്ട് സ്റ്റാർട്ട് co-working space? അഗൈൻ പല രീതിയിലും ചെയ്യാം. സോ ഇത് co-working space ഒരു ഹോട്ടൽ ബിസിനസ് പോലെയാണ്. So you can start a lodge, you can start something like an OYO, you can start a Marriott, you can start a Crown Plaza or Hyatt. എൻ്റെ അടുത്ത് റീസെൻ്റ്ലി പറഞ്ഞു കേരളത്തിൽ ഒരിക്കലും സിലിക്കൺ വാലി ആവാൻ പറ്റില്ല. സിലിക്കൺ വാലി എന്തുകൊണ്ടാണ് ആയെന്ന് വെച്ചാൽ ദിസ് ക്യാഷ് ഫ്ലോ ഹാപ്പനിങ്. ലൈക്ക് പെട്ടെന്ന് ഇന്ന് 10 മില്യൺ വേണമെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഇൻ ആൻഡ് അറൗണ്ട് ഉണ്ട്. അത് വേഗസ് അതിൻ്റെ അടുത്തല്ലേ? അതെ. സോ പോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും. ടെക്കിനാണെങ്കിൽ അവിടെ ആളുണ്ട്, എല്ലാം ഉണ്ട്. ഈവൻ ബാംഗ്ലൂർ പോലും സ്റ്റിൽ ലൈക്ക് സിമിലർ ടു ദാറ്റ്. പക്ഷേ കേരളത്തിൽ അതിനെ പറ്റി ലാൻഡില്ല. ഇപ്പം മാനുഫാക്ചറിങ് കേരളത്തിൽ ഉണ്ട്. KPH കമ്മ്യൂണിറ്റിയിലുള്ള പല ഫൗണ്ടേഴ്സും പറയുന്നത് പല പ്രൊഡക്റ്റും ഓവർ ദ വീക്കെൻഡ് പ്രൊജക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫണ്ണായിട്ട് ശനിയും ഞായറായിരുന്നു ബിൽഡ് ചെയ്ത് മൺഡേ ലോഞ്ച് ചെയ്യുക എന്നൊരു ആക്ടിവിറ്റി തന്നെയാണ് പല ഫൗണ്ടേഴ്സും ചെയ്തിട്ടുള്ളത്. അത് റിപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് KPH ഹാക്കത്തോണിൻ്റെ ഇൻറ്റൻഷൻ. ക്യാൻ യു ബിൽഡ് $1,000 per month ജനറേറ്റിംഗ് പ്രൊഡക്ട്സ് ഫ്രം കേരള? AI വന്നിട്ടുണ്ട്. തിങ്സ് ഹാവ് ബിക്കം റിയലി ഈസിയർ. നൗ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ലോഞ്ചിങ് ദി പ്രൊഡക്ട്സ് ആൻഡ് സ്കെയിലിംഗ് ഇറ്റ്. KPHൻ്റെ മറ്റൊരു ഇവൻറ്റ്സ് എല്ലാം പോലെ ഇത് ഇൻവൈറ്റ് ഓൺലി ഹാക്കത്തോണാണ്. എക്സ്ട്രീം ക്യൂറേറ്റഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഫൗണ്ടേഴ്സ് ബിൽഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് നെക്സ്റ്റ് 3 months $1,000 per month ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചലഞ്ച്. നമ്മുടെ ഹാക്കത്തോൺ കഴിയുമ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റായിട്ട് ലോഞ്ച് ചെയ്യുക. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ റിസോഴ്സസ് ഫ്രം ലോഞ്ചിങ് ടു ജനറേറ്റിംഗ് ദ ഫസ്റ്റ് $1 ഫ്രം ദി ഇൻ്റർനെറ്റ് ആൻഡ് ഫസ്റ്റ് $1 to $10, $10 to $100, $100 to $1,000 per month. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേജസ് ഹെൽപ്പ് ചെയ്യുക. അത് ഫ്രം ദ മെൻറ്റേഴ്സ് ഫ്രം KPH ആണ് നമ്മൾ എനേബിൾ ചെയ്യാൻ നോക്കുന്നത്. KPH ഹാക്കത്തോണായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫീൽ ഫ്രീ ടു റീച്ച് അസ് ഔട്ട്. ഹാക്കത്തോൺ ലിങ്ക് ഈസ് ഇൻ ദ ബയോ ആൻഡ് സീ യു സൂൺ. നമ്മൾ ഏകദേശം 60ഓളം പോഡ്കാസ്റ്റ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ഇമെയിൽ കണ്ടെത്തി ഇമെയിൽ അയക്കാറുണ്ട്.
അത് ഞാൻ സമയം കിട്ടുമ്പോൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൂടി പോയിട്ട് വാട്സപ്പ് ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബീറ്റ് ഫോർ എനി നീഡ് യു ക്യാൻ റീച്ച് അസ് വാട്സാപ്പ്. ബീറ്റ് ഫോർ പ്രൊഡക്റ്റ് ലോഞ്ചേഴ്സ്, ഹയറിംഗ്, ഫണ്ടിങ്, എന്തിനാണെങ്കിലും ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. ആൻഡ് ഐ എം പുട്ടിങ് അവർ നമ്പർ ഹിയർ ആൻഡ് ബാക്ക് ടു ദ എപ്പിസോഡ്. ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. കോവർക്കിംഗ് സ്പേസസ്, കേരളത്തിൽ പല കോവർക്കിംഗ് സ്പേസസ് ഉണ്ട്. ഇന്നർ സ്പേസ് കോവർക്കിങ്ങിൻ്റെ GM ആണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഈ പോഡ്കാസ്റ്റിൽ എൻ്റെ ഒരു മെയിൻ ഇൻറ്റൻഷൻ, കേരളത്തിൽ കോവർക്കിംഗ് ശരിക്കും എന്താ പറയുക, പ്രോഫിറ്റബിൾ ആണോ ആക്ച്വലി റൺ ചെയ്യാൻ. ഈവൻ ഒരു കോവർക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഈവൻ ഇപ്പം നമ്മളായാലും സ്റ്റാർട്ട് ഔട്ട് ചെയ്ത കമ്പനി സ്റ്റാർട്ട് ചെയ്തത് കോവർക്കിംഗ് സ്പേസസിലാണ്, ഇന്നർ സ്പേസിലാണ് നമ്മൾ കോവർക്കിംഗ് ആക്ച്വലി നമ്മുടെ ഓഫീസായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. സോ കാരണം ഫോർ എ ബിസിനസ് സ്റ്റാർട്ടിങ് ഔട്ട് കോവർക്കിംഗ് മേക്ക് സെൻസ്. പിന്നെ ആസ് ദേ ഗോ അപ്പർ ആൻഡ് അപ്പർ ദേ മൈറ്റ് ഹാവ് ദെയർ ഓൺ ഓഫീസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ആ ഒരു ഇതിൽ എന്താ പറയുക, ഹൗ ക്യാൻ ദേ ചൂസ് ദ റൈറ്റ് കോവർക്കിംഗ് ഫോർ ദം എന്നുള്ളതും അങ്ങനെ ഒരു കോവർക്കിംഗ് ആംഗിളിലാണ് ഈ പോഡ്കാസ്റ്റ് ഉള്ളത്. സോ ട്യൂൺ ഇൻ ടു ദ എപ്പിസോഡ്. വെൽക്കം നിയാസ് ടു KPH പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. യെസ്. അപ്പോൾ നിയാസ്, ഇപ്പോൾ കോവർക്കിംഗ് ഇന്നർ സ്പേസിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് ഇത് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടു, പലയിടത്തും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് എ ബ്രീഫ് ഐഡിയ ഓഫ് ദ ഇന്നർ സ്പേസ്. ഓക്കെ, ഇന്നർ സ്പേസ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2020 കോവിഡിൻ്റെ തൊട്ട് മുമ്പാണ്. ഇപ്പം നമുക്ക് 4 സെൻറ്റേഴ്സ് ഉണ്ട്. ടോട്ടൽ ഐ തിങ്ക് അറൌണ്ട് 1000+ സീറ്റ്സ് ആണ് നമ്മളുടെ ഇപ്പോഴത്തെ ഇൻവെൻട്രി. ആൻഡ് കൊല്ലം, കാലിക്കറ്റാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ട്രിവാൻഡ്രം, തൃശ്ശൂരും അതിൻ്റെ പിറകിൽ വരും. യെസ്. ഈ മോസ്റ്റ്ലി നിയാസ് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത് 2019 അപ്പോൾ അതിന് മുമ്പായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഷോർട്ടായി പറയുകയാണെങ്കിൽ, യു ബീൻ ഇൻ ഹോസ്പിറ്റാലിറ്റി പലതുണ്ടല്ലോ. സോ ഗിവ് us through the walk us through the journey when how did you ended up this as your thing? ഓക്കെ, സോ ഞാൻ സ്കൂളിംഗ് സൗദിയിലായിരുന്നു. സ്കൂളിംഗ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലായിരുന്നു എഞ്ചിനീയറിംഗ്. സോ എഞ്ചിനീയറിംഗ് ടൈമിൽ തന്നെ ഐ യൂസ് ടു ബി പാർട്ട് ഓഫ് സോ മെനി കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്. സോ അതാണ് എൻ്റെ മേ ബി ഒരു കമ്മ്യൂണിറ്റി ഇതിലോട്ട് വരുന്നത് ഫസ്റ്റ് മേ ബി എഞ്ചിനീയറിംഗ് ടൈമിലായിരിക്കും. ഏത് കോളേജ് ചെയ്യുന്നു? AMC എഞ്ചിനീയറിംഗ് കോളേജ്. ഇവിടെ വന്ന ഹാഷിദിൻ്റെ അതേ സെയിം ബാച്ചാണ്. അടിപൊളി. കോഡിലാറിൻ്റെ ഹാഷിദ്. സോ ഞങ്ങളുടെ ഒരു ഫുഡി ബഡി ആയിരുന്നു. ഞങ്ങളായിരുന്നു ഫണ്ട് സൊമാറ്റോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ. സോ സൊമാറ്റോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ജസ്റ്റ് ഫുഡ് ഹോട്ടൽ ഡിസ്കവറി പ്ലാറ്റ്ഫോം ആയിരുന്നു. അതെ, ആ ടൈമിൽ ഹോട്ടൽ ഡിസ്കവറി പ്ലാറ്റ്ഫോം ആയിരുന്നു സൊമാറ്റോ. സോ അതിൽ എല്ലാ വീക്കും എന്തെങ്കിലും ഒന്ന് കണ്ടെത്തി പോയി കഴിക്കാമെന്നായിരുന്നു എൻ്റെ ഹാഷിദിൻ്റെ മെയിൻ ഒരു വീക്കെൻഡ് ഹോബി. സോ ഫുഡ് ആൻഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു മെയിൻലി. സോ അത് കഴിഞ്ഞിട്ട് ദെൻ ഐ കെയിം ബാക്ക് ടു കാലിക്കറ്റ്. കാലിക്കറ്റിൽ ഒരു 1 ഇയർ ഫസ്റ്റ് ജോബ് വാസ് മേ ബി ഒരു 7,500 days 8,000 rupees ആയിരുന്നു ഫസ്റ്റ് ജോലി. പിയേഴ്സൺ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ എഡ്യൂക്കേഷൻ എഡ്ടെക് ആയിരുന്നു. ഐ മീൻ ദേ യൂസ് ടു സപ്ലൈ ഈ ടീച്ചിങ് എക്യുപ്മെൻറ്റ്സ്. നമ്മൾ ഈ സ്മാർട്ട് ബോർഡ്സൊക്കെ ഫസ്റ്റ് സ്മാർട്ട് ബോർഡ്സൊക്കെ ചെയ്തായിരുന്നു. B2B കമ്പനിയാണ്. അതെ, സ്കൂൾസിലോട്ട് സപ്ലൈ ചെയ്യുന്ന. സോ ഐ വാസ് പാർട്ട് ഓഫ് ദെയർ നെറ്റ്വർക്കിംഗ് ടീം. നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിരുന്നു. സോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഈസി കഴിഞ്ഞു. സോ എനിക്ക് എഞ്ചിനീയറിംഗ് ജോലി എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയപ്പം സോ ഐ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ഫസ്റ്റ് വന്നപ്പോൾ ഒബ്വിയസ്ലി ഫസ്റ്റ് വന്ന കോഴിക്കോടാണ്. ഒന്നും നോക്കിയില്ല, വീടിൻ്റെ അടുത്ത് പോയി വരാം. സോ ഐ ടുക്ക് ദാറ്റ്. സോ മീൻ വൈൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ വി സ്റ്റാർട്ടഡ് എ റെസ്റ്റോറൻറ്റ് ആസ് വെൽ. കോഴിക്കോട് റെസ്റ്റോറൻറ്റ് തുടങ്ങി. പക്ഷേ ഒബ്വിയസ്ലി നമുക്ക് അധികം മാർക്കറ്റ് റിസർച്ചിലൊന്നുമില്ല. കഴിക്കുന്ന പോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്തത്. വി വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഒത്തൻറ്റിക് ബർഗർ ജോയിൻസ് ഇൻ കാലിക്കറ്റ്. എവിടെയാണ്? NITയുടെ അടുത്തായിരുന്നു. സോ അഗെയിൻ നമ്മൾ NITയുടെ അടുത്തായതുകൊണ്ട് പണ്ട് ഞാൻ എൻ്റെ ഞാൻ ഹാഷിദും ട്രാവൽ ചെയ്ത് കഴിക്കായിരുന്നു. ഒരു റോള് കഴിക്കാൻ ഞങ്ങൾ 100 കിലോമീറ്റർ 30 കിലോമീറ്റർ ഒക്കെ പോയി. അല്ലമാന കാഫെ എന്ന് പറഞ്ഞൊരു ഫേമസ് ഒരു റോൾ ജോയിൻ്റ് ഉണ്ട്. സോ അത് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറത്താണ്. പണ്ട് മാപ്പ് ഗൂഗിൾ മാപ്പ് അല്ലായിരുന്നു. പണ്ട് നമ്മുടെ ഡൗൺലോഡ് സിംപിയൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്ന ഒരു മാപ്പാണ്. ആ മാപ്പ് നോക്കിയിട്ടായിരുന്നു ഞങ്ങൾ പോയി കഴിക്കാറ്. സോ അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് പോയി കഴിക്കായിരുന്നു. സോ അതൊക്കെ കാലിക്കറ്റിലും സംഭവിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് വി സ്റ്റാർട്ടഡ് ലൈക്ക് അറൌണ്ട് 25 kilometers away from Calicut. 2014 Jan 1st. സോ ആ സെയിം നല്ല ഡേറ്റ് നോക്കി ഞാൻ എൻ്റെ ഫ്രണ്ട് ഫുർഖാൻ, സൗദിയിലുണ്ടായിരുന്ന ഫ്രണ്ടും പിന്നെ 2-3 ഇൻവെസ്റ്റേഴ്സും ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് ഒത്തൻറ്റിക് ബർഗേഴ്സ് ലൈക്ക് പ്രോപ്പർ ബർഗേഴ്സ് അന്നായിരുന്നു ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് യൂഷ്വലി പീപ്പിൾ ആർ യൂസ് ടു കട്ട്ലെറ്റ് ആൻഡ് ബൺ. യെസ്, അതാണ് ബർഗറിനോട് തട്ടിപ്പ്. സോ അത് എന്താ വെച്ചാൽ പ്രൈസ് ഡിഫറൻസ് ഉണ്ടല്ലോ. സോ ദാറ്റ് യൂസ് ടു സെൽ അറ്റ് 20 rupees. അവർ സ്റ്റാർട്ടിംഗ് പ്രൈസ് വാസ് അറൌണ്ട് 80-90 rupees. ആൾക്കാർക്ക് അറിയുന്നത് ഇപ്പോൾ കോവർക്കിംഗ് പോലെയാണ്. സോ അഗെയിൻ ഐ വിൽ കം ടു ദാറ്റ്. സോ അന്ന് നമ്മൾ ഈ ഡിഫറൻസ് കാണിക്കണമെങ്കിൽ പീപ്പിൾ ഹു നോസ് ഇറ്റ് വിൽ അപ്രീഷിയേറ്റ് ഇറ്റ്, റൈറ്റ്? സോ അപ്പോൾ മുമ്പ് കഴിച്ചവർ ഇപ്പോൾ NITians നോസ് വാട്ട് എ ബർഗർ ഇസ്, റൈറ്റ്? സോ അവർ നല്ല രീതിയിൽ വരുമായിരുന്നു. ബട്ട് അവർക്ക് ഇയർലി 3 months ലീവാണ്. 3 months കച്ചവടം ഉണ്ടാവില്ല. പിന്നെ നാട്ടുകാർക്ക് ഐ മീൻ ദേ ഡോണ്ട് നോ, ദേ ആർ യൂസ് ടു ബ്രോസ്റ്റഡും മന്തി ഇതൊക്കെ ആയിരുന്നു യൂസ് ടു. സോ
പീപ്പിൾ ഡോണ്ട് കം ഫോർ ലഞ്ച്. ഓ നാട്ടുകാർ അവിടെ ഉള്ളവർക്ക് ലോക്കൽസിന് അത് അറിയുന്നുണ്ടാവില്ല. ലൈക്ക് ബർഗേഴ്സ് ഇപ്പോൾ ആയാലും ബർഗേഴ്സ് ഉച്ചക്ക് കഴിക്കാൻ ആൾക്കാർക്ക്, എൻ്റെ കൊളീഗ്സിന് പോലും ബർഗർ ഉച്ചക്ക് ശരിയാവില്ല, വൈകിട്ടത്തൊക്കെ മറ്റുള്ളത് ഇപ്പോഴും ഉണ്ട്. സോ ഇമാജിൻ ദാറ്റ് ടൈം, ലൈക്ക് ഒരു 10 years ബാക്ക് ഹൗ ഇറ്റ് വാസ്. സോ അതായിരുന്നു ഒരു ബേസിക്. ദെൻ ഐ വെന്റ് ടു ഫ്രാൻസ്. ഫ്രാൻസിൽ പോയി. മാസ്റ്റേഴ്സിന് പോയി. വൈ ഫ്രാൻസ്? ബിക്കോസ് ലൈക്ക് നമ്മൾ പുറത്ത് പോയി പഠിക്കാൻ പോകുന്നത്, ഈവൻ കോളേജ് ആയാലും ഞാൻ ചൂസ് ചെയ്തത്, നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ കൾച്ചർ പഠിക്കണം. റൈറ്റ്. ഇപ്പം അതൊക്കെ കാര്യം ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത്. അന്ന് നമ്മൾ തോന്നിയത് അങ്ങനെയാണെന്നുള്ളത് അറിയില്ലായിരുന്നു. ഇപ്പോൾ റീസൺ എന്തായിരുന്നുള്ളത്. അപ്പോൾ അന്ന് വെച്ചാൽ അവിടുത്തെ കൾച്ചർ പഠിക്കാനായിരുന്നു മെയിൻ ഒരു ഇത്. സോ കൾച്ചർ മീൻസ് ലൈക്ക് എന്നാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. സോ ദാറ്റ് യു ക്യാൻ ഇംപ്ലിമെൻറ്റ് ഇൻ യുവർ പ്രൊഫഷണൽ ലൈഫ്. കൾച്ചർ പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ എന്തായിരിക്കും? സോ ഇപ്പം നമുക്ക് മലയാളീസ് പോയി നമ്മൾ സ്ഥലത്ത് പോയപ്പോൾ എന്താ മലയാളീസിൻ്റെ ഒരു കൾച്ചർ നമുക്കറിയാം. വി ആർ കംഫർട്ടബിൾ, റൈറ്റ്? സോ നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട്, സോ ഇപ്പം ബാംഗ്ലൂർ പനീർ എന്ന സാധനം, പനീർ എന്ന സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ടാണ്, ബാംഗ്ലൂർ പോയിട്ടാണ്. വെജിറ്റേറിയൻ ചിക്കൻ എന്നൊക്കെയായിരുന്നു ഞങ്ങൾ പറയുന്നത്. സോ അതൊരു പാർട്ട് ഓഫ് ദി കൾച്ചറാണ്, റൈറ്റ്? സോ അതായത് ഈ വെജിറ്റേറിയൻ ഫുഡും ഇപ്പോൾ ഫുഡി നോക്കുകയാണെങ്കിൽ അവിടെ പോയിട്ടാണ് നമ്മൾ വെജിറ്റേറിയൻ ഇത്ര ഐറ്റംസ് ഉണ്ടെന്ന് നമ്മൾ മലയാളീസ് ആയ രീതിയിൽ അറിഞ്ഞത് തന്നെ. പിന്നെ ലാംഗ്വേജ്, ദ വേ ദേ ലിവ്, ദ വേ ദേ ഇൻറ്ററാക്ട്. ഇപ്പം മലയാളീസ് ഇൻറ്ററാക്ഷൻ അല്ല അവിടെ പോയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ. ഇപ്പോൾ കോഴിക്കോടിൻ്റെ പോലെ അല്ല, ഈവൻ കേരളത്തിൽ നോക്കിയാൽ തന്നെ. ഇപ്പോൾ ഞങ്ങളടുത്ത് കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടൈം പറഞ്ഞത് എറണാകുളത്തിൻ്റെ മേളോട്ടുള്ളവരെ പോലെ അല്ല, എറണാകുളത്തിൻ്റെ താഴെയുള്ളവർ. സോ ദ കൾച്ചർ ഈസ് ഡിഫറെൻറ്റ്. യു ഹാവ് ടു ലൈക്ക് മോൾഡ് യുവർ വേസ് ഇൻ ടു ദെയർ തിങ് എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ അവിടെ പോകുമ്പോൾ നമ്മൾ വി ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്, റൈറ്റ്? സോ അവിടുത്തെ ഇൻട്രാക്ഷൻസ് ആവാം, ഹൗ ദേ ഡു ദ ബിസിനസ്, ഹൗ ദേ ഇൻട്രാക്ട്. ഇപ്പോൾ ഇവൻറ്റ്സ് ആയാലും കല്യാണ പരിപാടി ആയാലും പോലും അവിടുത്തെ വീട്ടുകൂടൽ. അപ്പോൾ ഞങ്ങളുടെ പ്രൊഫസറിൻ്റെ HOD-യുടെ വീട്ടുകൂടൽ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുത്തെ പോലെ അല്ല. ഇവിടെ എന്താ എത്ര 10,000-2,000 ആൾക്കാരും എല്ലാം വരില്ലേ, അവിടെ 100-200 പേര് മാത്രം വന്ന് ചെറിയൊരു രീതിയിൽ ചെയ്തു. ആൻഡ് ആ ഒരു ഫങ്ഷനലി ചെയ്യുന്ന. സോ അതൊക്കെ ഒരു ഡീപ് ഡൗൺ നമുക്ക് എന്തെങ്കിലും ഒന്ന് അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സെയിം വേ ഫ്രാൻസിൽ പോയതും മലയാളീസ് ഇന്ത്യൻസ് കൂടുതലുള്ളത് സ്ഥലത്ത് പോകണ്ടെന്നായിരുന്നു എൻ്റെ ഒരു ഇത്. ബിക്കോസ് വൈ വി ഗോയിങ് ഔട്ട് അഗൈൻ ഈ കൾച്ചറും അവിടുത്തെ കാര്യങ്ങളും പഠിച്ച് നമ്മളെ കരിയറിൽ അവിടെ പോയിട്ട് അവിടുത്തെ ബ്രെഡ്സും കാര്യങ്ങളും കഴിക്കുക എന്നുള്ളതാണ്. ഒബ്വിയസ്ലി അവിടെ ജോലിയും ഉദ്ദേശം ഉണ്ടായിരുന്നു. ബട്ട് പ്രൈമറി ഫോക്കസ് വാസ് സ്റ്റഡീസ്. അപ്പം എന്ത് കോഴ്സ് സ്റ്റഡി ചെയ്തത്? MBA ആയിരുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ട്രേഡ് ഉള്ള രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. വാസ് പാർട്ട് ഓഫ് എ സ്കൂൾ കോൾ EPAC ബിസിനസ് സ്കൂൾ. അപ്പോൾ ഞങ്ങൾ ഇതിലും മലയാളീസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2 മലയാളി എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻസ് മേ ബി ഹാർഡ്ലി 10. മെയിൻലി ചൈനീസ് ഉണ്ടായിരുന്നു ഒരു 10 മെമ്പേഴ്സ്. മേ ബി ഒരു 20-30% ചൈനീസ് ആയിരുന്നു. പിന്നെ ജർമ്മൻ, ഫ്രാൻസ്, അതർ കൺട്രീസ്. ഇംഗ്ലീഷിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ബുക്സ് മീൻസ് ലൈക്ക് നമ്മളെ എക്സാംസ് അല്ല, സോൾവ് പ്രൊജക്ട്സ്. പ്രൊജക്ട്സ് ആയിട്ടാണ്. അതായത് ഇപ്പോൾ പ്രൊജക്ട് മാനേജ്മെൻറ്റിൽ സോ എൻ്റെ ടീം ചെയ്തതെന്ന് വെച്ചാൽ ഐ സ്റ്റിൽ റിമെമ്പർ ബിക്കോസ് നമ്മൾ പഠിച്ചത് അതിൽ കൂടെയാണ്. പ്രൊജക്ട് മാനേജ്മെൻറ്റ് വെച്ചാൽ നമ്മൾക്കൊരു വേൾഡ് എക്സ്പോ കണ്ടക്ട് ചെയ്യണം ഇൻ ഇന്ത്യ, ഇൻ മുംബൈ. സോ നമ്മൾ പർച്ചേസിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി, മാർക്കറ്റിങ്ങിന്. സോ അങ്ങനെ ഒരു ഫുൾ സെറ്റ് ഓഫ് ഇതായിരുന്നു ഞങ്ങൾ പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ എക്സാം. സോ അത് പ്രസൻറ്റ് ചെയ്യണമെന്നായിരുന്നു. സോ ഇമാജിൻ ലൈക്ക് അതേപോലെ നമ്മളിവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ബുക്സിന് പകരം എഴുതുന്നതിന് പകരം ഇങ്ങനത്തെ കഴിഞ്ഞാൽ വി ലേൺഡ് എ ലോട്ട്. സോ സെയിം തിങ് ആയിരുന്നു വേറെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സെപ്റ്റ് HR എല്ലാം ഇതേപോലെ ഹാൻഡ്സ് ഓൺ പ്രോജക്ട്സ് പോലെ തന്നെ നമ്മൾ പ്രസൻറ്റ് സിനാരിയോസ് ഉണ്ടാക്കി. ഈവൻ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ പോലും നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് ഞാൻ ഉണ്ടായതുകൊണ്ട് ഒബ്വിയസ്ലി എനിക്കറിയുന്ന സിറ്റി ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതേഴ്സ് അഗ്രി ടു ഇറ്റ്. ഇപ്പോൾ ബാംഗ്ലൂർ ആയിരുന്നു എൻ്റെ എൻവയോൺമെൻറ്റൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ എങ്ങനെ പ്രോപ്പർ ആക്കാന്നുണ്ട്. ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ട്രാഫിക് എങ്ങനെ സോൾവ് ചെയ്തു? അതെ ബാംഗ്ലൂർ ട്രാഫിക്കിൻ്റെ സൊല്യൂഷൻ ആയിരുന്നു ഞങ്ങൾ അതിൽ ഉണ്ടാക്കിയത്. ആൻഡ് മൈ കൊളീഗ്സ് വർ പാർട്ട് ഓഫ് ലൈക്ക് ഫ്രം ജർമ്മനി, സ്പെയിൻ. സോ അവർക്കും ഇത് ഇൻട്രസ്റ്റ് ആയി ഇന്ത്യനെ കുറിച്ച് പഠിക്കാനും. അത് കാരണം അവർ ബാംഗ്ലൂർ വരെയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടീം. ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ടൈമിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് വരെയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കൾച്ചറൽ തിങ് ലൈക്ക് അവർ പഠിക്കുന്നത് ഫുഡും. എവറി വീക്കെൻഡ് വി യൂസ് ടു ഗോ ആൻഡ് വാച്ച് ഫുട്ബോൾ ഓർ ക്രിക്കറ്റ് ഇല്ല, ഫുട്ബോൾ എനി അതർ ഗെയിംസ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് മാച്ചിന് പോകുമായിരുന്നു, ഇടയ്ക്ക് കളിക്കാൻ പോകുമായിരുന്നു. അതൊക്കെ നമ്മളൊരു ബോണ്ട് ബിൽഡ് ചെയ്തു. ആൻഡ് വി സ്റ്റിൽ ഇൻ ടച്ച് ആൻഡ് സം ഓഫ് ദം കെയിം ഫോർ മൈ മാരേജ്. സോ ആ ഒരു ബന്ധം അവിടെ ഉണ്ടായി. സം ഓഫ് ദം ഇൻവൈറ്റഡ് മീ ഫോർ ദെയർ ഫാമിലി ഫംഗ്ഷൻ ആസ് വെൽ.
സോ അവിടെ ക്രിസ്മസിൻ്റെ പരിപാടിക്കൊക്കെ എന്നെ വിളിച്ച് അവരെ ഫാമിലിയുടെ ഇതിൽ എന്നെ ഭാഗമാക്കിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വരുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു ഫ്രഞ്ച് ഫാമിലി, അവർ ഔട്ട്സ്കേർട്ടുള്ള ഒരു വലിയൊരു മാൻഷനിൽ എന്നെ വിളിച്ച്. സോ അതൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആൻഡ് ലൈക്ക് ലേണിങ്സ്. ലൈക്ക് എങ്ങനെയാണ് അവരുടെ കൾച്ചർ. ഇവൻ അവിടേക്ക് ഇന്ത്യൻ അഡോപ്റ്റഡ് കുട്ടികളുണ്ടായിരുന്നു. സോ ലൈക്ക് അപ്പോൾ അവർക്ക് ഇന്ത്യനെ കുറിച്ച് എന്നോട് ചോദിക്കും. സോ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഇന്ത്യനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഒബ്വിയസ്ലി ബാഡ് അഭിപ്രായമുള്ളവരുണ്ട്. ഇന്ത്യയിലോട്ട് വരാൻ പറയുമ്പം ന്യൂസ് കാണുന്നത് പല കാര്യങ്ങളാണ്. സോ ദേ ഡോണ്ട് വാണ്ട് ടു കം. സോ ഒബ്വിയസ്ലി വി ചേഞ്ച് ദാറ്റ്. അപ്പോൾ അവരെ വന്ന് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദേ ഹാഡ് ബാഡ് എക്സ്പീരിയൻസ്. സം ഓഫ് ദം ഹാഡ് ബാഡ് എക്സ്പീരിയൻസ് വെൻ ദേ കേം ഓൾസോ. പക്ഷെ അതൊരു അഗെയിൻ അതും ഓരോ കൾച്ചറിൽ ഇപ്പോൾ കേരളത്തിലെ പോലെയല്ല നോർത്തിലോട്ട് പോകുന്ന ഉള്ളത്. സോ മേക്സ് സെൻസ്. അപ്പോൾ ഇനി ഫ്രാൻസിലെത്തി അവിടെ കോഴ്സ് കഴിഞ്ഞു, പിന്നെ വാട്ട് ദെൻ ഹാപ്പൻ? സോ ഒബ്വിയസ്ലി ജോലി തപ്പി. അതെ, എല്ലാവരും തപ്പുന്നത്. അതെ അതെ, ഒബ്വിയസ്ലി ജോലി തപ്പുന്നത് നമ്മൾ നോർമലി ചെയ്യുന്നതാണ്. അപ്പം പക്ഷേ എൻ്റെ ഫീൽഡ് ഇസ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. എൻ്റെ ഇൻട്രസ്റ്റ് വാസ് ഇൻ ടു മാർക്കറ്റിംഗ്. അതെങ്ങനെയാണ് ഫിഗർ ഔട്ട് ചെയ്ത് വന്നത്? അത് അഗെയിൻ ഐ ലൈക്ക് ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ. അതെനിക്കറിയാം. അഗെയിൻ ഹോസ്പിറ്റാലിറ്റി ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. ഹോസ്പിറ്റാലിറ്റി ആസ് ലൈക്ക് എൻ്റെ ഇൻട്രസ്റ്റ് മെയിൻലി ഹോസ്പിറ്റാലിറ്റിയിലാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ മാർക്കറ്റിംഗ് ആണെന്ന് അറിയാം. സോ ഞാൻ മാർക്കറ്റിംഗ് ജോബ്സിലായിരുന്നു. ഈവൻ ലെൻസ്കാർട്ട് പോലുള്ളൊരു ഫേമിൽ അപ്ലൈ ചെയ്തു. ആൻഡ് ഈവൻ ലോറിയാലിൽ സെക്കൻഡ് തേർഡ് റൗണ്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, ലോറിയാൽ സ്വിസ്. പക്ഷേ അതിലെത്തുമ്പം ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലാംഗ്വേജ്. അപ്പോൾ അവിടെ പോയിട്ട് ലാംഗ്വേജ് ഞാൻ പഠിച്ചില്ലേ. ഐ സ്റ്റിൽ നോ ഹൗ ടു ഓർഡർ. ഫ്രഞ്ച് അറിയണമായിരുന്നു, അല്ലെങ്കിൽ ഫ്രഞ്ച് അറിയണമായിരുന്നു മാർക്കറ്റിംഗ് ആയതുകൊണ്ട്. ബിക്കോസ് വി ഹാവ് ടു ഇൻറ്ററാക്ട് വിത്ത് ലോക്കൽസ്. അപ്പോൾ അത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആണെങ്കിൽ തന്നെ ഈ ജബോങ്കിൻ്റെ മേജർ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, ഒരു ജർമ്മൻ ബ്രാൻഡായിരുന്നു ജബോങ്കിൻ്റെ ഒക്കെ. ജബോങ് അറിയില്ലേ? സോ അവരൊരു ഇൻ്റർനെറ്റ് റോക്കറ്റ് സംതിങ് ഐ തിങ്ക് റോക്കറ്റ് ഇൻ്റർനെറ്റ് ആണെന്ന് തോന്നുന്നു. സോ ഐ തിങ്ക് ഇറ്റ് വാസ് എ പാരന്റ് കമ്പനി. സോ അതിൽ ഞാൻ ഐ തിങ്ക് ലാസ്റ്റ് റൗണ്ട് വരെ എത്തി. ബിക്കോസ് മീന റേഞ്ചിൽ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അഗെയിൻ ലോക്കൽ ലാംഗ്വേജിലോട്ട് എത്തിയപ്പോഴാണ് എനിക്ക് പ്രശ്നം പറ്റുക. ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ലേൺ ഫ്രഞ്ച്. വായിച്ച് പഠിക്കാം. നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം ബോൺജോർ എന്നായിരിക്കും എഴുതിയിരുന്നത്, സംസാരിക്കാൻ ബോൺജോ, ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ ഒരു ലാംഗ്വേജ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ മലയാളി എന്ന് പറഞ്ഞാൽ അവൻ എത്രയോ ഒരു കാശ് കൊടുത്ത് ഒമാനിൽ ഫുൾ പഠിച്ച് എന്തോ ഒരു A11 A1 A2 വായിക്കുന്ന അറിയാം. സംസാരിച്ചെടുക്കുമ്പോൾ പെടും. ബിക്കോസ് ലാംഗ്വേജ് സ്ലാങ്ങും എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ അതായിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരു ചലഞ്ച്. ഇപ്പം പോകുന്ന കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആരെങ്കിലും ഫ്രാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാനാണെങ്കിൽ ഉദ്ദേശമെങ്കിൽ യു ക്യാൻ ഗോ. ബട്ട് ജോലിയിലാണെങ്കിൽ ഇറ്റ്സ് IT ആണെങ്കിൽ സ്റ്റിൽ ദേഴ്സ് ചാൻസ്. ലൈക്ക് അതിന് ലാംഗ്വേജ് ആവശ്യമില്ല. ബിക്കോസ് എൻ്റെ റൂംമേറ്റ് പുള്ളിക്കാരൻ അവിടെ IT ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. ഹി ഡസന്റ് നോ ഫ്രഞ്ച്. ഇപ്പോഴും ഹി സ്റ്റിൽ വർക്കിംഗ് ദെയർ. മനസ്സിലായി. ദാറ്റ് മീൻസ് ലൈക്ക് IT ഫീൽഡിൽ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതിയില്ല. സ്റ്റിൽ ഇപ്പോഴത്തെ കാലത്ത് മേ ബി സ്റ്റിൽ ബെറ്റർ. ഈവൻ പാർട്ട് ടൈം ജോലി കിട്ടാനും it's difficult in France. Okay. Yeah. So I still got like again other എൻ്റെ നെറ്റ്വർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. എൻ്റെ റൂംമേറ്റ്സ് ആയിട്ടും ഞാൻ പിന്നെ ഒബ്വിയസ്ലി കൺസിസ്റ്റൻ്റ്ലി നോക്കി കിട്ടിയതാണ്. ഞാൻ യൂസ് ടു അപ്ലൈ ഫോർ ലിങ്ക്ഡിൻ ആയിരുന്നു മെയിൻ. ലിങ്ക്ഡിൽ ഇപ്പോൾ അവിടുത്തെ ഒരു ജോബ് ആപ്ലിക്കേഷൻ ഇവിടുത്തെ പോലെ നമ്മൾ റെസ്യൂമേ അയച്ചാൽ പോരാ. എല്ലാത്തിനും കവർ ലെറ്റർ അയക്കണം. കവർ ലെറ്റർ പ്ലസ് റെസ്യൂമേ പ്ലസ് ഒരു ഒറാക്കിളിൻ്റെ ഒരു വലിയ ഫോം ഉണ്ട്. യു ഹാവ് ടു ഫിൽ എവറിത്തിങ്. സോ ഐ തിങ്ക് മേ ബി ഒരു 500-600 ആപ്ലിക്കേഷൻസ് ഞാൻ അയച്ചിട്ടുണ്ടാവാം. ഒരു ജോലി കിട്ടിയിട്ട് എത്ര നാൾ അവിടെ ഉണ്ടായിരുന്നു ഫ്രാൻസിൽ? ഒരു എൻ്റെ തീസിസിൻ്റെ ടൈമിലായിരുന്നു ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 2 years ഫ്രാൻസിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 1 year 1.2 years ആയിരിക്കും നമ്മളെ ക്ലാസ് ഉണ്ടാവുക. പിന്നെ ഇറ്റ്സ് തീസിസ് ടൈം. സോ യു ഡോണ്ട് ഹാവ് ടു ഗോ എവറി ഡേ. സോ തീസിസ് ചെയ്യുന്നതാണ്. സോ ആ ടൈമിൽ ഐ വർക്ക്ഡ്. അപ്പോൾ ഫ്രാൻസ് കഴിഞ്ഞിട്ട് തിരിച്ച് ബാക്ക് ടു ഇന്ത്യ. ഞാൻ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ പോലെയുള്ള പരിപാടിയായിരുന്നു. വന്ന് 5 days പെണ്ണ് കണ്ടു, കല്യാണം. അല്ല, ഉസ്താദ് ഹോട്ടൽ മീൻസ് ലൈക്ക് ഒബ്വിയസ്ലി അവിടെ നിന്ന് സംസാരിച്ച് വെച്ചു. പിന്നെ വന്ന് എത്ര വയസ്സായി മാരേജ് ആയപ്പോൾ? 26 വയസ്സിൽ മാരേജ്. 26 ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പം 35. അല്ല 2040 തോന്നും, പക്ഷേ ഇപ്പം 35. പിന്നെ വാട്ട് വാസ് നെക്സ്റ്റ്? ഇപ്പോൾ then I went to Bangalore. Obviously Bangalore was the ഏത് ഇയർ ആയിരുന്നു? കോവിഡിന് മുമ്പാണത്? അല്ല, ഈ 2016 ടൈം തന്നെ പോയി. 16 ആണോ? അല്ല, സോറി, ഐ തിങ്ക് 17 ടൈമിലാണ്. 16 പോയി. കല്യാണം 16 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ 16 തന്നെ പോയി. ദെൻ ഐ ജോയിൻഡ് അഗെയിൻ. സ്റ്റാർട്ടപ്പിൽ കയറണം എന്നുള്ളൊരു ഭയങ്കര അതിയായ ആഗ്രഹം കാരണം പോയിട്ട് സ്റ്റാർട്ടപ്പിൽ കയറി. ആൻഡ് വാസ് സ്മോൾ, ഒരു വീട് പോലുള്ളായിരുന്നു. ആൻഡ് വി വർ ഇൻ ടു പ്രോട്ടീൻ, മെയിൻലി ഹെൽത്ത് റിലേറ്റഡ് ആയിരുന്നു. ആൻഡ് ദി ഓണർ ഹാഡ് ആൻ ഐഡിയ ഓഫ് മേക്കിംഗ് പ്രോട്ടീൻ ബാർസ് ഔട്ട് ഓഫ് മില്ലറ്റ്സ്.
മില്ലറ്റ്സ് വെച്ചിട്ട്. ആ ടൈമിൽ. ഓ ഇപ്പൊ ഫേമസ് ആണ് ഇപ്പൊ ഫേമസ് ആണ്. അപ്പം ഒബ്വിയസ്ലി ahead of the time. അന്ന് യോഗ ബാറിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ദാറ്റ് ടൈം മേ ബി ദേ ഹാഡ് ഫ്യൂ 100 crores ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സോ ആ ടൈമിൽ മില്ലറ്റ്സ് ബേസിസിൽ പ്രോട്ടീൻ ആൻഡ് എനർജി ബാർസ് ആയിരുന്നു ഉദ്ദേശം. അപ്പോൾ മീ ആൻഡ് മൈ ഞങ്ങളൊരു ഡയറ്റീഷ്യൻ, സോ വി ക്രിയേറ്റഡ് എ ബാർ, നോട്ട് എ ബാർ, മൾട്ടിപ്പിൾ ബാർസ്. സോ സോഴ്സ് ചെയ്തു. ഹണി വി സോഴ്സ് ഫ്രം കർണാടക, സം ലോക്കൽ ഫാമേഴ്സിൻ്റെ അടുത്ത് പോയി സോഴ്സ് ചെയ്തു. വി ഡിൻ വാണ്ട് യൂസ് ഷുഗർ, സോ വി വാണ്ടഡ് ടു യൂസ് ഹണി, ജാഗ്രി, ഡേറ്റ് സിറപ്പ്, ഓൾ ദോസ് തിങ്സ്. സോ അതൊക്കെ സോഴ്സ് ചെയ്തുണ്ടാക്കി. ബട്ട് again മാർക്കറ്റ് വാസ് നോട്ട് ദാറ്റ് ബിഗ്, ദിൻ സക്സീഡ് ആൻഡ് നമ്മളെ ഗ്രോത്തും വലിയതായില്ല. ദെൻ ഐ ലെഫ്റ്റ് ആൻഡ് ജോയിൻഡ് Prop Tiger. Prop Tiger is like parent company of Housing.com and multiple similar ഇതിൽ റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു. അത് പ്രൈമറി സെയിൽസിലോട്ട് ജോയിൻ ചെയ്തു. കണക്ട് ചെയ്ത് അവസാനം വീട്ടിൽ എത്തുന്നുണ്ടല്ലേ? അതാ പറയുക, ഇവിടെ നിമിത്തം പോലെ എല്ലായിടത്തും അവിടെ ഇൻഫർമേഷനും ലേണിംഗ്സ് വെച്ചിട്ട്. അത് റിയൽ എസ്റ്റേറ്റ് എൻ്റെ ഫസ്റ്റ് ഇതായിരുന്നു. ആൻഡ് ഐ ഈ സ്ക്വയർ ഫീറ്റ് എന്താണോ, കാർപ്പറ്റ് ഏരിയ എന്താണെന്നൊക്കെ അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. സോ കാർപ്പറ്റ് ഏരിയ, ഈവൻ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കണമെങ്കിൽ എനിക്ക് സുഖമായിട്ട് പോയിട്ട് ഐ ക്യാൻ ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഹൗ മച്ച് ദീസ് ഗൈസ് മേക്ക് ഓൾസോ. സോ വേണമെങ്കിൽ വി ക്യാൻ ലൈക്ക് നെഗോഷിയേറ്റിലൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഐ അണ്ടർസ്റ്റുഡ് ലൈക്ക് ഏത് ബിൽഡറാണ് നല്ലത്, ഏത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് നല്ലത്, ഏത് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്, ഈ റേഷ്യോസ് എല്ലാം അവിടുന്ന് പഠിച്ചു. Housing.com വർക്ക് ചെയ്തത് അല്ലെങ്കിൽ Prop Tiger പേരന്റ് കമ്പനിയിട്ടായിരുന്നു. അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു? ഞാൻ റിലേഷൻഷിപ്പ് മാനേജർ ആയിരുന്നു. സോ പ്രൈമറി സെയിൽസ്. സോ ഇപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു പുതിയ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ റീസെല്ലിംഗ് ഉണ്ട്, പ്രൈമറി ഉണ്ട്. അതായത് പുതിയ ഫ്ലാറ്റ്സ് ആണ് പ്രൈമറി സെയിൽസ്. സോ ഐ വാസ് പാർട്ട് ഓഫ് ദ പ്രൈമറി സെയിൽസ് ടീം. സോ അതിൽ പുതിയ വരുമ്പം we have to sell these. So നമുക്ക് CRM ലീഡ്സ് വരും, we just have to connect and like you know call and obviously site visits ഉണ്ടാവും. നമ്മൾ ഓരോ ബിൽഡേഴ്സിനെ മീറ്റ് ചെയ്യണം, അത് പോയി പഠിക്കുക, then like you know sell it off. But I had to come back to കേരള ലൈക്ക് കുറച്ച് മാസങ്ങൾക്ക് ശേഷം. പിന്നെ കോഴിക്കോട് വരേണ്ടി വന്നു. പിന്നെ തിരിച്ചു വന്നു. പിന്നെ ഐ ജോയിൻഡ് ഇൻ ടു ലൈക്ക് EIT സെയിൽസ് മാർക്കറ്റിംഗ്, എഗെയിൻ മാർക്കറ്റിംഗ് ഫീൽഡിലോട്ടായിരുന്നു. ഒരു 2 years കഴിഞ്ഞിട്ട് ദെൻ again ഈ ഇൻഡസ്ട്രീസിൽ എത്തിയതാണ്. ഐ തിങ്ക് 2019 again I wanted to get into hospitality. ഹോസ്പിറ്റാലിറ്റി ആണ് യുവർ തിങ് എന്നുള്ളത് മനസ്സിലാക്കിയത്. അന്ന് മനസ്സിലാക്കിയിട്ടില്ല. ബട്ട് ഐ വാണ്ടഡ് ടു ജോയിൻ സ്വിഗ്ഗി ഓർ സൊമാറ്റോ. സ്റ്റാർട്ടപ്പ് ആണ്. അതെ ഈ റിലേറ്റഡ്, അതായത് ഈ ഒരു ഫുഡ് ഓർ ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ഇതിലോട്ട് കയറുന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. സോ ഡൈൻ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈൻ ഔട്ട്, സ്വിഗ്ഗി, ദെൻ സൊമാറ്റോ, ഈവൻ ഓയോയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓയോയിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഡൈൻ ഔട്ടിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് റൗണ്ട് വരെയൊക്കെ ആയി. ഇവിടെ ഡൈൻ ഔട്ടാണോ ഓയോയുടെ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ ഇവിടെ വന്നു. ഞാൻ തിരിച്ചു പോയി. ദെൻ ഐ ഗോട്ട് എ കോൾ ഫ്രം അരുൺ, ലൈക്ക് ഇന്നസ്പേസിൻ്റെ വൺ ഓഫ് ദി മെയിൻ ടീമിലുള്ള ഒരാളാണ്. സോ ഹി കോൾ മീ ലൈക്ക് ക്യാൻ യു കം ഡൗൺ ടു കൊച്ചി ടുമോറോ. ഞാൻ അന്ന് എത്തിയിട്ടേ ഉള്ളൂ. ഒരു ഇൻ്റർവ്യൂ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്, ദേ വാണ്ട് ടു മീറ്റ് യു ആൻഡ് ഓൾസോ ലൈക്ക് ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഞാൻ കുറച്ചൊരു മടിച്ചിരുന്നു. പിന്നെ വൈഫ് പറഞ്ഞു, വൈഫും കുട്ടിയുണ്ട്, അപ്പോൾ ഒരു മോനുണ്ട്. സോ പറഞ്ഞു നമുക്കൊരു ട്രിപ്പാക്കി പോവാം, ലെറ്റ്സ് ഗോ. അപ്പം അന്ന് തന്നെ വണ്ടി രാത്രി എടുത്ത് വന്നു. നെക്സ്റ്റ് ഡേ മെറ്റ് ദി ഡയറക്ടേഴ്സ് ആൻഡ് ഐ തിങ്ക് വി ഹിറ്റ് ഇറ്റ് ഓഫ്. Then he asked me like ഒരു report. He asked me like whether I can make a report on the co-working market study. So Bangalore, so they paid for everything and ഞാൻ ബാംഗ്ലൂർ പോയി. again ബാംഗ്ലൂർ ആയതുകൊണ്ട് I loved going to Bangalore that time. So പോയി I did a proper research. ഹാഷിദിൻ്റെ വീട്ടിലായിരുന്നു ക്രാഷ് ചെയ്ത്. ഐ മീൻ ഇനിഷ്യൽ റിസർച്ച് ചെയ്ത ശേഷം പിന്നെ ഈ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഹാഷിദിൻ്റെ വീട്ടിലായിരുന്നു. ഫുൾ ലൈക്ക് എനിക്ക് ഒരു സോണിലെത്തിക്കഴിഞ്ഞാൽ ഐ ലൈക്ക് to work on like continuously without any stop. So ആഷിൻ്റെ വീട്ടിലായിരുന്നു ഫുൾ ഞാൻ ചെയ്തു and they liked it. I joined. അന്ന് ഇന്ന സ്പേസിനുള്ള ഒരു ഫേമിന് കോവർക്കിംഗ് സ്പേസസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? ഇല്ല, ഇന്ന സ്പേസ് സ്റ്റാർട്ട് ചെയ്തത് again ഒരു 3 ഫ്രണ്ട്സാണ് ഇന്ന സ്പേസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഫൈസൽ, പ്രിൻസ് ആൻഡ് സ്റ്റാൻലി. സോ അതിൻ്റെ സ്റ്റോറി ഇന്ന സ്പേസ് ഞങ്ങൾ പേജിൽ തന്നെ ഉണ്ട്. പുള്ളി സ്റ്റാൻലി ഈസ് എ നല്ലൊരു ഗുഡ് സ്റ്റോറി ടെല്ലറാണ്. സോ പുള്ളി അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ യു ഗെറ്റ് എൻ ഐഡിയ. സോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പഞ്ചുണ്ടാവില്ല. സോ ഞാനൊരു ബേസിക് ഒരു ഇത് പറയാം. സോ ഇവർ 3 പേര് ദുബായിലാണ് ഇപ്പോൾ. ദേ സ്റ്റിൽ ദെയർ. സോ
ഇന്നർ സ്പേസ് ഇൻറ്റീരിയർ ഡിസൈൻ ആണ് നമ്മുടെ മെയിൻ പേരന്റ് കമ്പനി. സോ വി ആർ ഇൻ ടു കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ ഡിസൈൻസ്. ഓ, കൊമേഴ്ഷ്യൽ സ്പേസ് ഇന്റീരിയർ ഡിസൈൻ. അതെ, അതായത് ഓഫീസ് സ്പേസസ്, ഷോറൂംസ്. സോ അവിടുത്തെ മെക്ലാരൻ, ബുഗാട്ടി ഷോറൂംസ് ഒക്കെ ഇന്നർ സ്പേസ് ആണ് ഡിസൈൻ ചെയ്തത്. ഈവൻ നമ്മുടെ നൈലാവിഷൊക്കെ വർക്ക് ചെയ്യുന്ന റേഡിയോ, അറേബ്യൻ റേഡിയോ നെറ്റ്വർക്സിൻ്റെ എൻ്റയർ ഓഫീസ് ഇസ് ഡിസൈൻ ബൈ ഇന്നർ സ്പേസ്. സോ ഐ സ്റ്റിൽ ലൈക്ക് ഇപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഐ സ്റ്റിൽ ഹാവ് ദ 3D. ലൈക്ക് ഞാൻ ജോയിൻ ചെയ്ത് ഇപ്പം 6 വർഷമായി. അതിന് മുമ്പാണ് ഇത് ചെയ്ത്. സ്റ്റിൽ ദ സെയിം ക്വാളിറ്റി, സെയിം സെറ്റപ്പിൽ തന്നെയാണ് അത് ഇപ്പോഴും ഉള്ളത്. സോ 3D മാച്ച് ചെയ്യുമ്പോൾ. സോ അതാണ് നമ്മുടെ മെയിൻ ഒരു പെഡിഗ്രി എന്ന് പറയുന്നത്. അതിൽ കോവർക്കിംഗ് സ്പേസസും ഉണ്ട്. ഈ നമ്മുടെ ക്ലയൻറ്റിൽ കോവർക്കിംഗ്, റീഗസ് എന്ന് പറഞ്ഞ കോവർക്കിംഗ് ബ്രാൻഡ് വേൾഡിൽ തന്നെ നമ്പർ വൺ ഓഫ് ദ ഫസ്റ്റ് ബ്രാൻഡ്സ്, വേൾഡ് നമ്പർ 1 മാത്രമല്ല, വൺ ഓഫ് ദ ഫസ്റ്റ് ബ്രാൻഡ്സ് ഇൻ കോവർക്കിംഗ്. ഒരു ബിസിനസ് സെൻറ്റേഴ്സ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ദേ ഹാവ് മൾട്ടിപ്പിൾ കാറ്റഗറീസ്. സോ അതിൽ സ്റ്റാർട്ട് ചെയ്തത് 2015-16 തോന്നുന്നു. വി ഡിസൈൻഡ് ഫ്യൂ കോവർക്കിംഗ് സ്പേസസ് അക്രോസ് മിഡിൽ ഈസ്റ്റ്. പിന്നെ കൊച്ചി. സോ ഇന്നർ സ്പേസിൽ SRM റോഡിൽ ഒരു സ്പേസ് ഉണ്ട്. ഒരു പഴയ വീട്, എനിക്ക് തോന്നുന്നു ഇന്നർ സ്പേസിൻ്റെ കയ്യിലായിട്ട് തന്നെ ഒരു 10-15 വർഷം ആയിട്ടുണ്ടാവും. വീടായിരുന്നു. ഒരു ബിൽഡിങ്ങിന് 40 വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിന്. സോ ആ ടൈമിൽ ഐ തിങ്ക് കൊച്ചി മെട്രോയുടെ ഒരു വർക്ക് വന്നു. സോ ഇറ്റ് വാസ് എ കോമ്പറ്റീഷൻ കൈൻഡ് ഓഫ് തിങ്. കൊച്ചി മെട്രോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡിസൈൻ ചെയ്യാൻ. സോ ഇന്നർ സ്പേസ് വൺ ദ ഡിസൈൻ തിങ്, വി ഡിൻ ഡു ദ വർക്ക്. സോ നമ്മൾ ഡിസൈൻ മാത്രം കൊടുത്തു. കാരണം ഈ പറഞ്ഞ അറേബ്യൻ റേഡിയോ നെറ്റ്വർക്സിൻ്റെ ഒക്കെ ഡിസൈനിൽ ഇൻസ്പയർഡ് ആയിട്ട് അതിൽ വർക്ക് സ്പേസിൻ്റെ ചുറ്റും റണ്ണിങ് ട്രാക്ക് ഒക്കെ ഉണ്ട്. റണ്ണിങ് ട്രാക്കോ? അതായത് ഒരു ഫ്ലോർ ഒരു 10-30,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുമല്ലോ. സോ അതിൽ റണ്ണിങ് വാക്ക് വേ ആകുമ്പോൾ മേ ബി യു ക്യാൻ ജോഗ് ഓർ വാട്ട് എവർ, ആൻഡ് ദ എസ്തെറ്റിക്കലി ഇറ്റ്സ് ഗുഡ് ലുക്കിംഗ്, റൈറ്റ്? സോ അതൊക്കെ ആയിരുന്നു നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്തത്, കൊച്ചി മെട്രോയുടെ. വെരി ഗുഡ് ഡിസൈൻ. സോ അതിനുശേഷം നമ്മളെ സ്പേസ് നമ്മൾ റീവാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യു വർ തിങ്കിങ് ലൈക്ക് സ്റ്റാർട്ട് സംതിങ്. ഇനീഷ്യലി എനിക്ക് തോന്നുന്നു സ്റ്റാൻലിയുടെ ഐഡിയ വാസ് ടു സ്റ്റാർട്ട് ആർട്ട് ഗാലറി. സോ ഈസ് എ ക്രിയേറ്റീവ് പേഴ്സൺ. സോ കൊച്ചിയിൽ ആർട്ട് ഗാലറി ചെയ്യണം എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ റീഗസ് ആയിട്ട് എന്തോ ഒരു സംസാരം നടന്നു. And for Regus it was very small, and the market was not that big. Okay, so then these three thought like okay, നമുക്ക് തന്നെ ഒന്ന് സ്റ്റാർട്ട്. കേരളമാണ്, നമ്മുടെ സ്വന്തം സ്ഥലമാണ്, സ്വന്തം ബിൽഡിംഗ് ആണ്, why don't we just start? അന്നത്തെ കോവർക്കിംഗ് സ്പേസിൻ്റെ ഒരു സ്റ്റേറ്റ് എന്തായിരുന്നു? അന്ന് കോവർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു? അല്ല, അന്ന് എനിക്ക് തോന്നുന്നു റീഗസ് സെൻട്രേ എന്ന് പറഞ്ഞ ആലപ്പാട്ടിൻ്റെ ബിൽഡിംഗ്. ആൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 5 വർഷം മുമ്പ് പുള്ളി സ്റ്റാർട്ട് ചെയ്തതാണ് കോവർക്കിംഗ് സ്പേസ്. പുള്ളി ആലപ്പാട്. ആൻഡ് സ്റ്റിൽ ഗുഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ കൊച്ചി സ്റ്റിൽ. ലൈക്ക് സെൻട്രേ അല്ലാതെ 2-3 ബ്രാൻഡ്സ്, ചെറിയ ബ്രാൻഡ്സും ഉണ്ടായിരുന്നു. അതിലൊരു ബ്രാൻഡ് പൂട്ടി. ദി അതേഴ്സ് ആർ സ്റ്റിൽ ദെയർ ഐ തിങ്ക്. സോ വെൻ വി സ്റ്റാർട്ടഡ്, ഇപ്പം നമ്മളായിരുന്നു 4th one ഐ തിങ്ക്. ആ ടൈമിൽ ഉണ്ടായിരുന്നു 4ാമത്തെ ഒരു ബ്രാൻഡായിരുന്നു തോന്നുന്നു ഇന്നർ സ്പേസ്. വെയിറ്റ്, നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കണ്ട് ഗസ്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നൗ ബാക്ക് ടു ദ പോഡ്കാസ്റ്റ്. അപ്പോൾ നിങ്ങൾ കോവർക്കിംഗ് സ്പേസ് ആയിട്ട് 2020 തുടങ്ങി. അപ്പോൾ ആ കൊല്ലം തന്നെയല്ലേ കോവിഡ് ഉള്ളത്? അപ്പോൾ ആ ഒരു ചലഞ്ച് എങ്ങനെയായിരുന്നു? സോ നമ്മൾ എൻഡ് 2020 എൻഡിലായിരുന്നു ഞങ്ങളുടെ ഒഫീഷ്യൽ ലോഞ്ച് ഉണ്ടായിരുന്നത്. സോ ആ ലോഞ്ച് ചെയ്ത് വിത്തിൻ എനിക്ക് തോന്നുന്നു ഫെബിൽ തന്നെ വി വർ അറ്റ് 70-80% ഓക്യുപ്പൻസി. സോ അതിൽ ഒരു സിംഗിൾ കമ്പനി തന്നെ എടുത്തു. ആൻഡ് ലൈക്ക് മാർക്കറ്റിങ്ങും അധികം ഒന്നും ചെയ്യേണ്ട. ഒബ്വിയസ്ലി വി ഡിഡ് സം മാർക്കറ്റിംഗ്. നമ്മൾ ഗൂഗിളിലും ഇതൊക്കെ ചെയ്തിട്ട് ഉണ്ടായിരുന്നു. അഗൈൻ അന്നൊന്ന് സെർച്ച് വോള്യൂം ഐ തിങ്ക് ഇറ്റ് വാസ് ലെസ് ദാൻ 100 എന്തോ ആയിരുന്നു. ഇന്ന് എത്ര ഉണ്ടാവും? ഇന്ന് അഗൈൻ 1000+ ഉണ്ട്. ആൻഡ് ഞാൻ സ്പെൻഡ് പറഞ്ഞു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. ഞാൻ എത്ര സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയാം, ദെൻ യു വിൽ ഗെറ്റ് എൻ ഐഡിയ, റൈറ്റ്? സോ അത് കഴിഞ്ഞു. ദെൻ ഫെബിൽ എത്ര ആയി? മാർച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കോവിഡിൻ്റെ ഇത് വന്നു തുടങ്ങി. ആൻഡ് വി വർ അറ്റ് 90%. വി ഡിഡ്ന്റ് ഹാവ് എനി സ്പേസ്. ഓൾമോസ്റ്റ് ലൈക്ക് കംപ്ലീറ്റ് ആയിരുന്നു. അത് 100 സീറ്റ്സ്, അറൗണ്ട് 100 സീറ്റ്സിൻ്റെ ഫെസിലിറ്റിയാണ്. അത് നമ്മൾ ഓൺ സ്പേസ് ആയതുകൊണ്ടാണ് നമ്മൾ അന്ന് അങ്ങനെ 100 സീറ്റ്സ് ചെറിയ സെൻറ്ററായിട്ടും ചെയ്ത്. വി വാണ്ട് ടു ട്രൈ ഇറ്റ് ഔട്ട്. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് പോകുക എന്നുള്ളത്, ആൾക്കാർ എങ്ങനെ എടുക്കുന്നു. ബട്ട് വി അണ്ടർസ്റ്റുഡ് ദിസ് മാർക്കറ്റ്, ദിസ് എവറിത്തിങ്, ദിസ് ലൈക്ക് അക്സെപ്റ്റൻസ് ഉണ്ട്. പക്ഷേ ദി ഡിമാൻഡ് വാസ് വെരി ലോ. അപ്പം നമ്മൾ അന്ന് ഒരു 4 സെൻറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 സെൻറ്റർ ഉണ്ടായത് കൊണ്ടായിരിക്കും നമ്മൾ. ആൻഡ് സെൻറ്ററേ വാസ് ഫുൾ. സോ സെൻറ്ററിൻ്റെ കൂടെ തന്നെ ഉള്ളത് വാസ് ഇൻ എ സ്പേസ്, റൈറ്റ്? സോ മേ ബി അതുകൊണ്ടായിരിക്കാം അത് ഫില്ലായി. അഗൈൻ വി ഡിഡ് എ വെരി ഗുഡ് ജോബ്. വി കോൺസെൻട്രേറ്റഡ് ഓൺ ദ സർവീസ് ഹോസ്പിറ്റാലിറ്റി സെക്ടറിലൂടെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു. വി വാണ്ടഡ് ടു ഹാവ് എ കമ്മ്യൂണിറ്റി സെൻട്രിക് ഫെസിലിറ്റി. വൈ കമ്മ്യൂണിറ്റി സെൻട്രിക് ഫെസിലിറ്റി? ആസ് ഇൻ ലൈക്ക്
അപ്പോൾ യു ക്യാൻ ഡു എ സർട്ടൻ ലൈക്ക് ഡിഫറെൻറ്റ് കോ വർക്കിംഗ് സ്പേസസ് ചെയ്യാം. മാനേജ്ഡ് ഓഫീസ് എന്ന് പറഞ്ഞ സാധനം ചെയ്യാം, കോ വർക്കിംഗ് ലൈക്ക് ഫുള്ളി കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടും ചെയ്യാം. മാനേജ്ഡ് ഓഫീസ് ആസ് ലൈക്ക് ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവാം, അതിൽ 50 സീറ്റിൻ്റെ മൾട്ടിപ്പിൾ സെൻറ്റേഴ്സ് ഉണ്ടാവാം, റൈറ്റ്? സോ നമ്മൾ കോവിഡിൻ്റെ ഇതിൽ തൊട്ട് മുമ്പ് വി വർ അറ്റ് ദിസ് 90% ഒക്യുപ്പൻസിയിൽ. പിന്നെ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പം ഒബ്വിയസ്ലി വി ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. ആർക്കും അറിയില്ലായിരുന്നു. ആൻഡ് നമ്മളെ മാർക്കറ്റിങ്ങിലൊന്നും വലിയ ഇത് റിസൾട്ട് എന്നല്ല, നമുക്ക് എന്താണെന്നുള്ള ഒരു ഡേറ്റ കിട്ടിയിട്ടില്ല. നമുക്ക് കറക്റ്റ് കോൾസ്, കാരണം വി വർ അറ്റ് ഫുൾ കപ്പാസിറ്റി എന്നാകുമ്പോൾ നമ്മൾ ബ്രോക്കറേജും ഒന്നും കൊടുക്കാതെയാണ് നമ്മൾ അത്ര എത്തിയത്. ആൻഡ് വി ഡിഡ്ന്റ് നോ ലൈക്ക് ദ മാർക്കറ്റ്. അപ്പം ഒരു 1 month ഞങ്ങൾ ബ്രേക്ക് എടുത്തു. ഏപ്രിൽ ഫുൾ ലൈക്ക് വി വർ ലൈക്ക് ക്ലോസ്. ഒബ്വിയസ്ലി നമ്മൾ ലോക്ക്ഡൗൺ ആയത് കാരണം എടുത്തു. ഐ തിങ്ക് ഏപ്രിൽ മെയിൽ നമ്മൾ റീലോഞ്ച് പോലെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. ആ റീസ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഗൂഗിൾ ഞാൻ പറഞ്ഞില്ല 100-ൻ്റെ ഉള്ളിലാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 5,000 രൂപ 3,000 രൂപ 4,000 രൂപ എന്തോ ആയിരുന്നു, ലെസ് ദാൻ 5,000 എന്തോ ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത്. സ്റ്റേഡ് ദെയർ ഫോർ ലൈക്ക് നെക്സ്റ്റ് 4-5 months. എമൗണ്ട് വെച്ചാൽ വളരെ ചെറിയ രീതിയിൽ. അപ്പം മനസ്സിലാക്കാമല്ലോ എത്ര വളരെ കുറവായിരുന്നു. ആൻഡ് ഇതിൽ ഔട്ട് ബൗണ്ട് നടക്കില്ല. നിങ്ങൾക്ക് ഓഫീസ് വേണമെന്ന് ചോദിച്ചിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. ബട്ട് വി ഡിഡ് ആ തിങ്. എന്തായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ ഞാൻ തന്നെയായിരുന്നു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് വൺ ഓഫ് ദി മെമ്പേഴ്സ് അവിടെ വരുന്ന, എനിക്ക് തോന്നുന്നു ഏപ്രിൽ ജൂൺ മാസത്തിലെന്തോ ഒരു ആൾ വന്നു. ആൻഡ് ഈ സ്റ്റിൽ ഡസ് വർക്ക്. ഓക്കെ, സോ പുള്ളി കാസർഗോഡ് നിന്ന് വന്നതാണ്. ആൻഡ് ഹി വാണ്ട് ടു സ്റ്റാർട്ട് ഇൻ കൊച്ചി. ആൻഡ് അങ്ങനെ വന്ന് ആൻഡ് ഹി ഹെൽപ് ഡസ്. അതിന് മുമ്പ് ഞാൻ തന്നെയായിരുന്നു ഈ നമ്മുടെ PPT-ൽ ഞാൻ പോസ്റ്റർ ഉണ്ടാക്കായിരുന്നു. സോ അത് ചെയ്യും. അതിന്ന് വി യൂസ് ടു പോസ്റ്റ് ഇൻ എവറി മീഡിയ ലൈക്ക് ട്വിറ്റർ ആരും ചെയ്യാറില്ല, ഞങ്ങൾ മാത്രമേ ട്വിറ്ററിൽ അത് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ട്വിറ്റർ ചെയ്തുകൊണ്ടും നമുക്ക് വൺ ഓഫ് ദി ലീഡ്സ്, അത് കാരണം ട്വിറ്റർ ചെയ്തുകൊണ്ട് മാത്രം ക്ലോസ് ആയിട്ടുണ്ട്. വൺ ഓഫ് ദി ലാർജസ്റ്റ് ബാങ്ക്സ് ഇൻ ദ വേൾഡിൻ്റെ മാനേജർ കൊച്ചിയിൽ വന്നപ്പോൾ ഷീ സെർച്ച്ഡ് ഫോർ കോ വർക്കിംഗ് സ്പേസസ്. അതിൽ ഇന്നർ സ്പേസ് മാത്രമേ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, നിങ്ങൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത്. ആൻഡ് ഷീ ബുക്ക് ദി വലിയ ലാർജസ്റ്റ് കോൺഫറൻസ് റൂം ഫോർ ദ നെക്സ്റ്റ് 4-5 days. പുള്ളിക്കാരത്തി എടുത്തു. ആൻഡ് ആ ഒരു പോസ്റ്റ് കാരണമാണ് നമുക്ക് ഐ തിങ്ക് പെർ ഡേ വാസ് അറൌണ്ട് 5K ആയിരുന്നു നമ്മളെ കോൺഫറൻസ് റൂമിൻ്റെ. ആൻഡ് ഒബ്വിയസ്ലി 25K ഫ്രം ദാറ്റ്. ഐ തിങ്ക് ആ മാസം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ആൻഡ് 0 revenue ഉള്ള മന്ത്സും ആ കോവിഡ് ടൈമിലുണ്ടായിരുന്നു. ആൻഡ് ബൈ ഓഗസ്റ്റിൽ കോവിഡ് സമയത്ത് യൂഷ്വലി ഐ തിങ്ക് കുറേ കമ്പനീസ് ഒക്കെ വർക്ക് ഫ്രം ഹോം ആണ്, അല്ലെങ്കിൽ ഈവൻ കുറേ എന്താ പറയുക നോമാഡ്സ് അല്ലെങ്കിൽ പീപ്പിൾക്ക് ഫ്രീലാൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു സ്കോപ്പില്ലേ? കോവിഡ് ആക്ച്വലി ബൂം ആയിരുന്നില്ലേ ശരിക്കും? കോവിഡ് കാരണം കോവർക്കിങ്ങിൻ്റെ നമ്മുടെ ഒരു നോളജ് ഉണ്ടല്ലോ, ആൾക്കാരുടെ ഒരു മാർക്കറ്റ് നോളജ് കൂടി. People got to know about co-working. I remember there's some government scheme ഉണ്ടായിരുന്നല്ലോ, work away from home, work near home. So അത് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് 21-ലാണ് 21-ന്റെ ശേഷമാണെന്ന് തോന്നുന്നു അവർ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തത്. ഐ വിൽ കം ടു ദാറ്റ്. സോ അത് 20 ശേഷം വി ലൈക്ക് നമ്മളെ എടപ്പള്ളി സെക്കൻഡ് സെൻറ്ററിൻ്റെ ലാൻഡ് ലോട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തു. സോ ദി വാസ് ജസ്റ്റ് ബിൽഡിംഗ് ദ സ്പേസ്. ഇപ്പം സെർച്ച് ചെയ്തപ്പോൾ ഹോസ്റ്റലിന് വേണ്ടിയിട്ടായിരുന്നു ബിൽഡിങ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ സ്റ്റാർട്ടഡ് ലൈക്ക് വാണ്ടഡ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. സോ പുള്ളിക്കാരൻ ജസ്റ്റ് നോക്കിയപ്പോൾ കോവർക്കിംഗ് കെയിം അക്രോസ് കോവർക്കിംഗ് സ്പേസ് ആൻഡ് വി വിസിറ്റഡ് ഇൻ എ സ്പേസ്. കല്ലൂർ വന്നു ആൻഡ് വി ഹാഡ് എ വെരി ഗുഡ് ഇനീഷ്യൽ ടോക്ക്. സോ വി ബിക്കെയിം ഫ്രണ്ട്സ്. സോ അങ്ങനെ സംസാരിച്ചു ആൻഡ് ദേ വർ ജസ്റ്റ് ബിൽഡിങ്. സോ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ കണ്ടു. അപ്പം എഗെയിൻ ഹോസ്റ്റൽ പോലെയാണ് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. നമ്മൾ സംസാരിച്ച് ബാക്ക് ആൻഡ് ഫോർത്ത് നടന്നു ആൻഡ് വി ഡിസൈഡഡ് ടു പാർട്ട്ണർ അപ്പ്. സോ ഞങ്ങൾ ഫസ്റ്റ് വന്നത് എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ, അത് റെസിഡൻഷ്യൽ ലൈൻ ഉള്ളിലാണ്, വീടുകളുടെ ഇടയിലാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി. സോ നമ്മളത് പ്രോപ്പർലി ലൈക്ക് ഇൻറ്റീരിയർ സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയതുകൊണ്ട് ഇന്നർ സ്പേസ് തന്നെ ഡിസൈൻ ഞങ്ങളുടെ എല്ലാ പ്രൊജക്റ്റും ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളുടെ ടീം ദുബായിലത്തെ ടീമാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ വി ഡിസൈൻഡ് ദ പെർട്ടിക്കുലർ സ്പേസ്. I think around 160 seats ആണ് അവിടുത്തെ കപ്പാസിറ്റി, പ്ലസ് റിക്രിയേഷണൽ ഏരിയ. സോ റിക്രിയേഷണൽ ഏരിയ എന്നുള്ളത് ഞങ്ങളുടെ ഇന്നർ സ്പേസിൻ്റെ ഒരു മെയിൻ ഒരു ഫാക്ടറാണ്. സോ എല്ലാ സെൻറ്ററിലും എക്സെപ്റ്റ് കല്ലൂർ സ്പേസ് ചെറുതായതുകൊണ്ട് നമുക്ക് അധികം ഇല്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ റിക്രിയേഷണൽ ഏരിയ ഇവൻറ്റ് സ്പേസ് നിർബന്ധമാണ്. ദാറ്റ്സ് ആർ മാൻഡേറ്ററി. ഇന്നർ സ്പേസിൻ്റെ ഒരു ആണ്. അപ്പം അതിനുശേഷം തൃക്കാക്കര വന്നു, വിച്ച് ഇസ് അറൌണ്ട് 25,000 square feet. എൻ്റെ ബ്രദർ ഇൻ ലോയുടെ ഫ്രണ്ടാണ്
എൻ്റെ ഓണർ. സോ ലെൻസ് ആൻഡ് ഫ്രെയിംസ് ഓ ഓ ൻ്റെതാണ് ആ ബിൽഡിംഗ്. സോ നിങ്ങൾക്ക് അവർ ബിൽഡിംഗ് സ്ട്രക്ചർ കഴിഞ്ഞ ശേഷം എന്നെ വിളിച്ചു. ആ ബിൽഡിംഗ് സ്ട്രക്ചർ കഴിഞ്ഞ ശേഷം വിളിച്ചു. അപ്പം ദെൻ ഇന്നർ സ്പേസ് ഓക്കെ നമ്മൾ പാർട്ണർ ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ ബേസിക്കലി പാർട്ണർപ്പ് ചെയ്യണത്, നോട്ട് ലൈക്ക് റെന്റൽ കൈൻഡ് ഓഫ്. റെന്റൽ കൈൻഡ് മോഡൽ നമ്മളതിൽ വർക്ക് ചെയ്യാത്തെന്ന് വെച്ചാൽ കേരള മാർക്കറ്റ് ഇസ് നോട്ട് ദാറ്റ് ബിഗ്. ഓ ഇപ്പോൾ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ മുക്കിലും മൂലയും കോവർക്കിംഗ് സ്പേസ് ആണ്. അതെ, വർക്കും കുറേ ഉണ്ട്. അതെ, വർക്ക് ഉണ്ട്, റീഗസ് ഉണ്ട്, ദസ് സോ മെനി അതർ. ഓഫീസിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ബ്രാൻഡ്. വർക്കിന് എനിക്ക് തോന്നുന്നു 5-6 ബ്രാൻഡ്സ് അവിടെ ഉണ്ടാവും. വർക്ക് ചാർജ് അറൗണ്ട് ലൈക്ക് ഡെഡിക്കേറ്റഡ് ഡെസ്ക്. ഇപ്പോൾ ഇതിൽ ഡെഡിക്കേറ്റഡ് ഹോട്ട് ഡെസ്ക് എന്നൊക്കെ പറഞ്ഞ മോഡൽസ് ഉണ്ടല്ലോ. ഡെഡിക്കേറ്റഡ് ഡെസ്കിലാണ് ശരിക്കും മെയിൻ റവന്യൂ ഉണ്ടാവുക. വർക്കിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് ഈസ് അറൗണ്ട് 25,000-30,000 പെർ സീറ്റ് ഐ തിങ്ക്. ഓക്കെ, അപ്പം ഞാൻ കേട്ടത് ഐ മീൻ നല്ല പ്രീമിയം ലൊക്കേഷനിൽ 25,000-30,000 വരും. ഇന്നർ സ്പേസിൻ്റെത് സ്റ്റിൽ കേരളത്തിൽ കുറച്ച് ഹയറിലാണ്. അത് 7.5 റേഞ്ചാണ് കേരളത്തിലത്തെ ഇന്നർ സ്പേസിൻ്റെ റേറ്റ്. സോ ക്യാൻ ഇമാജിൻ ദ ഡിഫറൻസ്. പക്ഷേ അവിടുത്തെ റെൻ്റൽ റേറ്റ് ഈസ് ഹയർ ഓൾസോ. അവിടുത്തെ ഒരു MG റോഡിലും ബ്രിഗേഡ് റോഡിലും ഒക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി റെൻ്റ് ഹൈ ആണല്ലോ. പക്ഷേ കേരളത്തിൽ വെച്ചാൽ മാർക്കറ്റ് അത്ര ആയിട്ടില്ല. ഡിമാൻഡ് സ്റ്റിൽ നോട്ട് ദെയർ. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ 5,000 എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഡെയിലി 5,000 ഇട്ടാലും അത് തീരും വേണമെങ്കിൽ. ഡിമാൻഡ് കൂടിയുണ്ട്, നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ 4 സെൻറ്ററിലായിരുന്നു. ഇപ്പം കൊച്ചിയിൽ അറൌണ്ട് 50 സെൻറ്റേഴ്സ് കോവർക്കിംഗ് സ്പേസസ് ഉണ്ട്. ആൻഡ് സോ മെനി ആർ ഓൺ ദ വേ. അപ്പോൾ അതിൽ ഇന്റർനാഷണൽ ബ്രാൻഡ്സ്, റീഗസിന് ഇപ്പോൾ 3rd സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ആൻഡ് നാഷണൽ ബ്രാൻഡ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അധികം കേൾക്കാത്ത ബ്രാൻഡായിരിക്കും ഇൻഡി ക്യൂബ്. അവർ ഒരു സെൻറ്റർ 1000 സീറ്റ്സിൻ്റെത് MG റോഡ് നമ്മൾ ബൈപ്പാസിലുണ്ട്. അതിൽ 700 or 750 സീറ്റ്സ് സിംഗിൾ കമ്പനിയാണ്. നേരത്തെ പറഞ്ഞ ഫ്രീലാൻസേഴ്സ് മാത്രമല്ല. ഇപ്പോൾ ഇന്നർ സ്പേസിന് അറൗണ്ട് 1000 സീറ്റ്സ് ഉണ്ട്. 1000 സീറ്റ്സിൽ ലെസ് ദാൻ 1% ആയിരിക്കും ഫ്രീലാൻസേഴ്സ്. വിരലെണ്ണാൻ പറ്റുന്നവർ ഉണ്ട് ഫ്രീലാൻസേഴ്സ്. നോർമലുള്ള ഒരു മിസ്കൺസെപ്ഷനാണ് ഫ്രീലാൻസേഴ്സോ അല്ലെങ്കിൽ ചെറിയ ആൾക്കാർ മാത്രമേ കോവർക്കിംഗ് സ്പേസ് എടുക്കുള്ളൂ. അതെ, ഞാൻ അങ്ങനെ സ്റ്റാർട്ടിങ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ചോദ്യം. അതായത് വലിയ കമ്പനീസിന് ഈ 5 പേര് to 10 പേരുള്ളവരായാലും അവിടെ കൂടുതൽ പേരും സിംഗിൾ ഫ്രീലാൻസേഴ്സ് എടുക്കുന്നവരല്ലേ. ഞങ്ങൾ കൂടുതലും എനിക്ക് പ്രൈവറ്റ് ഓഫീസ് വേണം, എനിക്ക് ഇത് ഹാള് വേണം, ഇത് വേണം. ആ ടൈമിൽ ഇതിനെക്കുറിച്ച് അധികം മാർക്കറ്റ് നോളജ് ഇല്ലാത്ത ടൈമിലായിരുന്നു. ഇന്നർ സ്പേസിൻ്റെ കൂടുതലും ഓപ്പൺ സ്പേസ് ആയിരുന്നു. ഓപ്പൺ സ്പേസ് ആയിട്ടില്ലെങ്കിൽ 100 സീറ്റിൽ 60-70 സീറ്റും ഓപ്പൺ ആയിരുന്നു. അതായത് ഷെയർഡ് സ്പേസ് പോലെ 5 പേര് ഒരുമിച്ച് 10 പേര് ഒരുമിച്ചുള്ളതായിരുന്നു. അന്നാരും അത് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കമ്മ്യൂണിറ്റി സെൻട്രിക് ആവേണ്ടത് കൊണ്ട് നമ്മളങ്ങനെ ചെയ്തതാണ്. പക്ഷേ കേരളത്തിൽ സ്റ്റിൽ ലൈക്ക് എനിക്ക് ഒരാളാണെങ്കിലും എനിക്ക് ക്യാബിൻ വേണം എന്നുള്ളതായിരുന്നു അന്നത്തെ ഇത്. ഇപ്പം മാറി. ഇപ്പോൾ ഓപ്പൺ സ്പേസ് ആയാലും ക്യാബിൻ ആയാലും ഓപ്പൺ സ്പേസ് ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നിങ്ങൾ വർക്ക് മറ്റവർ അടിച്ചു മാറ്റുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു ആദ്യത്തെ ചിന്ത. പ്രൈവസി ഒക്കെ ആയിരുന്നു. പക്ഷേ ഒരാൾ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഇതിൽ നോക്കാൻ മറ്റവർക്ക് സമയം ഉണ്ടാവില്ല. കറക്റ്റ്. ഇദ്ദേഹത്തിന് വേറെ നോക്കാനും സമയം ഉണ്ടാവില്ല. എക്സെപ്റ്റ് ഫോൺ എന്തെങ്കിലും ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു റിലേറ്റഡ് വർക്ക് ആണെങ്കിൽ, സംസാരിക്കാനൊന്നും ഇല്ലാതെ ഉള്ള വർക്ക് ആണെങ്കിൽ ഇറ്റ്സ് ഓപ്പൺ സ്പേസ് ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഒരു 500,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഏരിയയിൽ ഒരു സീറ്റ് ആയിരിക്കും അത്. അതെ. യു ഗെറ്റിംഗ് ദി എൻ്റയർ തിങ്. പ്രൊഡക്ടിവിറ്റി അല്ലായിരിക്കും. ക്ലോസ്ട്രോഫോബിയ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് ഞങ്ങളുടെ ഓപ്പൺ സീറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ. അതെ, സോൾഡ് ഔട്ട്. എടപ്പള്ളിയിൽ വി ഹാവ് അറൗണ്ട് ഐ തിങ്ക് 50 സീറ്റ്സ് 60 സീറ്റ്സ് ഓപ്പൺ സീറ്റ്സിൽ മൾട്ടിപ്പിൾ കമ്പനീസാണ്. ഒരു 2 സീറ്റ് ഒരു കമ്പനി, ഏറ്റതൊരു കമ്പനി. ഇത് ഈവൻ ഓല, ക്യൂർഫിറ്റ്, കൾഫിറ്റ് ഒക്കെ ഞങ്ങളുടെ ക്ലയൻ്റാണ്. ദേ ഹാവ് 1 സീറ്റ്സ്. കൊച്ചിയിൽ 1 സീറ്റ് തന്നെയാണ് അവർ ഓപ്പൺ സീറ്റ് തന്നെയാണ് എടുക്കുന്നത്. കാർദേക്കോ ഇസ് വൺ ഓഫ് അവർ ക്ലയൻസ്. ഫിനാൻഷ്യൽ, അതായത് 500 കോടി 1000 കോടിയുള്ള ഫിനാൻഷ്യൽ ഇത് മാനേജ് ചെയ്യുന്നവർ പോലും ഓപ്പൺ സീറ്റ്സിലാണ്. ക്യാബിനല്ല. അവർക്കത് മനസ്സിലായി. അവർക്ക് മനസ്സിലായി ക്യാബിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് അവർ മീറ്റിംഗ് വരുമ്പം വി ഹാവ് മീറ്റിംഗ് റൂംസ്. വൈ സ്പെൻഡ് സിംപ്ലി ലൈക്ക് വൈ വേസ്റ്റ് മണി ഓൺ വലിയ ഓഫീസ് എടുത്തിട്ട് കാശുണ്ടാവില്ല. മീറ്റിംഗ് റൂംസ് ഉണ്ട്. അപ്പം അങ്ങനെ എടുത്താലും മതിയല്ലോ. സോ പിന്നെ നമ്മൾ ഇപ്പം തൃക്കാക്കര ഇസ് ദ 3rd one, റൈറ്റ്? 3rd one വി സ്റ്റാർട്ട് സ്മോൾ, ലൈക്ക് ഒരു ഫ്ലോർ, പിന്നെ അടുത്ത ഫ്ലോർ. ബട്ട് റിക്രിയേഷണൽ ഏരിയ വി ഡിഡ് ലൈക്ക് എൻ്റെ ഐ തിങ്ക് ഫസ്റ്റ് അതാ ചെയ്തത്. ടോപ്പ് ഫ്ലോർ അല്ലേ? ടോപ്പ് ഫ്ലോർ. അവിടെ നമ്മൾ ഇവൻറ്റ്സും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ മേ ബി KPHൻ്റെ ഒരു വൺ ഓഫ് ദി ഇവൻറ്റ്സ് വി ക്യാൻ ഹാവ് എ കമ്മ്യൂണിറ്റി ഇവൻറ്റ് ഓവർ ദർ. വി ലവ് ടു കൊളാബറേറ്റ്. സോ ഞങ്ങൾ വൺ ഓഫ് ദി IPs ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതായത് ഇങ്ങനത്തെ ഇവൻറ്റ്സ് ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇസ് വൺ ഓഫ് ദ തിങ്. ലൈക്ക് ദാറ്റ്സ് ഓൾ ഫ്രീ. കംപ്ലീറ്റ്ലി നെറ്റ്വർക്ക് ബിൽഡിംഗ്, കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്നതാണ്. സോ അവിടെ നമ്മൾ ചെയ്തു. അവിടുത്തെ 2 ഫ്ലോർ സിംഗിൾ കമ്പനി.
ഓ ഏരീസ് എന്ന് പറഞ്ഞൊരു സിംഗിൾ കമ്പനിയാണ്. അപ്പോൾ കൊല്ലം ഏരീസ് ടീമൊക്കെ പുള്ളിയതാണ്. ഓ അടിപൊളി. KCL ജയിച്ച ടീമുണ്ടല്ലോ ഫസ്റ്റ് സീസൺ. അതെ അവരെ സെക്കൻഡ് സീസൺ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരെ ഫസ്റ്റ് മാച്ച് ചെയ്യുന്നുണ്ട് തോന്നുന്നു. സോ അവർ ഇതാണ്, അവരും ഒരു 3-4 ഇയേഴ്സിലോട്ടാണ് നമ്മൾ മാനേജ്ഡ് ഓഫീസ് എന്നുള്ള ഒരു സൊല്യൂഷൻ എടുത്തത്. മാനേജ്ഡ് ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ഏരിയ, ഒരു 100, അവരിപ്പോൾ 200+ ആണ് അവിടെ ഉള്ളത്. ആസ് എൻ്റയർ സ്പേസ് സ്പെഷ്യലി ഡിസൈൻ ഫോർ ദം. അവർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, സോ ഞാൻ കുറച്ച് ബാക്ക് സ്റ്റെപ്പ് എടുത്തിട്ട് ഐ മീൻ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ കമ്പനി ആയാലും കോ വർക്കിംഗ് സ്ഥലത്താണ്, നമ്മൾ റിമോട്ടാണ്. അപ്പോൾ നമ്മൾ വൺസ് വി നീഡഡ് ദ ഹോൾ ടീം ടുഗദർ നമ്മൾ ആ ക്യാബിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, തൃക്കാക്കര ക്യാബിൻ ബുക്ക് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ വൺസ് ദ ടീം ബിക്കം ബിഗർ, ഈവൻ വൺ ഓഫ് ദ റെസ്ട്രിക്ഷൻ ഓഫ്ലൈൻ പറഞ്ഞ പോലെ തന്നെ ആ ടൈമിംഗ് കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു ഫോർ അസ് ടു കണ്ടിന്യൂ വിത്ത് കോവൈ. കാരണം 7 PM ആയിരുന്നു അതിൻ്റെ ക്ലോസിംഗ് ടൈം. അപ്പോൾ അവിടെ ഒരു ഫാക്ടർ എങ്ങനെയായിരിക്കും? കാരണം പല കമ്പനീസ് ചിലപ്പോൾ US ടൈം സോണിലൊക്കെ ആയിരിക്കും, ക്ലയൻസിന് കോൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഈ കോ വർക്കിംഗ് ഇത് വാട്ട് യു തിങ്ക് ഓഫ് ദാറ്റ്? സോ നമ്മളതിലുള്ള സെൻറ്റേഴ്സ് നമുക്ക് അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, നൈറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോക്കിംഗ് ഓണേഴ്സ് അല്ലെങ്കിൽ ബ്രാൻഡ്സിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നൈറ്റിലും ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരാളാണെങ്കിലും 5 ആളാണെങ്കിലും 10 പേരാണെങ്കിലും അവിടെയുള്ള റിസോഴ്സസ് അത് റിസോഴ്സസ് ചെയ്യുമ്പോൾ അപ്പോൾ എക്സ്ട്രാ കോസ്റ്റ് വരും. ഈവൻ AC ആണെങ്കിലും മോസ്റ്റ്ലി സെൻട്രലൈസ്ഡ് ആയിരിക്കും. AC ഇടാതെ മേ ബി നൈറ്റ് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ AC ഇടുമ്പം ആ ഒരു പെർട്ടിക്കുലർ ഒരാൾക്കാണെങ്കിൽ 10 പേർക്കാണെങ്കിലും എടുക്കുമ്പോൾ ആ കോസ്റ്റ് ആഡ് ആവും. ഇപ്പം നമ്മൾ എടുക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പം മന്ത്ലി 2 days 3 days ഒക്കെ എടുക്കുന്ന നമ്മൾ അവിടുത്തെ എക്സിസ്റ്റിംഗ് ക്ലയൻസ് US ചെയ്യുന്ന ആൾക്കാർ, US-ലോട്ട് സർവീസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചില ടൈം 1 മണി വരെ ഇരിക്കും. ഒബ്വിയസ്ലി അതിൻ്റെ കോസ്റ്റ് മാത്രമായിരിക്കും നമ്മൾ അഡീഷണൽ ചാർജ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അഡ്മിൻ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല, അതുണ്ടാവും. അത് നമുക്ക് ചെയ്യുന്നത് ഇപ്പം ഫുൾ കൊടുക്കണം എന്ന് ആഗ്രഹം നമുക്കുണ്ട്. ബട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ഒന്നും ഫിനാൻഷ്യൽ സെൻസ് ഉണ്ടാക്കുന്ന റിക്വയർമെൻ്റ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. മേക്ക് സെൻസ്. പിന്നെ വേറെ ക്വസ്റ്റൻസ് കഴിഞ്ഞാൽ ഇപ്പോൾ ലെറ്റ്സ് ഈ കാണുന്ന ആൾ ചിലപ്പോൾ ഒരു കോ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളല്ലോ, കുറേ മിസ്കൺസെപ്ഷൻ ഉണ്ടാവുമല്ലോ. ഈവൻ നമ്മൾ ഓഫ്ലൈൻ സംസാരിച്ച പോലെ തന്നെ ഫ്രോഡൊക്കെ വരാൻ ചാൻസ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വാട്ട് ആർ ദ സം ഓഫ് തിങ്സ് ദാറ്റ് കീപ് ഇൻ മൈൻഡ് വെൻ ദേ ആർ സ്റ്റാർട്ടിങ് എ കോ വർക്കിംഗ് സ്പേസ്? ഇപ്പോൾ ഒരുപാട് കാണുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലത് ഇത് ഭയങ്കര ലുക്രേറ്റീവ് ആണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പം കൊല്ലൂർ പറഞ്ഞില്ലേ, കൊല്ലൂർ ഇസ് എ വെരി സ്മോൾ സ്പേസ്. അത് ബ്രേക്ക് ഈവൻ പോലെയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് സോ മച്ച് ലൈക്ക് അതിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, ദസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ദസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദിസ് തിങ്, ദസ് ഓപ്പറേഷണൽ കോസ്റ്റ്, എവറിത്തിങ് അത് നോക്കുമ്പോൾ ഡിപ്രിസിയേഷൻ ഓൾ ദോസ് നോക്കുമ്പോൾ ബ്രേക്ക് ഈവൻ പോലെയാണ്. റീഫ്രെയിം ദി ക്വസ്റ്റ്യൻ, എത്ര എമൗണ്ട് വേണം ടു സ്റ്റാർട്ട് എ കോ വർക്കിംഗ് സ്പേസ്? അഗെയിൻ പല രീതിയിലും ചെയ്യാം. സോ ഇത് കോ വർക്കിംഗ് സ്പേസ് ഒരു ഹോട്ടൽ ബിസിനസ് പോലെയാണ്. സോ യു ക്യാൻ സ്റ്റാർട്ട് എ ലോഡ്ജ്, യു ക്യാൻ സ്റ്റാർട്ട് സംതിങ് ലൈക്ക് an OYO, യു ക്യാൻ സ്റ്റാർട്ട് എ മാരിയറ്റ്, യു ക്യാൻ സ്റ്റാർട്ട് എ ക്രൗൺ പ്ലാസ ഓർ ഹയാത്ത് ടൈപ്പിൽ കൊച്ചിയിൽ തുടങ്ങുന്നേ ഉള്ളൂ. സോ ഞങ്ങളുടെ തൃക്കാക്കര ക്യാൻ ബി എ ക്രൗൺ പ്ലാസ ഓർ എ മാരിയറ്റ്. ഞങ്ങളുടെ ആ ഒരു സെഗ്മെൻറ്റിലാണ് തൃക്കാക്കര, കാക്കനാട് ഓർ എടപ്പള്ളി വരുന്നത്. കല്ലൂർ ക്യാൻ ബി എ പ്രീമിയം OYO സ്പേസ് ഓർ വാട്ട് എവർ. സോ ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ആദ്യം ഏതാണെന്ന് തീരുമാനിക്കണം. ഓക്കെ, സോ ആ ഒരു തീരുമാനിച്ചിട്ട് ബട്ട് മിനിമം സ്ക്വയർ ഫീറ്റ് റേഞ്ച്, ഐ മീൻ സ്വന്തം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞങ്ങളെ പോലുള്ളവരാണെങ്കിൽ NSpace പോലെയുള്ള പാർട്ണറപ്പ് ചെയ്യാം. പക്ഷെ നമ്മളായിട്ട് പാർട്ണറപ്പ് ചെയ്യണമെങ്കിൽ വീൽ നീഡ് അറ്റ്ലീസ്റ്റ് 10,000 സ്ക്വയർ ഫീറ്റ്. 8,000 to 10,000 ഇൻ കൊച്ചി. 8,000 കൊച്ചി, ഔട്ട്സൈഡ് കൊച്ചി ആണെങ്കിൽ 10,000 മിനിമം വേണം ടു മേക്ക് ഇറ്റ് ഫിനാൻഷ്യലി വയബിൾ. ഫിനാൻഷ്യലി വയബിൾ ആവണല്ലോ, എന്തെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ബിസിനസ്, റൈറ്റ്? ഫിനാൻഷ്യലി വയബിൾ ആണെങ്കിൽ ഈ 10,000 സ്ക്വയർ ഫീറ്റ് ആണ് ഔട്ട്സൈഡ് കേരള വേണ്ടത്. ഇൻസൈഡ് കേരള ഞങ്ങളായിട്ട് പാർട്ണർ ചെയ്യുകയാണെങ്കിൽ, സോ അല്ലെങ്കിൽ കൊച്ചിയിലാണെങ്കിൽ ഇറ്റ്സ് അറൌണ്ട് 8,000, 8,500. ദ മോർ ദ മെരിയർ. ഇപ്പം ഈ 10,000 പകരം 20,000 ആണെങ്കിൽ ദാറ്റ്സ് റിയലി ഗുഡ്, ബിക്കോസ് ദി ഓപ്പറേഷൻ കോസ്റ്റ് ഈസ് ഓൾമോസ്റ്റ് ദ സെയിം. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഐ മീൻ ഉണ്ടാവില്ല ഫോർ ഓപ്പറേഷൻ കോസ്റ്റ്. ദി അതർ വൺ റവന്യൂ കൂടുമ്പോൾ ഒബ്വിയസ്ലി പ്രോഫിറ്റിലോട്ട് നല്ല രീതിയിൽ ബോട്ടം ലൈനിലോട്ട് നല്ല രീതിയിൽ. ഓക്കെ, സോ വി ഫൗണ്ട് എ സ്പേസ്, ഒരു 10,000-20,000 സ്ക്വയർ ഫീറ്റ് കണ്ടെത്തി. ദെൻ ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു കൺസ്ട്രക്ട് ഇൻ ടു ഈവൻ ടു ലോഞ്ച്? ആ ഒരു പീരിയഡ് ഓഫ് ടൈം, വാട്ട് ഇസ് ദ ഡ്യൂറേഷൻ ലൈക്ക്? സോ കറണ്ട് കണക്ഷനുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഓക്കെ KCB ഉള്ളതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. KCB അതാണ് ഒരു ഇപ്പോഴത്തെ ഡിലേ നടക്കുന്നത്. എത്ര ഡിലേ ഉണ്ടാവാറുണ്ടത്? ഡിപ്പെൻസ്. എനിക്കൊണ്ട് സ്റ്റാഫ് അധികം ഇല്ലാന്ന് തോന്നുന്നു തൃക്കാക്കര ഇതിൽ. ഇപ്പോൾ നമ്മുടെ ഒരു കൊളീഗ് നമ്മുടെ കമ്മ്യൂണിറ്റിയില്ല കോ വർക്കിംഗ് ഓണേഴ്സുള്ള അവർ സെക്കൻഡ് ബ്രാഞ്ച് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഈ KCB ആൻഡ് ഫയറിൻ്റെ ഇതിൽ ഭയങ്കര ഡിലേ ആയി. പുള്ളി പണി കഴിഞ്ഞിട്ടും വരാണ്ട് 2-3 months വെക്കേണ്ടി വന്നു. ഓക്കെ, അല്ല അതൊന്നും നമ്മൾ മുൻകൂട്ടി കാണാൻ പറ്റാത്ത സംഭവം. അല്ലാതെ ലൈക്ക് എല്ലാം പ്രോപ്പർ ആണെങ്കിൽ ഒരു 3 months ആണ്
So from 3 to 4 construction months. to launch 3 to 4 months ആണ് കൺസ്ട്രക്ഷൻ ടു ലോഞ്ച്. അപ്പം ഇങ്ങനെ അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഞ്ച് മാറും. ഇപ്പം ലോവർ റേഞ്ച് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ഫോർ സ്ക്വയർ ഫീറ്റ് ഒരു 2000 rupees ഉള്ളിൽ വേണമെങ്കിൽ ചെയ്യാം, 3000 rupees ചെയ്യാം. ഇന്നർ സ്പേസ് ഈസ് അറൌണ്ട് 2500 to 3000 റേഞ്ചിലാണ് ഇന്നർ സ്പേസിൻ്റെ ഇതിൽ വരുന്ന ഒരു സെറ്റപ്പിൽ ചെയ്യണമെങ്കിൽ ഉണ്ടാവുന്ന കോസ്റ്റ്. ഓക്കെ, ബിക്കോസ് വി ഫോക്കസ് മെയിൻലി ഓൺ ദ ബാക്ക് എൻഡ്. ഇപ്പം എല്ലാവരും IT ചെയ്യില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെഗ്മെന്റ് വരുന്നത്. IT ബാക്ക് എൻഡിൽ ഇപ്പം നമ്മളിൽ ഫയർവാൾ ഉണ്ട്, വി ഹാവ് ഫയർവാൾ, വി ഹാവ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ചെയ്തു. ഈവൻ മൈക്രോസോഫ്റ്റിന് വന്ന് എടുക്കണമെങ്കിൽ വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ ബാക്ക് എൻഡ് ചെയ്യുന്നുണ്ടാവുക. എവറിത്തിങ് വിൽ ബി ലൈക്ക് ടോപ്പ് നോച്ച്. മനസ്സിലായി. ടേബിൾ വർക്ക് സ്റ്റേഷൻസ് ആണെങ്കിലും ചെയർസ് ആണെങ്കിലും ഒക്കെ രീതിയിലാണ്. ഹാസ് ദ കോസ്റ്റ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് അതുകൊണ്ടാണ് നമ്മളിൽ ഹയർ. ഇപ്പോൾ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഡു IT, ഒബ്വിയസ്ലി ഫയർവാൾ വേണ്ട, ജസ്റ്റ് ലോഡ് ബാലൻസറൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. കേബിളിംഗ് ചെയ്യേണ്ട, ജസ്റ്റ് വൈഫൈ മാത്രം ചെയ്താൽ മതി, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കോവർക്കിംഗ് എന്താ പറയുക 3 months ബിൽഡ് ചെയ്തു, ലോഞ്ച് ചെയ്തു. ദെൻ ലോഞ്ച് ഫ്രം ദർ ടു എത്ര കൊല്ലം എടുക്കും, മന്ത്സ് എടുക്കും ടു മേക്ക് ഇറ്റ് ബ്രേക്ക് ഈവൺ? ഓർ എനിക്ക് NS സ്പേസിൻ്റെതേ പറയാൻ പറ്റുള്ളൂ. സോ NS സ്പേസിൽ ഇപ്പം ഞങ്ങൾ ഫേസ് വൈസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലാതെയുണ്ട്. അതായത് ഫേസ് വൈസ് ആസ് ഇൻ ലൈക്ക് ഇപ്പം ഒരു 20,000 square feet ആണെങ്കിൽ ഒരുമിച്ച് ഒരിക്കലും നമ്മൾ ലോഞ്ച് ചെയ്യില്ല. ഇപ്പോൾ കൊല്ലത്തിൻ്റെ ഞങ്ങൾ വരാൻ പോകുന്ന 5th one is കൊല്ലം. സോ അതിൽ 2 phase ആയിട്ടാണ്. സോ 150-160 seats ആണ് ഞങ്ങൾ ഇനിഷ്യലി ലോഞ്ച് ചെയ്യുന്നത്. അനദർ 50-60 seats phase 2 ആയിട്ട് നമ്മൾ അത് ഡിമാൻഡ് വരുമ്പം അത് ഇൻഡിവിജ്വൽ കമ്പനീസ് മാനേജ്ഡ് ഓഫീസ് പോലെ കൊടുക്കാൻ. സോ ഫുൾ ലോഞ്ച് ചെയ്തിട്ട് ആണെങ്കിൽ വിത്തിൻ ഒരു 6 months 7 months മേ ബി വിൽ ലോഞ്ച് ദ എൻറ്റയർ തിങ്. 3.5 years ആണ്. 3.5 years എടുക്കും ടു മേക്ക് ബ്രേക്ക് ഈവൻ. ഇതൊരു ഞാൻ പറഞ്ഞ ഹോട്ടൽ ബിസിനസ് പോലെയാണ്. 3.5 years. ടെക് പോലെയല്ല. ടെക് അല്ലെങ്കിൽ ഈവൻ റെസ്റ്റോറൻറ്റിലാണെങ്കിലും എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റ്, ഐ തിങ്ക് ദേ ഇൻവെസ്റ്റഡ് അറൗണ്ട് 2 crores in Bangalore. They got back in 1 year. ROI 1 year കിട്ടി, then it's all profit. അതെ, നിങ്ങൾക്ക് 3.5 years എടുക്കും. അതെ, ഇറ്റ്സ് എ വെരി, പക്ഷേ ഒരു സ്റ്റഡിയാണ്, സ്റ്റേബിൾ ആണ്, സ്റ്റഡിയാണ്. സ്റ്റഡി റെൻ്റൽ പോലെ അല്ലെങ്കിൽ സ്റ്റഡി വി നോ വാട്ട് ഈസ് ആൻറ്റിസിപ്പേറ്റഡ്, വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ സ്റ്റഡി ആയിട്ട് കിട്ടും. ആൻഡ് ഞാൻ പറഞ്ഞ ഒരു മാക്സിമം റേഞ്ചാണ്, അതിൽ ഉള്ളിലും കിട്ടുന്നുണ്ട്. 3ൻ്റെ ഉള്ളിൽ ശരിയാവും. ഓക്കെ, വേറെ എന്തൊക്കെയാണ് മിസ്കൺസെപ്ഷൻസ് പറയുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചെറിയ ഇപ്പം ലുക്രേറ്റീവ് അഗൈൻ ഞാൻ പറയാം 3.5 years എക്സ്പെക്ട് ചെയ്തില്ല അത്ര. അല്ല, ഇത് സ്റ്റിൽ ലൈക്ക് ഡീസൻറ്റ് ഒരു ടൈമാണ്. ലൈക്ക് നമ്മൾ ജെന്യൂൻ ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. എന്നിട്ടിട്ട് ഒരു വർഷം കൊണ്ട് ഡബിൾ ആവുന്ന പരിപാടി ഇതിലില്ല. ബിക്കോസ് ദേഴ്സ് എ ലിമിറ്റ് ഫോർ യുവർ റവന്യൂ ക്യാപ്, റൈറ്റ്? പക്ഷേ റെൻ്റൽ പോലെ കണ്ടാൽ മതി. ആ ഒരു ബിസിനസ് റെൻ്റൽ പോലെ തന്നെ, ബട്ട് ഇറ്റ്സ് എ ബിസിനസ്. വേറെ മെയിൻ്റെനൻസ് ഒക്കെ ആ ബ്രാൻഡ് തന്നെ നോക്കും, അല്ലെങ്കിൽ ഹൂവർ ഈസ് ഡൂയിങ് ഇറ്റ്, അതൊക്കെ അതിൽ നടന്നു പോകും. ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റി റിമെയിൻസ് ദ സെയിം, എല്ലാം ഉണ്ട്, റൈറ്റ്? സോ ഇത് കണ്ടിട്ടായിരിക്കും ചിലപ്പം ഒരു 2,000-3,000 square feet ഉള്ള ആൾക്ക് തോന്നും ലൈക്ക് എനിക്ക് ഇതിൽ 3,000 square feet നിന്ന് ഐ എം ഗെറ്റിംഗ് മേ ബി സേ 30,000 or 40,000 അല്ലെങ്കിൽ 50,000 ആണ് മന്ത്ലി. 50,000 കൂട്ടാം, ഒരു ബേസിക് ഒരു 15 rupees ഒക്കെ ആണെങ്കിൽ തന്നെ 50,000 ആണെന്ന് വിചാരിക്കുക. 50,000 കിട്ടുന്നുണ്ട്. ഞാൻ 3,000 square feet എനിക്ക് ഒരു 50-60 seat ഇട്ട് കഴിഞ്ഞാൽ ഐ ഗെറ്റ് 3 lakhs. അതെ, 6,000 അഗെയിൻ നമ്മളെ പ്രൈസിങ് ആയിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നുണ്ടാവുക. അഗെയിൻ 6,000 3 lakhs കിട്ടിയെന്ന് വിചാരിക്കുക. ദെൻ ദിൽ ഗോ ഇൻവെസ്റ്റ്, ദേ ഡോണ്ട് ഡു ദി അതർ കാൽക്കുലേഷൻ. അതായത് ഇതിലുള്ള എഫേർട്ട്, ഇതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതൊന്നും ചെയ്യാതാണ്. ഞാൻ ഒരു ബേസിക് ചെയ്യുന്ന മിസ്റ്റേക്സിൻ്റെ പറയണം. ചെയ്ത് കഴിയുമ്പോൾ അവസാനം യു വിൽ ബി ഗെറ്റിംഗ് ലെസ് ദാൻ 50,000. ഹൗ? മേ ബി ആ എല്ലാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഓപ്പറേഷൻ കോസ്റ്റും എല്ലാം എക്സ്പെൻസിൻ്റെ ഒക്കെ നോക്കുന്ന, അത് എഫേർട്ടും നോക്കണ്ടേ. ആൻഡ് ഇറ്റ്സ് നോട്ട് അറ്റ് 100% ഓൾ ദ ടൈം. ഇപ്പോൾ ഇന്നർ സ്പേസിൻ്റെ തന്നെ ഇപ്പം വി ആർ അറ്റ് കല്ലൂർ ഇസ് അറ്റ് 100, എടപ്പള്ളി ഇസ് അറ്റ് 95 occupancy. എല്ലായിടത്തും 90+ ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. നമ്മൾ ആ ഒരു മറ്റേതും ഡിസ്പാരിറ്റി ഒന്ന് കൺസിഡർ ചെയ്യണമല്ലോ. എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ആവറേജ് ഇറ്റ്സ് 90. 95ൻ്റെ മുകളിൽ പോയാലും ഇറ്റ്സ് 90 ആണ് ആവറേജ് ആയിട്ട് നമ്മൾക്ക് ഇയർലി ഞങ്ങളുടെ ഇതിൽ എടുക്കുന്നത്. മാർക്കറ്റ് സ്റ്റാൻഡേർഡ് ഇസ് അറൗണ്ട് 80. മാർക്കറ്റിൻ്റെ ഇത് വരുന്നത് അറൗണ്ട് 80-85 ആണ്. മാർക്കറ്റ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വരുന്നത് 80-85 ആണ്. സോ ഈ 50 seats ആണെങ്കിലും 80% നോക്കുമ്പം 40 into 6 is how much? 2 point something. Your investment is there, your expense is there, everything is there. അപ്പോൾ ഫസ്റ്റ് ഇയർ കുഴപ്പമുണ്ടാവില്ല, സെക്കൻഡ് ഇയർ
മേ ബി കുഴപ്പമുണ്ടാവും. തേർഡ് ഇയർ എത്തുമ്പോൾ യു ഫീൽ ലൈക്ക് ഓക്കെ ഒന്നും കിട്ടുന്നില്ല. ബട്ട് ഇഫ് യു ഹാവ് ഡൂയിങ് എ 100-seater ഇറ്റ്സ് നൈസ്. ലൈക്ക് ഇഫ് യു ആർ മാനേജിങ് യുവർ ഓൺ ഓർ എവറിത്തിങ് എല്ലാം നിങ്ങൾ തന്നെയാണെന്ന് വെച്ചാൽ യു ക്യാൻ ഡു. പക്ഷേ ഈ 50 seatsലും നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദേ ഹാവ് എ ഡിഫറെൻറ്റ് മോഡൽ. അതെ. അപ്പോൾ അതിലോട്ട് പല റവന്യൂ സോഴ്സസും കയറ്റി കഴിഞ്ഞാൽ യു ക്യാൻ ഡു. ഏതൊക്കെ റവന്യൂ സോഴ്സസ് ആണ്? ഐ മീൻ വൺ തിങ് മൈ ബി റെന്റൽ വെൻ ദ ഡേ പാസ്. അല്ലാണ്ട് വാട്ട് അതർ റവന്യൂ മോഡൽസ് ക്യാൻ ബി? ഡിജിറ്റൽ ആയിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് ആപ്പോ സബ്സ്ക്രിപ്ഷനോ എന്തെങ്കിലും പറ്റുമോ? ആപ്പിൽ അഗൈൻ യു ഹാവ് ഓൺലി ദിസ് മെനി സീറ്റ്സ്. സീറ്റ്സിന്റെ വെച്ചിട്ടാണ്. The inventory is the cap thing. What else could be sold to something like maybe ഇപ്പൊ ഓഫീസ് രജിസ്ട്രേഷൻ ആണോ അങ്ങനെ എക്സ്ട്രാ സർവീസസ് പ്ലഗ് ചെയ്യുന്നത്? വെർച്വൽ ഓഫീസ് എന്നുള്ളത് വൺ ഓഫ് ദ സർവീസസ് ആണ്. പക്ഷെ അത് പ്രൈസ് വാർ ആയിരിക്കും കൂടുതലും. ഇഫ് യു കോൺസെൻട്രേറ്റിംഗ് ഓൺലി ഓൺ വെർച്വൽ ഓഫീസ് അത് പ്രൈസ് വാറിലോട്ട് പോകും. പിന്നെ ബോട്ടം പ്രൈസ് പോലെയാണ്. ഒരാൾ 12,000 കൊടുക്കും, പിന്നെ ഒരാൾ വരും, പുള്ളിക്ക് സർവൈവ് ചെയ്യണം. വാട്ട് ദേ ഡു, പ്രൈസ് കുറയ്ക്കും, കുറച്ച് ഏറ്റവും കുറയ്ക്കും, കുറച്ച്. So what else can be revenue channel? വേറെ ഉള്ളത് വിൽ ബി യുവർ സം കൈൻഡ് ഓഫ് ഇവൻറ്റ്സ്, ഹോസ്റ്റ് ഇവൻറ്റ്സ്. സം ഇവൻറ്റ്സിലൂടെയാണ് മെയിൻലി അത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുക. മേ ബി മൾട്ടിപ്പിൾ 50 seatsൻ്റെ ചെയ്തിട്ട് ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് യു ഹാവ് സം ഇവൻറ്റ്സ്. അഗെയിൻ ഇവൻറ്റ്സോ അങ്ങനത്തെ കാര്യത്തിലൂടെ മാത്രമേ റവന്യൂ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുള്ള എൻ്റെ ഒരു ലിമിറ്റഡ് നോളജുള്ള ഇത്. But for us also, like we are also looking at multiple sources. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ IP. So this pep talk, revenue generating അല്ല, it's part of our community experience. But obviously end of the day കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ആ ഒരു ഇവന്റിൽ വന്നിട്ട് അവിടെ ആൾക്കാർ ആ സ്പേസ് എക്സ്പ്ലോർ ചെയ്യും. ഒരു ഓഫീസ് വേണ്ട സമയത്തുമ്പോൾ ദേ കം ടു ഓക്കെ റീച്ച് ഔട്ട് യുസ്. ഇറ്റ്സ് ലൈക്ക് എ പീപ്പിൾ വാക്കിംഗ് ആണ്. ഐ മീൻ എഫക്റ്റീവ് ഈവൻ സ്റ്റുഡിയോ ഫ്ലോറിലേക്കാണെങ്കിലും പീപ്പിൾ വാക്ക് ഇൻ ടു ദ റിഗാർഡ്ലെസ് ഓഫ് ഇത് ദെൻ ആസ് ആൻഡ് വെൻ ദേ നീഡ് എ ഓഫീസ് ദേ സ്റ്റാർട്ട് എൻ ഓഫീസ്. മേക്ക് സെൻസ്. ഇൻട്രസ്റ്റിംഗ്. കൊള്ളാം. ഓക്കെ. ദെൻ അനദർ നമ്മൾ പറയുന്നത് ഫ്രോഡ് എന്ന സംഭവം പറഞ്ഞിരുന്നു. ഐ മീൻ ഈ കോവർക്കിംഗ് സ്പേസ് കുറേ ഫ്രോഡലൻസ് ഉപയോഗിച്ചിട്ട് കുറേ അതിനെ പറ്റി ഒന്നും ബ്രീഫ് ചെയ്യാൻ പറ്റാണ്. കാരണം ഇത് ചിലപ്പോൾ ഒരു അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവല്ലോ. സോ വി ഹാവ് ടു ഓൾസോ ഡു ദ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇത് കാരണം തന്നെയാണ് ഞങ്ങൾ ഈ കോവർക്കിംഗ് ഓണേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഓഫ് കോവർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഇവൻറ്റ് ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവലിൽ ഇപ്പോൾ നടന്നതിൽ ഇന്നോസ്പേസ് ആയിരുന്നു മെയിൻ ഫെസിലിറ്റേറ്റർ. വി ഹോസ്റ്റഡ് ലൈക്ക് സെൻട്രലിലെ ആൾ വന്ന്. ഈവൻ സെൻട്രലിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഐ മീൻ ഈ ഇത് വന്നിട്ടുണ്ട്, ഇന്നസ്പേസിൽ വന്നിട്ടുണ്ട്. ഇന്നസ്പേസിൻ്റെ ഇഷ്യൂ ഞാൻ പറയാം. അവിടുത്തത് അല്ല, ഇന്നസ്പേസിൻ്റെ ഇഷ്യൂ. ഇന്നസ്പേസിൻ്റെ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ ഇതെന്താണെന്ന് വെച്ചാൽ, സോ ദീസ് ഗൈസ് യൂസ് ടു ബുക്ക് അവർ കോൺഫറൻസ് റൂംസ്. ഓക്കെ. ഇൻ്റർവ്യൂസ് ട്രെയിനിങ് പർപ്പസിനായിരുന്നു കോൺഫറൻസ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് കലൂർ. ഓക്കെ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പാണ്. ഓക്കെ. നമ്മൾ ഓരോ അനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത്. ഒബ്വിയസ്ലി. സോ ഈ ബുക്ക് ചെയ്തു. ആൻഡ് ദേ യൂസ് ടു ലൈക്ക് കിഡ്സ് യൂസ് ടു കം. കിഡ്സ് ആസ് ഇൻ ലൈക്ക് മേ ബി ഒരു ഫ്രഷ് ഔട്ട് ഓഫ് കോളേജ്. ജോലി അതായത് കോവിഡിന് തൊട്ട് ശേഷമാണെന്ന് തോന്നുന്നു. ഒബ്വിയസ്ലി ആ ടൈം ജോലി ഡെസ്പറേഷൻ ഉണ്ടാവും. അതെ, ഡിസ്പറേഷൻ എന്തെങ്കിലും വീട്ടുകാർക്ക് ഉണ്ടാവും. വീട്ടുകാർക്ക് കുട്ടികൾ ജോലിക്ക് പോകണം, പഠിച്ചു കഴിഞ്ഞു വീട്ടിലിരിക്കുകയാണ്. അപ്പം ജോലിയുടെ ഇത് കാണുമ്പോൾ ഓക്കെ യു ഗോ എന്ന് പറഞ്ഞു ഞങ്ങളവിടെ ഓക്കെ. അഗെയിൻ ഫോർ എസ് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അവിടെ ID കാർഡും ഇതൊക്കെ വാങ്ങിച്ച് വെക്കുക എന്നുള്ളതാണ് നമ്മൾ യൂഷ്വൽ നോംസ് എല്ലാം ചെയ്യുന്നത്. വി ഡോണ്ട് നോ വാട്ട് ദേ ഡു ഇൻസൈഡ് ദ റൂം. ഓക്കെ. സോ നമ്മൾ ബാക്കിയുള്ള കാര്യം ഞങ്ങളെടുത്ത് പറഞ്ഞത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ആ ഒരു പുതിയൊരു സംഭവം തുടങ്ങാൻ പോവാണ്. NBFC പോലുള്ള സംഭവം തുടങ്ങുകയാണ്. ആൻഡ് ദേ ഹാവ് ഓൾ ദ രജിസ്ട്രേഷൻ എവറിത്തിങ് തുടങ്ങാൻ പോവാണ്. അത് അതിൻ്റെ ട്രെയിനിങ് ആണ് എന്ന് പറഞ്ഞു. സോ ട്രെയിനിങ് ചെയ്തു. കിഡ്സ് യൂസ് ടു കം. പോയി ഒരു 500 പേര് വന്നിട്ടുണ്ടെന്നാണ് ഒരു നിഗമനം. ദേ ബുക്ക്ഡ് ഫോർ സോ മെനി ഡേയ്സ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കോൺഫറൻസ് റൂം കാലിയാണ് ഓൾമോസ്റ്റ്. അപ്പം ബുക്ക് ചെയ്യുന്ന പ്രശ്നമില്ല. ബുക്ക് ചെയ്തു. ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ വീക്സ് ഓർ എ മന്ത് ഐ തിങ്ക് വന്ന് എൻ്റെ അഡ്മിൻ്റെ അടുത്ത് ചോദിച്ചു, ഇവരെ ഈ പെർട്ടിക്കുലർ XYZ പേര് ഞാൻ പറയുന്നില്ല, XYZയുടെ അഡ്മിൻ ഓഫീസ് ഇതല്ലേ എന്ന് ചോദിച്ചു. അഡ്മിൻ ഓഫീസ് ഇതൊന്നുമില്ല, ദേ ആർ നമ്മൾ കോൺഫറൻസ് റൂം ബുക്ക് ചെയ്യുന്നതാണ്, ജസ്റ്റ് ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അല്ല, അവരതിൽ നിങ്ങളെ അഡ്മിൻ ഓഫീസാണെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഇതാക്കി. പ്രശ്നം ഒബ്വിയസ്ലി വരുന്നവർക്ക് നമ്മളാണല്ലോ ഇത് ഫേസ് വരുന്നത്. പ്രശ്നമാക്കി. ദെൻ കുട്ടി നമ്മുടെ കമ്മ്യൂണിറ്റി മാനേജർ, ഷീ വാസ് റിയലി കേപ്പബിൾ. സോ ഷീ പറഞ്ഞ് മനസ്സിലാക്കി പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. ഓക്കെ. അപ്പോൾ ഈ അഡ്മിഷൻ ജോലി കിട്ടിയ എല്ലാവരും എത്ര 500,000 രൂപ വെച്ചിട്ട് പെർ ഹെഡ്
കൊടുക്കുന്നുണ്ടായിരുന്നു ഓക്കെ ടു ദ കമ്പനി. ടു ദ കമ്പനി. ഐ ഡോണ്ട് നോ വിച്ച് കമ്പനി ടേക്സ് ദാറ്റ് മച്ച് ലൈക്ക് അഡ്മിഷൻ പ്രൊസീജിയർ എന്തോ ആപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഓക്കെ ഒബിയസ്ലി ഞങ്ങൾ ഇന്റേണൽ ഡിസ്കഷനിൽ വെച്ചു ഈ 500,000 വെച്ചിട്ട് എന്ത് സ്കാം ഉണ്ടാക്കാം. അപ്പം 500 പേരെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? മാക്സിമം 5 lakhs റൈറ്റ്. സോ 5 lakhsൽ എന്ത് കിട്ടാനാണ്? പിന്നെ വീണ്ടും ലൈക്ക് ഈ ഏരിയ ഇവർ ജോലി കൊടുക്കുന്നത് ഏരിയ സെയിൽസ് മാനേജർ ഓർ വലിയ വലിയ പോസ്റ്റുകളാണ്. അപ്പം വലിയ വലിയ പോസ്റ്റ് ആകുമ്പം എന്താണ് പ്രഷർ ഉണ്ടാവും. പ്രഷർ അല്ല, കുട്ടികൾക്ക് എന്താ ഓക്കെ ഐ ഗോട്ട് ലൈക്ക് ഫ്രഷ് ഔട്ട് ഓഫ് കോളേജ് ഐ ഗോട്ട് സച്ച് എ ബിഗ് പോസ്റ്റ് മറ്റോ സ്കാം കമ്പനിയാണ്, സ്കാം കമ്പനിയുടെ ഉള്ള ഒരു ടൈറ്റിലുമാണ്. ടൈറ്റിൽ അതെ അതെ എല്ലാവരും ഇപ്പം നടന്ന കുറേ മണി ചെയിനിലും അങ്ങനെ തന്നെ അല്ലേ, ഏരിയ സെയിൽസും മറ്റൊന്ന് മറിച്ചൊക്കെ സെയിം തിങ് ഇൻ ഡിഫറെൻറ്റ് ബോട്ടിൽ ഐ തിങ്ക്. അപ്പോൾ ആ ടൈമിൽ വന്ന് അപ്പം എന്താണെന്ന് ചോദിച്ചു. അപ്പം പിന്നെ ഒരു വലിയ ഭയങ്കര ടെൻഷൻ അടിച്ച ഒരു കുട്ടി വന്നു, ഈ നമ്മുടെ കമ്മ്യൂണിറ്റി മാനേജർ സംസാരിച്ചു. എന്താണ് ചോദിച്ചപ്പം ആ കുട്ടി പറയുന്നത് ഇവർ FD സ്വീകരിക്കുന്നുണ്ടായിരുന്നു, ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഫിക്സഡ് ബാങ്ക് ഒന്നുമില്ല ഇപ്പം എങ്ങനെ FD? അപ്പം ഒബ്വിയസ്ലി ഈ പുതിയ ജോലി കിട്ടിയാണ്, വീട്ടുകാരുടെ അടുത്തല്ല ഫസ്റ്റ് പേര് ചോദിക്കുക. എൻ്റെ സെയിൽസ് ടാർഗറ്റ് ഉണ്ട്, കുറച്ച് FD ഇടാൻ വേണ്ടി FD ഇടാൻ വീട്ടുകാർ ചോദിക്കും. വീട്ടുകാരടുത്ത് 10,000 2 ലക്ഷം വരെ കൊടുത്ത ആൾക്കാരുണ്ട്. ഓക്കെ സോ ഈ 10,000 സ്കാനാ അവർ FD കൊടുക്കുന്നത് എങ്ങനെ? ഗൂഗിൾ പേ. ഓക്കെ സോ അതൊന്നും അഗെയിൻ ആ പേരൻസ് ചിന്തിക്കുന്നത് കുട്ടിയൊക്കെ എങ്ങനെയെങ്കിലും ഇതാവട്ടെ എന്നുള്ളതായിരിക്കും പേരൻസിൻ്റെ ചിന്ത. എങ്ങനെ ജോലി ആവട്ടെ ഇതാവട്ടെ സാലറി കിട്ടട്ടെ എന്നുള്ളതായിരിക്കും. നല്ലൊരു എമൗണ്ട് പോയിണ്ടാവുമല്ലോ. എത്ര എമൗണ്ട് നമുക്കറിയില്ല. ഒബിയസ്ലി ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ തന്നെ പോലീസിന്, ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി മാനേജർ ഒരു റിലേറ്റീവ് പോലീസിലുണ്ടായിരുന്നു, അങ്ങനെ തന്നെ ഞങ്ങൾ തന്നെ കണക്ട് ചെയ്ത് കൊടുത്തു, ഞങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു. അതിന് ശേഷം എന്തായിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ അതിന് ശേഷം വെരി കെയർഫുൾ. നമ്മൾ വെരി കെയർഫുൾ ആയിട്ടുണ്ടായിരുന്നു. അഗെയിൻ കെയർഫുൾ ആവും, നമ്മൾ മാക്സിമം നമ്മളെ രീതിയിൽ കെയർഫുൾ ആവും, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യും. ഫിൽറ്ററിംഗ് വേണമല്ലോ. ഇപ്പം ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ ഡിക്ലറേഷൻ ഇത് വാങ്ങിക്കും. ഇഫ് ഇറ്റ് ഇസ് ആൻ ഇന്റർവ്യൂ കൈൻഡ് ഓഫ് തിങ്, ഡിക്ലറേഷൻ വാങ്ങിച്ചിട്ട് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഡിക്ലറേഷൻ അതായത് ഇത് ജസ്റ്റ് ഒരു ടെമ്പററി ഇതിന് വേണ്ടിയിട്ടാണ്, മീറ്റിംഗ് ഇൻ്റർവ്യൂവിന് മാത്രമാണ്, നോട്ട് യൂസ്ഡ് ഫോർ എനി അതർ പർപ്പസസ് എന്നുള്ള ഡിക്ലറേഷൻ വാങ്ങിക്കും. ചില സെൻട്രൽ എഡിറ്റിംഗ് ദേ ടേക്ക് PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ട്. ദേ ആർ MG റോഡിലാണ്, അവർക്ക് പെട്ടെന്ന് കിട്ടും. ലൈക്ക് ഈ ഇൻ്റർവ്യൂസിലുള്ള കുട്ടികൾ ഒന്ന് അതേപോലെ അത്രക്കൊരു പ്രീമിയം സ്പേസിൽ വന്നു കഴിഞ്ഞാൽ കാശ് കൊടുക്കുന്നതിന് വിഷയം ഉണ്ടാവില്ലല്ലോ. അവരെന്താണ് ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയുന്നത് നമുക്കറിയില്ല. സോറി, ക്ലയൻറ്റ് ആസിലേക്ക് ഈ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് പറയുന്നത് അറിയില്ല, എന്തും പറയാലോ. എൻ്റെ ഓഫീസാണ് ഞാൻ പിന്നെ കേട്ടിട്ടുണ്ട്. അവർ ഫ്രോഡൊന്നും ചെയ്തിട്ടില്ല. ഈ മീറ്റിംഗ് റൂമിലെടുത്ത് ഇതൊക്കെ നമ്മൾ സ്റ്റാഫാണ്, ഇത്രയും വലിയ സ്പേസിൽ ഇതൊക്കെ സ്റ്റാഫാണ്, ഞങ്ങൾ മീറ്റിംഗ്. എൻ്റെ സ്റ്റാഫ് ഒബ്വിയസ്ലി ഗ്രീറ്റ് ചെയ്യും, ഹായ് സർ എല്ലാം പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. പക്ഷെ ഉള്ളിൽ പോയി നടക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ അത് പിന്നെ ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ എന്നാ ഫ്രോഡൊന്നും ചെയ്തിട്ടില്ല അവർ. സ്റ്റിൽ ഇങ്ങനെ തള്ളാൻ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ലൈക്ക് നമ്മളൊരു എന്താ പറയുക, ആർക്കൊക്കെയാണ് കോവർക്കിംഗ് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കുക? കാരണം അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ലൈക്ക് ഹൂ ഈസ് ആക്ച്വലി കോവർക്കിംഗ് യൂസ്ഫുൾ ഫോർ? ഓക്കെ, ഇപ്പം യൂഷ്വലി എല്ലാവരും ചിന്തിക്കുന്നത് എന്താ, ഇത് ഫ്രീലാൻസേഴ്സിനോ അല്ലെങ്കിൽ ചെറിയ കമ്പനീസിനോ ഉള്ള സ്പേസാണ് കോവർക്കിംഗ് എന്നാണ്. പക്ഷേ ഇന്നസ്പേസിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോവർക്കിംഗിൽ ഇന്നസ്പേസിൻ്റെ ഇതിൽ എക്സാമ്പിൾ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ലെസ് ദാൻ 1% ആണ് ഫ്രീലാൻസേഴ്സ്. വിരൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഫ്രീലാൻസേഴ്സ്. 30% പിന്നെ ഉള്ളത് IT ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് IT-കാർക്കുള്ള സ്പേസ് അല്ല, എന്തിനാണ് അതേഴ്സ്. നമ്മുടെ ടോട്ടൽ ഇൻവെന്ററിയിൽ 30% IT ഉള്ളൂ. വേറെ കാറ്റഗറീസ് ഒക്കെയാണ്. പിന്നെ കൺസൾട്ടിങ്, മെയിൻലി കൺസൾട്ടിങ് ആണ്. 50-60% കൺസൾട്ടിങ് ആണ്. കൺസൾട്ടിങ് ആസ് ഇൻ ലൈക്ക് ഓഡിറ്റിംഗ് ഫേംസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ ഡിസൈൻ്റെ അത്യാവശ്യമുണ്ട്. പിന്നെ മെയിൻ്റനൻസിൻ്റെ കൺസൾട്ടിങ്, അഗെയിൻ ആ ഒരു കൺസൾട്ടിങ് ഓഡിറ്റിംഗ് റിലേറ്റഡ് ഫീൽഡാണ് നമ്മളതിൽ 50-60% വരുന്നത്. പിന്നെ അത് ഓപ്പറേഷൻസ്, സെയിൽസ്, അതായത് ഒരു സെയിൽസ് ടീം, അതായത് ഇവൻ ഒരു സിമെൻറ്റ് കമ്പനിയുടെ സെയിൽസ് ടീം നമ്മളെടുത്ത് ഒരു 3 വർഷമായിട്ട് എടപ്പള്ളിയിൽ ഉണ്ട്. സോ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. മെർസിലീസ് ഐസ്ക്രീമിൻ്റെ ഒരു മാർക്കറ്റിംഗ് ചെറിയൊരു ഓഫീസ്. സോ ഹോൾ ടീമിനെ അവർ അവിടെ കോവർക്കിംഗ് എടുക്കുന്നില്ല, ബട്ട് സം സെഗ്മെന്റ് ഓഫ് ടീംസ്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ എക്സാമ്പിൾ എടുക്കുന്നത് വെച്ചോ, സ്റ്റാർട്ടപ്പിന് അറിയില്ല അത് സക്സസ് ആവും ഇല്ലേ എന്നുള്ളത്, റൈറ്റ്? സോ അപ്പോൾ ഫെലിക്സിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക, നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് സാധനം തുടങ്ങുന്നത് വിചാരിക്കുക, ആൻഡ് യു ഡോണ്ട് ഹാവ് എൻ ഓഫീസ്, അല്ലെങ്കിൽ ഫെലിക്സ് ആരെങ്കിലും ഒരു മെൻറ്റർ ചെയ്യാമെന്ന് വിചാരിച്ചോ, അവർക്ക് സാധനം വർക്ക് ചെയ്യോ എന്നുള്ളത് അറിയണം, റൈറ്റ്? സോ ഇനിഷ്യലി ദേ ആർ ഓൺലി 2 people, റൈറ്റ്? ലേറ്റർ മേ ബി ഒരു 10 പേരാവാം.
അല്ലെങ്കിൽ 30 പേരാവാം. ഓക്കെ, ലേറ്റർ 30 പേരാവുന്ന എടുക്കുക. 10 പേര് ആക്ച്വലി 10 പേര് വരെ കോവർക്കിംഗ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. സ്വന്തമായിട്ട് എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതെടുക്കുന്നതാണ്. സോ ആ 2 പേര് തുടങ്ങി, നമ്മൾ ഓപ്പൺ സ്പേസ് എടുത്തു, 2 പേരിൽ തുടങ്ങി, റൈറ്റ്. 2 പേരിൽ തുടങ്ങി, സക്സസ് ആയി റെഡിയായി, 3 പേരെത്തി, 4 പേരെത്തി, 5 പേരെത്തി, റൈറ്റ്. ഒന്നെങ്കിൽ അത് സക്സസ് വീണ്ടും പോകുന്നുള്ളത് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൂട്ടിപ്പോയി. ഒരു 5 മാസത്തിലായിരിക്കും 6 പേരിൽ എത്തിയിട്ടുണ്ടാവുക. 5 മാസത്തിൽ എത്തിയതിന് ശേഷം ഫെലിക്സിന് തോന്നുകയാണ് പെട്ടെന്ന് 30 പേരാക്കണം. യെസ്. ഓക്കെ, ഒന്നെങ്കിൽ 30 പേരാക്കാൻ സ്വന്തം സ്പേസ് എടുക്കാൻ പോകണം, അല്ലെങ്കിൽ എടുക്കാം ഇന്ന സ്പേസ് കോവർക്കിംഗ് സ്പേസിൽ തന്നെ എടുക്കാം. അതുവരെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ എന്താ ഇനി ഫെലിക്സ് ചെയ്യേണ്ടിയിരുന്നത്, 30 പേർക്കുള്ള സ്പേസ് ആദ്യം കണ്ടെത്തി 30 പേർക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ചെയ്യണം. അതെ അതെ, റൈറ്റ്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാശ് ടീമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഗ്രൂ ആയനെ. ആ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ടീമിൽ 6 പേർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. സോ അവിടെ ഫിനാൻഷ്യലി ഇതാകും. ഉറപ്പായതിനു ശേഷം മാത്രം ഒന്നെങ്കിൽ ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ കോവർക്കിംഗ് തന്നെ ഓപ്പറേഷണൽ ഹെഡേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോവർക്കിംഗിൽ ഓപ്പറേഷണൽ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ആ ഒരു ആംഗിളിൽ? ഓക്കെ, ഇപ്പോൾ ഒരു 20 പേരുള്ള സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ നീഡ് അറൌണ്ട് 1200 സ്ക്വയർ ഫീറ്റ് സ്വന്തമായിട്ട് എടുക്കുകയാണെങ്കിൽ, പ്ലസ് പാൻട്രി ഏരിയ അതെല്ലാം വേണം. അല്ല ഹൗസ് കീപ്പിംഗ് ഉണ്ടാവും, വേറെ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ഉണ്ടാവും, വേറെ എന്തെങ്കിലും ജനറേറ്റർ ഉണ്ടാവാതിരിക്കാം. ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഇതുപോലെയാണ്. പിന്നെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഇഷ്യൂസ്, IT ഇഷ്യൂസ്, എല്ലാത്തിനും ഫെലിക്സിന് ഒരാളെ ഏർപ്പാടാക്കേണ്ടി വരും. ദാറ്റ്സ് വൺ തിങ്. അതിൻ്റെ പുറമെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വന്തം നിലയിൽ ആ 20 പേർക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട. മേ ബി ഒരു 20 lakhs ഇൻറ്റീരിയേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അതാണ് ആരും ചിന്തിക്കാത്തത്. സ്വന്തമായിട്ട് വരുമ്പോൾ 20 ലക്ഷം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് ആരും ചിന്തിക്കില്ല. ആ 20 പേർക്കാണ് 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തത്. ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളത് ആ സ്പേസ് മതിയാതാവും, വേറെയിലോട്ട് പോകണം. അതെ, മൊത്തത്തിൽ പിന്നെ ആ 20 ലക്ഷം പോയി 20 ലക്ഷം ഇന്റീരിയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ബാക്ക് മേബി 10%. If I want to add a next 10 people or 20 people extra, ആ സ്ഥലത്ത് സ്പേസ് ഇല്ലെങ്കിൽ പെട്ടുപോയി. ബട്ട് കോവർക്കിംഗ് ആണെങ്കിൽ there is also a bigger cabin which bigger facility. പിന്നെ എല്ലാം ടേക്കൻ കെയർ ആണ്. ഓ യാ, ഓക്കെ. യുവർ ഇന്റർനെറ്റ്, ഇലക്ട്രിസിറ്റി, കോഫി ഫ്രീ ആണ്. ഞങ്ങൾ ഇന്റർസ്പേസിൽ പോകുന്ന പർപ്പസ് കോഫി കുടിക്കാൻ. ഞങ്ങൾ അൺലിമിറ്റഡ് കോഫി, ടീ ആണ്, എത്ര വേണമെങ്കിലും പോയി കുടിക്കാന്നുള്ളതാണ്. കുടിക്കേണ്ടവർ കുടിക്കും, കുടിക്കേണ്ടവർ കുടിക്കില്ല. നമ്മൾ വന്ന് കുടിച്ചിട്ടുണ്ട് കുറെ. ഞങ്ങളിൽ ഒരാൾ 5-6 കോഫി കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, തീരെ കുടിക്കാത്തവരും ഉണ്ട്. സോ ഇറ്റ്സ് ഓൾ പെർസ്പെക്റ്റീവ്. പക്ഷെ ഇതൊക്കെ ഇതിലാണ്. സ്വന്തമായിട്ടുള്ള സ്പേസ് എടുക്കുമ്പോൾ അതൊന്നും ഫ്രീ ആയിരിക്കില്ല. ഇല്ല, ഓ മാൻ, മെഷീൻ വെക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടി വൃത്തിയാക്കാൻ വെക്കണം, ക്ലീൻ ചെയ്യണം. ഹൗസ് കീപ്പിംഗ് ഒക്കെ വരുമ്പോൾ ഇറ്റ്സ് ആ ഹെഡേക്കിന്റെ വാല്യൂ ആ ഒരു കൊടുക്കുന്നത് നിങ്ങൾ വേറെ ബിസിനസ്സിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മേ ബി യു ഗെറ്റ് എ ബെറ്റർ വാല്യൂ ഔട്ട് ഓഫ് ഇറ്റ്. ലൈക്ക് ഇൻ സെയിൽസ്, ഇപ്പം വലിയ കമ്പനീസ്, ഇപ്പോൾ കോവർക്കിങ്ങിൽ പറഞ്ഞില്ലേ, ഞങ്ങളുടെ 30% ഇൻവെന്ററി ഈസ് occupied by one company. ഓക്കെ, 300-ന്റെ മേളിൽ അവർ തോന്നുന്നു, 30-ന്റെ മേളിലുണ്ടാവും നമ്മളുടെ അടുത്ത്. സോ അവരും എന്തുകൊണ്ടാണ് സ്പേസ് എടുത്തത്? സോ ദേ ഡോണ്ട് വാണ്ട് ഇൻവെസ്റ്റ് for the interiors, operational headache. Interiors invest ചെയ്യുന്ന എമൗണ്ട് what you can do, put in the team or business or whatever. അത് ചെയ്ത് കഴിഞ്ഞാൽ they can concentrate on the entire thing. ഇപ്പം ഞങ്ങളുടെ എടപ്പള്ളിയിൽ ഒരു ക്ലയൻറ്റ്, they have been with us for the last 3 years I think. അവർ 50 സീറ്റ് ഉണ്ട്. അവർ 5 സീറ്റിൽ സ്റ്റാർട്ട് ചെയ്താ. 50 സീറ്റ് ഉണ്ടായത് they can obviously take. പക്ഷെ അവരെല്ലായിടത്തും ഇന്ത്യ ഒട്ടാകെ കോവർക്കിങ്ങിലാണ്. Why? Because ഈ ഹെഡേക്ക് ഒരാളെ വിളിച്ച് തെറി പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് ഇവിടെ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല, ടോയ്ലറ്റ് ഇതാണ്, ഒരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി. പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഈവൻ ഇന്ത്യയിലെ ലാർജസ്റ്റ് കമ്പനി, ഓക്കെ, അവരൊരു വെർട്ടിക്കൽ ഇസ് ഓൺലി കോവർക്കിംഗ്. ആ കോവർക്കിങ്ങിൽ ചെയ്യുന്നത് അത് ഒരു പ്ലെയറിനെ ആണ് അതിന്റെ POC. സോ കമ്പനി ലൈസൻസ് തിങ് ലൈക്ക് ഒരു അഗ്രിമെന്റിൽ കമ്പനി യുലോട്ട് കൊടുത്തു. ആ യു will execute agreements across India with co-working spaces. അപ്പോൾ യുവിനെ മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി. അവരിൽ കാശില്ലായിട്ടോ അതൊന്നുമല്ല, തലവേദന. ബിക്കോസ് ദേ വാണ്ട് ടു കോൺസെൻട്രേറ്റ് ഓൺ ദെയർ ബിസിനസ്. സോ ആ ബിസിനസ്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. ചില സെയിൽസ് ടീമിന് ഇപ്പം കോവർക്കിങ്ങിൽ തന്നെ പല സെഗ്മെന്റ് ഉണ്ട്. സോ ദിസ് കമ്മ്യൂണിറ്റി സെൻട്രിക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നർ സ്പേസ് പോലുള്ള ബ്രാൻഡ് കേരളത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ, കാരണം അത് എഫേർട്ട് കൂടുതലാണ്.
അപ്പോൾ ഞങ്ങളുടെ ടീം സൈസ് തന്നെ ഇറ്റ്സ് അറൗണ്ട് 18. ഓ, ഇത് ഇന്നർ സ്പേസിൻ്റെ ടീം. ഇൻഡസ്പേസിൻ്റെ ടീം ഈ 4 സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള 18 ആണ്. ഇൻക്ലൂഡ്സ് എ ടെക്. ഞങ്ങൾക്കൊരു ടെക് ഡിവിഷനും കൂടി ഉണ്ട്. ടെക് ഡിവിഷൻ ഉണ്ട്, ഓപ്പറേഷൻസ്, അഡ്മിൻ, സെയിൽസ് എന്ന് പറഞ്ഞ ഡിവിഷൻ ഇല്ല. ബിക്കോസ് ഓൾ ആ കമ്മ്യൂണിറ്റി മാനേജേഴ്സും ഞാനും ആണ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ കമ്മ്യൂണിറ്റിയാണ് മെയിൻ. കമ്മ്യൂണിറ്റി ടീമാണ്, അതിൽ 10 പേര് കമ്മ്യൂണിറ്റി ടീമാണ്. സോ അവർ മെയിൻ ഇത് വെച്ചാൽ ഇങ്ങനത്തെ ഈ ഹാപ്പനിങ്സും ഇവൻറ്റ്സും എല്ലാം ചെയ്യാന്നുള്ളതാണ്. സോ അത് ഒരു സെഗ്മെൻറ്റ്. മറ്റേത് മാനേജ്ഡ് ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 പേരാണെങ്കിൽ 2 പേരെ ഉണ്ടാവുള്ളൂ. 500 പേരെ ഫെസിലിറ്റി ആണെങ്കിൽ 2 പേരെ മാനേജ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. 2 പേര് ആശനിലേക്ക് ഒരാൾ രാത്രി മേ ബി അങ്ങനെ ഉണ്ട്. പിന്നെ ഹൗസ് കീപ്പിങ്ങും ഇതും മാത്രമേ ഉണ്ടൂ. ഞാൻ ഈ 18 എന്ന് പറഞ്ഞാൽ ഹൗസ് കീപ്പിംഗ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല, അല്ലാതെ ഉള്ളതാണ്. സോ അതൊക്കെ നമ്മളാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിൽ ഇപ്പം ചിലവർക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റീൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഒരു പ്യുവർലി സെയിൽസ് ടീമാണെന്ന് ചോദിച്ചു. ഏതെങ്കിലും ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ സെയിൽസ് ടീമാണ്. അവർക്ക് ഇവൻറ്റ്സിനൊന്നും ഇരിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഈ നല്ലൊരു സ്പേസിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു മോട്ടിവേഷൻ കിട്ടണം. ലൈക്ക് ഒരു ഇവിടെ ഇരുന്ന് ഇപ്പം ഞാൻ സോഫയിലിരുന്ന് വർക്ക് ചെയ്യാം, എനിക്ക് അവിടെ പോയിരുന്ന് വർക്ക് ചെയ്യാം, ഡെസ്കിലിരുന്ന് വർക്ക് ചെയ്യാം, പാൻട്രിലിരുന്ന് വർക്ക് ചെയ്യാം. അതാണ് ഇന്ന സ്പേസിൻ്റെ ഒരു ഇത്. ഡെസിഗ്നേറ്റഡ് സ്പേസും ഇതും ഞങ്ങൾ അതിനുള്ള കുറേ സ്പേസസ് വെച്ചിട്ടുണ്ട്. ചിലർക്ക് അതൊന്നും വേണ്ട. എനിക്കൊരു മുറി മതി, ഒരു 10 പേര് 5 പേര് ഇരിക്കാനുള്ള വെറും വൈറ്റ് വാൾസും ഇതൊക്കെയുള്ള മുറി മതി. കാരണം അതിൽ കോൾസ് അല്ലെങ്കിൽ സെയിൽസ് പ്യൂർലി സെയിൽസ് ആണ്, അവർ ഫീൽഡ് പോകുന്നതാണ്. അവർക്ക് ഇന്ന സ്പേസ് പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന സ്പേസ് പോലെ അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് കോസ്റ്റ് ഓബ്വിയസ്ലി ഹയർ ആണ്. അവർക്ക് ഈ ലോവർ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്പേസസ് മതി. സോ അത് ആദ്യം ആ ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് തീരുമാനിക്കണം വാട്ട് ദേ വാണ്ട്. ഇപ്പം ഒരു ക്രിയേറ്റീവ് ബിസിനസ്സാണെന്ന് വിചാരിച്ചു, ക്രിയേറ്റീവ് ഡിസൈൻ. ഇപ്പം ഒരിക്കലും അവർക്ക് ഈ വൈറ്റ് വാൾസ് ഉള്ള റൂംസിൽ പറ്റില്ല. ഞാൻ എക്സാമ്പിൾ ഉണ്ട് നമുക്ക് വെച്ചാൽ നമ്മളൊരു 3D വിഷ്വൽ ഇത് ചെയ്യുന്ന ഒരു കമ്പനി. ഞങ്ങളുടെ ബഡ്ജറ്റ്, ഞങ്ങളുടെ പ്രൈസിങ് കല്ലൂർ വന്നായിരുന്നു. ഞങ്ങളുടെ പ്രൈസിങ് വാസ് 1000 rupees ഹയർ ദാൻ ദെയർ ബഡ്ജറ്റ്. അവരുടെ ബഡ്ജറ്റ് 5000 ആയിരുന്നു, ഞങ്ങളത് 6000 ചേഞ്ച് ആയിരുന്നു അന്ന് സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പം വി ആർ അറ്റ് ആവറേജ് 6.5 to 7 ആണ് ഓപ്പൺ സീറ്റ്. ഇങ്ങനെ ഓപ്പൺ സീറ്റിനാണ് അവർക്ക് ഇഷ്ടമായി, കാരണം ലാർജർ സ്പേസ്. എന്നിട്ട് അവരെല്ലാം കൊച്ചി മൊത്തം തപ്പി ദേ കെയിം ബാക്ക് ടു അസ്. ബിക്കോസ് വേറെ ഒന്നും ഈ ഒരു വൈബ് കിട്ടുന്നില്ല. അതെ, അത് വൈബ് വെച്ചാൽ അവർക്ക് ജോലി ചെയ്യുമ്പം കുറച്ചുകൂടി ഒരു ഓപ്പൺനെസ്സും ആ ഒരു കളേഴ്സ് ഞങ്ങൾ ഞങ്ങൾ വാളെല്ലാം വൈറ്റ്, ഒരു എക്സൽ വൈറ്റ്. എല്ലായിടത്തും പോയി കഴിഞ്ഞാലും സിംഗിൾ പെയിന്റ് കോഡാണ്. ഞാൻ തൃക്കാക്കര മാത്രം വന്നിട്ടുള്ളൂ, എല്ലായിടത്തും സിംഗിൾ പെയിന്റ്. ഞങ്ങൾ ഇൻസ്പേസ് എല്ലായിടത്തും പോയി യൂണീക്ക് കാണുന്ന ഒരേ സാധനം അതാണ് ഒരു വൈറ്റ്. ഞങ്ങളുടെ ഒരു കോഡുണ്ട്, ആ ഒരു പെയിന്റ് ആയിരിക്കും എല്ലായിടത്തും ഉണ്ടാവുക. പ്ലസ് അതിൻ്റെ ഇടയിൽ പച്ചപ്പും ഈ ചെടികളും എല്ലാം ഇട്ടുണ്ടാവും. സോ ഞാൻ പറഞ്ഞ സ്റ്റാൻലി, സോ ഹിസ് തിങ് ഈസ് മെയിൻലി ഇൻ ഡിസൈനിൽ ഭയങ്കരമായിട്ട് ഫോക്കസ്. ഇപ്പോൾ ഈവൻ ലൈറ്റിൽ പോലും കുറേ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പുള്ളിയുടെ അടുത്ത് നിന്നാണ് പഠിച്ചത്. വർക്ക് ചെയ്യുമ്പം വൈറ്റ് ലൈറ്റും വാം ലൈറ്റും അല്ല, ന്യൂട്രൽ വൈറ്റേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ് ഇംപ്രൂവ്സ് യുവർ പ്രൊഡക്ടിവിറ്റീസ്. പക്ഷേ ഇറ്റ്സ് ആക്ച്വലി ട്രൂ. ഇപ്പോൾ ഈ വാം ലൈറ്റിൽ കൂടുതലായിരുന്നു കഴിഞ്ഞാൽ തലവേദന എടുക്കും, വൈറ്റ് ലൈറ്റിൽ നിന്നാൽ ഭയങ്കര ഡള്ളാവും തോന്നും. പിന്നെ AC അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായി തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇന്നർ സ്പേസിലായാലും ഉള്ള സമയത്ത് ആ ഒരു AC എലമെന്റ് നമ്മൾ ഫുൾ AC എയർ കണ്ടീഷൻഡ് നമ്മൾ ആ ഒരു ഇതേ ചെയ്യുള്ളൂ. കാരണം വർക്ക് സ്പേസിൽ വരുമ്പം യു ഷുഡ് നോട്ട് തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ്. ചൂടുണ്ടാവും. പക്ഷെ നെറ്റാണ് അതിലും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. ഇൻ്റർനെറ്റ് കറണ്ട് ഇല്ലെങ്കിലും നെറ്റ് ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ വി ട്രൈ ടു കീപ് എവറിത്തിങ് അപ്പ് ആൻഡ് റണ്ണിങ്. ഒബ്വിയസ്ലി 99% നമ്മൾ നോക്കും, 1% ഒബ്വിയസ്ലി ദർ വിൽ ബി സം അതർ തിങ്. മേക്ക് സെൻസ്. KPH കമ്മ്യൂണിറ്റിയിലുള്ള പല ഫൗണ്ടേഴ്സും പറയുന്നത് പല പ്രൊഡക്റ്റും ഓവർ ദ വീക്കെൻഡ് പ്രൊജക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫണ്ണായിട്ട് ശനിയും ഞായറായിരുന്നു ബിൽഡ് ചെയ്ത് മൺഡേ ലോഞ്ച് ചെയ്യുക എന്നൊരു ആക്ടിവിറ്റി തന്നെയാണ് പല ഫൗണ്ടേഴ്സും ചെയ്തിട്ടുള്ളത്. അത് റിപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് KPH ഹാക്കത്തോണിൻ്റെ ഇൻറ്റൻഷൻ. ക്യാൻ യു ബിൽഡ് $1000 per month ജനറേറ്റിംഗ് പ്രൊഡക്ട്സ് ഫ്രം കേരള? AI വന്നിട്ടുണ്ട്, തിങ്സ് ഹാവ് ബിക്കം really easier. Now it's a matter of launching the products and scaling it. KPHൻ്റെ മറ്റൊരു ഇവൻറ്റ്സ് എല്ലാം പോലെ ഇത് ഇൻവൈറ്റ് ഓൺലി ഹാക്കത്തോണാണ്. എക്സ്ട്രീം ക്യൂറേറ്റഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഫൗണ്ടേഴ്സ് ബിൽഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് നെക്സ്റ്റ് 3 months $1000 per month ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചലഞ്ച്. നമ്മുടെ ഹാക്കത്തോൺ കഴിയുമ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റായിട്ട് ലോഞ്ച് ചെയ്യുക. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ റിസോഴ്സസ് ഫ്രം ലോഞ്ചിങ് ടു ജനറേറ്റിംഗ് ദ ഫസ്റ്റ് $1 ഫ്രം ദ ഇൻ്റർനെറ്റ് ആൻഡ് ഫസ്റ്റ് $1 to $10, $10 to $100, $100 to $1000 per month. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേജസ് ഹെൽപ്പ് ചെയ്യുക. അത് ഫ്രം ദ മെൻറ്റേഴ്സ് ഫ്രം KPH ആണ് നമ്മൾ എനേബിൾ ചെയ്യാൻ നോക്കുന്നത്. KPH ഹാക്കത്തോണായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
feel free to reach us out. Hackathon link is in the bio and see you soon. ഇപ്പോൾ കോവർക്കിംഗ് കേരളത്തിൽ ഇപ്പോൾ എത്ര കോവർക്കിംഗ് സ്പേസസ് ഉണ്ട്? ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ എവിടേക്കായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ അറൌണ്ട് 50 ആണ് ഇപ്പോഴത്തെ, ആസ് ഓഫ് നൗ അറൌണ്ട് 50 ആണ് കൊച്ചിയിലത്തെ ഒരു കൗണ്ട്. ഓൾ ഓവർ കേരള ഇറ്റ്സ് ഓൺലി 100+ ഇപ്പോഴത്തെ ഒരു റേഞ്ചിൽ. കൊച്ചി കഴിഞ്ഞാൽ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ കോവർക്കിംഗ് ബ്രാൻഡ്സ്. ഒബ്വിയസ്ലി കോഴിക്കോടിലെ ഓൺടർപ്രണറിയൽ മൈൻഡ് സെറ്റ് ഇസ് വേറെ ലെവൽ. ഓക്കെ, സോ അവിടെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് അവിടുത്തെ ചിന്ത കൂടുതൽ. അപ്പോൾ അവർ ഒബ്വിയസ്ലി കൊച്ചിയിലോട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ കോഴിക്കോട് ഇപ്പം ഫുള്ളായി മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സൈബർ പാർക്ക് ഇസ് അറ്റ് 100% കപ്പാസിറ്റി. ഹൈലൈറ്റ് ഇതും ഹൈലൈറ്റിൻ്റെ ഇക്കോ സിസ്റ്റം ഓൾസോ ഇറ്റ്സ് റിയലി നൈസ്. അപ്പോൾ അവിടെ തന്നെ എനിക്ക് 4-5 കോവർക്കിംഗ് ബ്രാൻഡ്. റീഗസും വരുന്നുണ്ട്. അതെ, റീഗസും വരുന്നുണ്ട്. റീഗസിൻ്റെ സെക്കൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് മോഡൽ. ലൈക്ക് അവരെ ഫുൾ ഗ്ലോബൽ നെറ്റ്വർക്കിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ 50 സീറ്റർ ഫെസിലിറ്റി അവിടെ 50 or 80 സീറ്റ്സ് ഐ തിങ്ക് ചെയ്യുന്നത് ആ ഇക്കോ സിസ്റ്റത്തിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഹൈലൈറ്റിൻ്റെ ഇക്കോ സിസ്റ്റം ഇസ് എ കംപ്ലീറ്റ് ഡിഫറെൻറ്റ്. യു ഹാവ് എക്സ്പീരിയൻസ്. അതെ, നമ്മൾ ആക്ച്വലി കൊച്ചിയിൽ ഓഫീസ് എടുത്തു, പിന്നെ നെക്സ്റ്റ് കാലിക്കറ്റ് ഓഫീസ് എടുത്തപ്പോൾ വർക്ക് ബുക്കിനൊരു സ്പേസ് ഉണ്ട്. ഹൈലൈറ്റിൻ്റെ സ്വന്തം ഇതാണ്. ഓ വെരി നൈസ്. അപ്പോൾ നമ്മളായാലും വൺ തിങ് ഐ ലൈക്ക് അബൌട്ട് ഹൈലൈറ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വേണമെങ്കിൽ വരുമ്പോൾ ആൾക്ക് വേണമെങ്കിൽ ഓപ്പൺ സ്പേസിൽ വർക്ക് ചെയ്യാം, പേ എനിത്തിങ് ചിറ്റ് ചാറ്റ്. പിന്നെ വേണമെങ്കിൽ അവിടെ കഫീൻ്റെ അവിടെ ആണെങ്കിൽ അവിടെ ഇരിക്കാം, വർക്ക് ചെയ്യാം. പിന്നെ ഓക്കെ, ഇഫ് ദേ തിങ്ക് അബൌട്ട് സ്റ്റാർട്ടിംഗ് ബിസിനസ് ദേ ക്യാൻ ഗോ ടു വർക്ക് ബുക്ക്. പിന്നെ ഇവിടെ ഒരു ആഫ്റ്റർ 12 people ഒക്കെ കഴിയുമ്പോൾ ഒരു ഓൺ സ്പേസ് തന്നെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഇവിടെ അവിടെ എന്താ സ്റ്റേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ ബാക്കിൽ ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ എന്താ മാളുണ്ട്. അപ്പോൾ ഐ തിങ്ക് കൊച്ചി ആസ് എ പ്ലേസ് ഐ തിങ്ക് ലുലു മാളിലെ പുറത്തേക്ക് വേറെ പോയിട്ടില്ല. ഐ മീൻ ഹാഡ് എ ലൈക്ക് എ സിമിലർ സ്പേസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ് എന്നുള്ളതാണ്. ഹൈലൈറ്റിന്റെ ഒരു പ്രൊജക്ട് വരുന്നുണ്ട് ബോളിവുഡ്. ഐ തിങ്ക് പക്ഷെ അവിടെ മോർ ഓഫ് ഒരു കമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണ്, നോട്ട് ദി കോവർക്കിംഗ് തിങ്. വർക്ക് സ്പേസും ഉണ്ടാവില്ല, ഓഫീസ് സ്പേസ് ഉണ്ടാവില്ല. ബട്ട് മേ ബി someone might have thought about it. എന്തായാലും വരലുണ്ടാവും. ഇവിടെ വരുന്നുണ്ട്. ഐ മീൻ സിയാലിൽ ഒരു ബിൽഡിങ്ങിൽ വരുന്നുണ്ട്. സിയാൽ ഉള്ളിൽ, എയർപോർട്ടിൻ്റെ ഉള്ളിൽ. ഐ മീൻ എയർപോർട്ടിലല്ല, അതിൻ്റെ സൈഡിലായിട്ടുള്ള അവരൊരു വേറെ CISL എന്ന് പറഞ്ഞൊരു ഭാഗത്തൊരു ബിൽഡിങ്ങിൽ കോവർക്കിംഗ് സ്പേസ് പ്ലസ് ഹോട്ടൽ പ്ലസ് ഇതും. പക്ഷേ അഗൈൻ കൊമേഴ്ഷ്യൽ ഉണ്ടോയെന്ന് അറിയില്ല, റീറ്റെയിൽ ഉണ്ടോയെന്ന് അറിയില്ല. ബട്ട് സോ വാട്ട് ഡു യു തിങ്ക് ഇസ് ഓൾ ഹെഡഡ് ടു ലൈക്ക് കോവർക്കിംഗ്? സോ നമുക്ക് ബാംഗ്ലൂരിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പം ബാംഗ്ലൂർ ഇപ്പം ഞങ്ങളുടെ വരുന്ന ഒരു ലീഡ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഏറ്റവും കൂടുതൽ ലീഡ്സ് വരുന്ന ഒരു വൺ ഓഫ് ദ ടൈം. ഓക്കെ, സോ ഈ 100-200 സീറ്റ്സിൻ്റെ ഒരുപാട് ലീഡ്സ് വരുന്നുണ്ട്. 100 സീറ്റ്സ്. ഓ, അത് സിംഗിൾ കമ്പനി. ഓ, കേരളത്തിൽ കൊച്ചിയിൽ ഇപ്പോൾ അതിൻ്റെ ഇൻവെൻട്രി കൊടുക്കാനുള്ള സാധനങ്ങളില്ല. ഇപ്പം ഞങ്ങളില്ല, ഒബ്വിയസ്ലി നമ്മൾ 90% ഇല്ല. ദാറ്റ് മീൻസ് ദർ ഇസ് ഡിമാൻഡ് ഉണ്ട്. 100 സീറ്റ്സ് വരാൻ കാരണം എന്താ വെച്ചാൽ ഈ കമ്പനീസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും. 100 ആൾക്കാർ ടെസ്റ്റ് ചെയ്യൂല്ലേ? അവര് 10,000 ആയിരിക്കും അവരെ കൗണ്ട്. ഓക്കെ, കാലിക്കറ്റ് തന്നെ ഹാഷ്യത്തിൻ്റെ എനിക്ക് തോന്നുന്നു, ഹാഷ്യത്ത് കോവിഡിൻ്റെ തൊട്ട് മുമ്പ് ഈ ട്രൈ ടു ഓപ്പൺ എ സ്പേസ് കാലിക്കറ്റ്. ടാലന്റ് കിട്ടിയില്ല. പിന്നെ പുള്ളി ബാംഗ്ലൂർക്ക് പോയി. അല്ല, ബാംഗ്ലൂർ തന്നെ ആയിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഒരു സബ് കോഴിക്കോട് ആയതുകൊണ്ട് ടാലന്റ് കിട്ടിയില്ല. അതായിരുന്നു കോഴിക്കോടിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ ടാലന്റ് കിട്ടുന്നു. പുള്ളി തന്നെ ഐ തിങ്ക് ഇറ്റ്സ് ബീൻ 2-3 years ഐ തിങ്ക് നല്ല ടാലന്റ് ഉള്ള ഇത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടാലന്റ് പൂളുണ്ട് കാലിക്കറ്റ്. സോ കാലിക്കറ്റ് അങ്ങനെയാണെങ്കിൽ കൊച്ചിയിലും അതേപോലെ കൂടിയില്ലേ? അതുകൊണ്ടാണ് ഈ വലിയ IBM പോലും വന്നത് ടാലന്റ് പൂളുള്ള. എനിക്ക് തോന്നുന്നു ഇവർ EY 2000 എംപ്ലോയി, ഐ മീൻ 2 lakh square feet 1.5 lakh square feet എന്തോ അല്ലേ ഇവിടെ എടുത്തത്. പ്രസ്റ്റീജിൽ എന്തോ എടുത്തിട്ടുണ്ട്. അവിടെയും ടാലന്റ് ഉള്ളതുകൊണ്ടല്ലേ വരുന്നത്. അതിന് മാത്രം സ്പേസ് ഉണ്ടോ അവിടെ? പ്രസ്റ്റീജിൽ ഇപ്പം 3 കോവർക്കിംഗ് സ്പേസ് ഉണ്ട്. മാനേജ് സ്പേസ് കൊച്ചി സൈബർ ഗ്രീനിൽ, സൈബർ ഗ്രീൻ സ്മാർട്ട് സിറ്റിയിൽ 3 കോവർക്കിംഗ് സ്പേസ് നല്ല മാനേജ്ഡ് ഓഫീസ് ആയിട്ടാണ്. കൊച്ചി തന്നെയുള്ള ഒരു ഗ്രീൻ ടച്ച് എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ട്. പിന്നെ ഇൻഡി ക്യൂബ് ഈസ് അഗൈൻ ലൈക്ക് ദേ ഹാവ്. പിന്നെ വർക്ക്ഷാല എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു ബ്രാൻഡുണ്ട്, ബഡ്ജറ്റ് ബ്രാൻഡും അവിടെ എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് അവിടെയും വരുന്നുണ്ട്. മാർക്കറ്റ് ഇങ്ങനത്തെ കമ്പനീസ് കൊച്ചി വരുന്നത് തന്നെ നമുക്ക് അറിയാം ഗുഡ് സൈൻ ആണെന്ന്. വെരി ഗുഡ് സൈൻ. ഈ 100 സീറ്റ്സ് വരുന്നതും അഗെയിൻ അവർ ട്രൈ ചെയ്തിട്ട് വലിയ സെൻറ്ററിലോട്ട് മാറാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. പക്ഷെ അതിനെല്ലാം കൊടുക്കാനുള്ള ഇൻവെൻട്രി ഇവിടെ ഇല്ല. ഇനിയിപ്പം വരാൻ പോകുന്ന ബിൽഡിങ്സൊക്കെ ഇനി റീഗസിൻ്റെ അത് വരുന്നുണ്ട്, ഓഫീസിൻ്റെ അത് കുണ്ടന്നൂർ ഭാഗത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് പറ്റിയ ഇൻവെൻട്രി വേണം, പറ്റിയ ബിൽഡിങ്സ് വേണം. ബിൽഡിങ്സ് ലാൻഡ് ലോഡിന് ഈ ബിസിനസ്സിനെ കുറിച്ചുള്ളൊരു ധാരണ വേണം, എന്നാലേ വരുള്ളൂ. കാരണം ഇത് ഹൈ ക്യാപിറ്റൽ ഉള്ളൊരു ബിസിനസ് അല്ലേ. ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ കോവർക്കിംഗ് ക്യാൻ ഇറ്റ് ആക്ട്
ആസ് എ ലൈക്ക് ആക്സിലേറ്റർ എന്ന് ചോദിക്കുന്നുണ്ടോ ലൈക്ക് yes. കാരണം ഓൾറെഡി കമ്പനീസ് വരുന്നുണ്ട് ആൻഡ് വാട്ട് ഇഫ് ദർ സ്കോപ്പ് ഫോർ ഹെൽപ്പിംഗ് ഔട്ട് ദ ബിസിനസ് ടു ഇൻക്യുബേഷൻ പോലെ അതിൽ എന്താ പെർസ്പെക്റ്റീവ് 1-2 ആൾക്കാർ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ടിങ്കറബില് ഇല്ലേ, ടിങ്കർ സ്പേസ് ഒരു കോവർക്കിംഗ് സ്പേസ് അല്ല ഐ മീൻ അതൊരു കമ്മ്യൂണിറ്റി പോലെയുള്ളതാണ്. ഐ മീൻ ഞങ്ങൾക്കും ഉണ്ട് ഒരു ഇൻക്യുബേഷൻ പ്രോഗ്രാം പോലെ ചെയ്യുന്നത്. വി ഡോണ്ട് നോ ഹൗ ടു എക്സിക്യൂട്ട് ഇറ്റ് ഓർ സ്ട്രക്ചർ ഇറ്റ്. ഇപ്പം ഇതിൽ ഞാൻ റീസെൻ്റ്ലി അറിഞ്ഞ ഈ ഫണ്ടിങ്ങിൽ തന്നെ പല കുറേ നോംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് റീസെൻ്റ്ലി ഞാൻ അറിഞ്ഞത്. പക്ഷേ അതുപോലെ നമ്മൾ ഇൻ സ്പേസ് ആസ് എ ബ്രാൻഡിൽ ചെയ്യുമ്പോൾ വി നീഡ് ടു ബി എക്സ്ട്രാ കെയർഫുൾ എല്ലാ കാര്യത്തിനും. ഇൻക്യുബേഷൻ പോലെ സപ്പോർട്ട് നമുക്ക് വി ഹാവ് സ്റ്റുഡൻസിന് സപ്പോർട്ട് കൊടുക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ പഠിക്കാൻ ഞങ്ങൾ സ്പേസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ വേണ്ടി ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ വി ഗീവ് ദം 20% ഓഫ് ഫ്ലാറ്റ്. ഓക്കെ, അപ്പം എടുക്കുന്നവരുണ്ട്, റിസർച്ച് സ്റ്റുഡൻസ് എടുക്കുന്നുണ്ട്. അപ്പം ഇൻക്യുബേഷൻ എന്നുള്ളത് നമ്മളെ പ്ലാനിലുള്ളതാണ്. ആൻഡ് ദർ ആർ സം അതർ പ്ലേസ് ഹൂ ഡസ് ദാറ്റ് ഓൾസോ. ബട്ട് യു നീഡ് ടു ബി ലൈക്ക് നമ്മുടെ അതിലുള്ള ഒരു ചെയ്യുമ്പം കറക്റ്റായി ചെയ്യണം എന്നുള്ളത് ഇൻഡസ്പേസിനുണ്ട്. വേറെ ബ്രാൻഡ്സും ഒബ്വിയസ്ലി അത് ദിൽ ഫോളോ. പിന്നെ ഐ തിങ്ക് സിൻസ് യു ആർ റണ്ണിങ് എ കോവർക്കിംഗ്, ഡു യു തിങ്ക് അവിടെ വരുന്ന ഫുഡ് ഫോളോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു ഇൻസൈറ്റോ അല്ലെങ്കിൽ ഈവൻ ക്യാൻ യു ഓൾസോ സീ വാട്ട് എമർജിംഗ് ഇൻഡസ്ട്രീസ് ആർ ഗോയിങ് ടു പോപ്പ് അപ്പ് ഇൻ നെക്സ്റ്റ് 5 years? അങ്ങനെ എന്തെങ്കിലും ട്രെൻഡ് അനലൈസ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഐ മീൻ ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. അല്ല, ട്രെൻഡ് അനലൈസ് ഇപ്പം can you like predict a company is going to boom or die? അത് ചില ടൈമിൽ എന്തൊക്കെയാ ഇൻഡിക്കേറ്റേഴ്സ്, എന്തൊക്കെയാ ഡൈൻ്റെത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഉണ്ടായിരുന്നത് വെച്ചാൽ ഈ ഓണേഴ്സ് ഫുൾ എംപ്ലോയീസിന് ഫുൾ ട്രസ്റ്റ് ചെയ്ത് കൊടുത്തു. അഗെയിൻ ഹാഷിദിന് ഉണ്ടായിരുന്ന ഇഷ്യൂ പോലെ തന്നെ സൈഫറിങ് ഓഫ് ദി ലീഡ്സ് ടു സമവൺ എൽസ്. ആ ഇഷ്യൂ ഉണ്ടായി, പൂട്ടി. മനസ്സിലായി. ദാറ്റ്സ് വൺ തിങ്. ചിലർ പ്രോപ്പർലി ലൈക്ക് ഹസിൽ ചെയ്തിട്ട് സാധനങ്ങൾ പോകുന്ന ആൾക്കാരും ഉണ്ട്. ആൻഡ് ദസ് ലൈക്ക് എനിക്ക് തോന്നുന്നു IT റിലേറ്റഡ് ബിസിനസ് ഉള്ളവർ തന്നെയാണ്. ആൻഡ് ദേ ഗ്രൂ ഫ്രം 5 seats to 10 seats to 20 seats ആയിട്ട് പോയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടുള്ള അവരെ മാർക്കറ്റിംഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഗുജറാത്തിൽ നിന്ന് വന്നു, കൊച്ചിയിലെടുത്തു, 4-5 സീറ്റ് എടുത്തു, 10 സീറ്റായി. ദെൻ ദേ മൂവ്ഡ് ഔട്ട് ടു ദെയർ ഓൺ സ്പേസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ AI ബേസ്ഡ് ഓർ എനിത്തിങ് എൽസ് നോട്ട് ഷുവർ, ബിക്കോസ് നമ്മൾ ഇവരെ ബിസിനസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടാറില്ല. ബട്ട് ദ സെഗ്മെൻറ്റിൽ അഗെയിൻ AI സോഫ്റ്റ്വെയർ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലുള്ള ഒരു കമ്പനി ഉണ്ട്. ദേ സ്റ്റാർട്ടഡ് വിത്ത് I think 7 seats with us. Now they have around 20. And they're still growing. So ബ്ലോക്ക് ചെയിൻ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയാനുള്ളത് നമ്മളിൽ അധികം ഇല്ല. ലൈക്ക് ഒരു ഹോസ്പിറ്റൽ ഒബ്വിയസ്ലി ഈ സോഫ്റ്റ്വെയർ സെഗ്മെന്റിലാണ് ഗ്രോത്ത് ഇത്രയും ഉണ്ടാവുക. ഒബ്വിയസ്ലി അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ റിട്ടേൺ. ടെക്കിലാണല്ലോ ഏറ്റവും കൂടുതൽ കാശും കിട്ടുന്നത് ടെക്കാണ്. അതാണ് ഈ ROI is faster over there, right? So നമ്മളിതിൽ അങ്ങനത്തെ ടീംസ് ഇല്ല. കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസാണ് ഇൻഡസ്പേസിൽ കൂടുതൽ ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഉണ്ടാവുമല്ലോ, ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. അപ്പോൾ ആ ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസൈറ്റോ ഈവൻ ആ ഒരു ഫോർ ദാറ്റ് മാറ്റർ സിറ്റി ഓർ ടൗൺ ഓർ പ്ലേസ് ഈസ് ഗ്രോയിങ് അല്ലെങ്കിൽ ഇൻ ഏജ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലേണിംഗ് ഓർ റിസർച്ച് എന്തെങ്കിലുമൊക്കെ പുട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പം ചെയ്യുന്നത് കേരളത്തിലത്തെ 14 ജില്ലയിൽ അറൗണ്ട് 14 അറൗണ്ട് 10 has potential. 10 district in Kerala has potential. ഡിസ്ട്രിക്ട്സിൻ്റെ മെയിൻ സിറ്റീസ് ആണ് കേട്ടോ. ഇപ്പോൾ ഔട്ട്സ്കേർട്ടിൽ പോകാനുള്ളത് സ്റ്റിൽ ലൈക്ക് ഒരു ഫിനാൻഷ്യൽ വയബിലിറ്റിയിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, വർക്ക് നിയർ ഹോം. പിന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ലീപ്പ് കോവർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറെ സംഭവമുണ്ട്. ആൻഡ് ഇൻഫോപാർക്ക് ഇപ്പം സൗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ന്യൂ ഡൈവേർജൻറ്റ് കോവർക്കിംഗ് സ്പേസ് ആയിട്ടുള്ളത് ഉണ്ട്. ഓക്കെ, സോ WNH സെൻറ്റേഴ്സിൻ്റെ ഉദ്ദേശം വെച്ചാൽ കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഒരു വർക്ക് സ്പേസ് ഉണ്ടാവുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട് കമ്പനീസിനെ അങ്ങോട്ട് കൊണ്ടുവരിക ആൻഡ് ക്രിയേറ്റ് ജോബ്സ്. ബേസിക്കലി സോഹോ ഒക്കെ ചെയ്ത പോലെ ദാറ്റ് മോഡൽ. ഐ മീൻ അവിടെ എന്താ നടക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദി മൊമെന്റ്? വർക്ക് നിയർ ഹോമിൽ ഇന്നസ്പേസ് ഈസ് ആക്ച്വലി ദി ഒഫീഷ്യൽ പാർട്ട്ണർ. ഇപ്പോൾ നമ്മൾ 2 വർഷത്തിൻ്റെ മേളിലായി അതിൻ്റെ പണിയിലാണ്. സോ വി ഹാവ് ബീൻ ഡൂയിങ് സോ മച്ച് തിങ്. ആൻഡ് ഇപ്പം കൊട്ടാരക്കര പണി കയ്യാറായി. അത് ഇന്നസ്പേസ് അല്ല ഡിസൈൻ ചെയ്തത്, ബട്ട് മോസ്റ്റ്ലി വിൽ ബി പാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് ടീം. പിന്നെ കൊച്ചിയിലൊന്ന് വരുന്നുണ്ട്, കളമശ്ശേരി തന്നെ ഒരു അസാപ്പിൻ്റെ ബിൽഡിങ്ങിൽ ദേ ആർ ഡൂയിങ് സംതിങ്. കാലിക്കറ്റിലത്തത് നമ്മൾ തന്നെയാണ് ഡിസൈൻ ആൻഡ് എവറിത്തിങ്. സോ ഒബ്വിയസ്ലി ദാറ്റ് നമ്മുടെ ഇന്നസ്പേസിൻ്റെ ഒരു ടച്ച് ഡിസൈനിലും വരും ഉണ്ടാവും. അപ്പം അതാണ് ഇപ്പോൾ അത് പൈലറ്റ് പ്രോജക്റ്റാണ്. ഇനി പെരിന്തൽമണ്ണ അങ്ങനത്തെ പോലെ സ്ഥലങ്ങളിൽ വരും. പെരിന്തൽമണ്ണ ഈവൻ
കൊല്ലത്ത് വീണ്ടും വരുന്നുണ്ടെന്ന് തോന്നുന്നു. കൊല്ലത്ത് ഇൻഡസ്പേസിൻ്റെ വരുന്ന പോലെ തന്നെ ഇതും പ്ലാനിലുണ്ട്. ആൻഡ് അഗെയിൻ കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്തൊക്കെ പ്ലാനുണ്ട്. WNH സെൻറ്റേഴ്സ്, പ്രൈവറ്റ് പാർട്ടീസ് അല്ല, വർക്ക് നിയർ ഹോം സെൻറ്റേഴ്സ്. അപ്പോൾ അതിൽ അഗെയിൻ ഇറ്റ്സ് നോട്ട് ദ ഓൺലി മണി തിങ് ബട്ട് ദിസ് ദാറ്റ് എക്കണോമി പാർട്ട് ആസ് വെൽ. ഞാൻ ആലോചിക്കാറുണ്ട് ഇവൻ നമ്മുടെ വായനശാലയോ അല്ലെങ്കിൽ ലൈബ്രറിയോ അങ്ങനത്തെ ഒരു ഇവൻ ഇവല്യൂഷൻ ഫോം ആയിട്ടുള്ള ഒരു കോ വർക്കിംഗ് ആക്കാം, അല്ലെങ്കിൽ കോ ലേണിംഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആംഗിൾ ആലോചിക്കാറുണ്ട്. അതൊക്കെ CSR ഫണ്ട്സ് ഒക്കെ ഉള്ള ഫേംസിനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഐ തിങ്ക് സ്റ്റാർട്ടപ്പ് മിഷനിൽ തന്നെ ഒരാൾ അതിലൊരു ഈ ലൈബ്രറിയുടെ ഒരു പ്ലാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈസ് പ്ലാനിങ് ടു ഓപ്പൺ അപ്പ് അക്രോസ് കേരള, ലൈക്ക് അതും കൊളാബറേഷൻ രീതിയിൽ. അതായത് ഈ ലോക്കൽ ഗവൺമെന്റിന്റെ സപ്പോർട്ടും കൂടി വേണം. ഇതിൽ കമ്മ്യൂണിറ്റിയിലോട് ചിന്തിക്കുന്ന ആൾക്കാർ വേണം. യെസ്, കറക്റ്റ്. ഐ മീൻ ഈവൻ പണ്ടായാലും ഞാനൊക്കെ മറ്റേ ഇതുണ്ടല്ലോ, നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചത് ചിലപ്പോൾ ഇതിനടുത്തുള്ള മറ്റേ GTech പോലത്തെ ഫേംസിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേർഷൻ 2 പോലെ ഒരു കോ വർക്കിംഗ് സംഭവം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ there it becomes a lick. അപ്പോൾ I could see maybe thousands of co working ഉള്ള ആംഗിൾ. അതെ അല്ല, ഇപ്പം ഇവൻ ഗവൺമെന്റിന്റെ ഉദ്ദേശം ഐ തിങ്ക് വാസ് അറൗണ്ട് 1 lakh സീറ്റ്സ് 1 lakh seats അക്രോസ്. പക്ഷെ അതിന്റെ പൊട്ടൻഷ്യൽ ആയി വന്നിട്ടില്ല. ഇതൊന്നും ഐ തിങ്ക് മാർക്കറ്റ് ആ രീതിയിൽ മെച്യൂർ ആവും വേണം, മെച്യൂർ ആവണം. അതായത് ഇപ്പം ആരും എൻ്റെ അടുത്ത് റീസെൻ്റ്ലി പറഞ്ഞു കേരളത്തിൽ ഒരിക്കലും സിലിക്കൺ വാലി ആവാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഫണ്ട് സിലിക്കൺ വാലി എന്തുകൊണ്ടാണ് ആയെന്ന് വെച്ചാൽ ദിസ് ക്യാഷ് ഫ്ലോ ഹാപ്പനിങ്. ലൈക്ക് പെട്ടെന്ന് ഇന്ന് 10 മില്യൺ വേണമെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഇൻ ആൻഡ് അറൗണ്ട് ഉണ്ട്. അത് വേഗസ് അതിൻ്റെ അടുത്തല്ലേ. അതെ. സോ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും. ടെക്കിനാണെങ്കിൽ അവിടെ ആളുണ്ട്, എല്ലാം ഉണ്ട്. ഈവൻ ബാംഗ്ലൂർ പോലും സ്റ്റിൽ ലൈക്ക് സിമിലർ ടു ദാറ്റ്. പക്ഷേ കേരളത്തിൽ അതിനെ പറ്റി ലാൻഡില്ല. ഇപ്പോൾ മാനുഫാക്ചറിങ് കേരളത്തിൽ ഉണ്ടോ? ഐ മീൻ ഇപ്പോൾ നമ്മൾ അലക്സായിട്ട് പോഡ്കാസ്റ്റ് ചെയ്തായിരുന്നു ഹെഡ്ജിൻ്റെ. അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വർക്ക് ആവുന്ന കുറച്ച് പ്രൂവൻ മോഡൽസ് ഉണ്ട്. ലൈക്ക് മാനുഫാക്ചറിങ് പറ്റില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യുക, ബട്ട് ദർ ആർ ലൈക്ക് തിങ്സ് ലൈക്ക് IT സർവീസസ് ഓർ പ്രൊഡക്ട്സ് ഓർ ഹോസ്പിറ്റാലിറ്റി. പിന്നെ അങ്ങനെ 1, 2, 3 പറഞ്ഞിരുന്നു. അപ്പോൾ ഐ തിങ്ക് വി ഷുഡ് ബി ഫോക്കസിങ് ഓൺ അവർ കോർ സ്ട്രെങ്ത് ദാൻ എന്താ പറയുക. അപ്പോൾ അതാണ് വൺ ലേണിംഗ് ഐ ഓൾസോ ഗോട്ട് പിക്ഡ് അപ്പ്. ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ബെസ്റ്റ് തിങ് ഐ ഗോട്ട് ഒരു അമാൽഗമേഷൻ ഓഫ് ടോപ്പ് 1% നോളജ്. അത് നല്ലൊരു ബിൽഡിംഗ് സാധനമാണ്. അപ്പോൾ ഐ തിങ്ക് IT പ്രൊഡക്ട്സ്, IT സർവീസസ് നല്ല സ്കോപ്പ് ഉണ്ട്. ഐ മീൻ IT സർവീസ്, ഹോസ്പിറ്റാലിറ്റി, FMCGയിലും ചില നമ്മുടെ ഇപ്പം ഫുൾവ വെരി ഗുഡ്. ഇ-കൊമേഴ്സ് ഒരു നല്ലതാണ്, ക്രിയേറ്റർ എക്കണോമീസ് നല്ലതാണ്. അപ്പോൾ കുറച്ച് കാറ്റഗറീസ് അവിടെ ക്യാൻ ബി ഹോൾ ഇനിഷ്യേറ്റീവ് രീതിയിൽ എന്താ പറയുക മോർ എഫേർട്സ് പുട്ട് ഇൻ ചെയ്യുമ്പോൾ ദെൻ ഇറ്റ് ബിക്കംസ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ വി ഫിഗർ ഔട്ട് വാട്ട് വർക്ക്സ് ദെൻ പുട്ട് മോർ എഫേർട്സ് ഓൺ ദാറ്റ്. എനിക്ക് തോന്നുന്നു അത് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൽ കൂടെ തന്നെയാണ് കൂടുതൽ നടക്കുന്നത്. ഇപ്പം KPH പോലെ തന്നെ കമ്മ്യൂണിറ്റി ഇവന്റ്സ് ഉണ്ട്. ഇ-കോം ഷോയുടെ അത് അവർക്ക് കമ്മ്യൂണിറ്റി ഇവന്റ്സ് ഇല്ലേ. സംതിങ് കോൾഡ് എക്സ്കാസ്റ്റ് വെച്ചാൽ അവര് ബിറ്റ്കോയിൻ Web3 കമ്മ്യൂണിറ്റി ആയിരുന്നു. ഓക്കെ, സോ അവരാണ് എക്സ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്സ് ആൻഡ് അതർ ഹാപ്പനിങ്സിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവർ ഇൻഡസ്പേസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം സ്ക്രീനിങ്സ് ചെയ്യാറുണ്ട്. സ്പോർട്സ് ഐ മീൻ മാച്ചസ്, പ്രീമിയർ ലീഗിൻ്റെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളതിൽ കേൾപ്പിച്ചാലും ഈ കോം ഷോയിലും ഈ പറഞ്ഞ കമ്മ്യൂണിറ്റീസ് ഒക്കെ ആണെങ്കിലും എഫക്റ്റീവ്ലി ആ ഒരു എന്താ പറയുക സീലിംഗിന് വലുതാക്കുക ചെയ്യണം. അതായത് കോൺട്രിബ്യൂഷൻ സീലിംഗ് വലുതാക്കുമ്പോൾ നാച്ചുറലി ആസ്പിറേഷനുള്ള ആൾക്കാർ കയറി വരും. ദെൻ ദേ ബിൽഡ് പ്രൊഡക്ട്സ്, ദേ ബിൽഡ് സർവീസസ്, ദേ ബിൽഡ് തിങ്സ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അപ്പോൾ അത് ഒരു റാഡിക്കൽ സ്പേസിൽ പോകുമ്പോഴാണ് ദെൻ ദർ ഈസ് എ ബൂം ഓഫ് തിങ്സ്. അല്ല, ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ഉണ്ടാവുക. ഇപ്പം ഈ കാപ്പോ ചിപ്സ്, ജോർജിന് അറിയില്ല, കാപ്പോ ചിപ്സ്, കസാവ ചിപ്സ്, അല്ല കപ്പ ഫ്ലേവേർഡ് ആയിട്ടുള്ളത്. ഫുൽവ പോലെ തന്നെ ഫുൽവ ഹൽവയിൽ ബ്രാൻഡ് ചെയ്ത്. ഇപ്പൊ ഞാനൊക്കെ ചിന്തിച്ച സാധനമാണ്, നമ്മൾ ചിന്തിച്ചിട്ടേ ഉള്ളൂ. യങ് പിള്ളേർ ഇവൻ അവര് നമ്മുടെ ഗസ്റ്റിന് ആക്ച്വലി ഹൽവ അയച്ചു തരാറുണ്ട്. അതെ, അല്ല അതൊക്കെ നമുക്ക് ചിന്തിച്ചിട്ടല്ലേ. ഇവര് പോയി ആക്ട് ചെയ്തു. ആക്ട് ചെയ്യാൻ കാരണം ഒബ്വിയസ്ലി ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസിൽ പങ്കെടുത്ത് മോട്ടിവേറ്റ്. ഐ റിമെമ്പർ അവർ KPHന്റെ മീറ്റപ്പ് പോകുന്നുണ്ട്, അവർ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ദേ ബ്രോട്ട് ദ ഹോൾ പാക്കേജ് ടു ഗിവ് ടു ടെസ്റ്റ്. അപ്പോൾ എഫക്റ്റീവ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഈസ് വൺ വേർ പീപ്പിൾ കം ടുഗദർ, എക്സ്പ്ലോർ, മീറ്റ് ദ കോ-ഫൗണ്ടേഴ്സ്, മീറ്റ് ദ പാർട്ട്നേഴ്സ്, മീറ്റ് ദ ഇൻവെസ്റ്റേഴ്സ്, എവറിത്തിങ് ഹാപ്പൻസ്. ദെൻ നല്ല ആൾക്കാർ ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഫണ്ടിങ് മാത്രം ചിന്തിച്ച് പോവുകയും ചെയ്യരുതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, ഐ മീൻ കുറേ കാര്യങ്ങളൊക്കെ ഐ തിങ്ക് ഇപ്പോൾ ബൂട്ട് സ്റ്റാപ്ഡ്, ഇപ്പോൾ കുറേ നമ്മൾ ഇതുവരെ ഫണ്ട് റേസ് ചെയ്തിട്ടില്ല. 22 ആൾക്കാരുണ്ട്. നമ്മൾ ഫണ്ട് റേസ് ചെയ്യാണ്ടും കമ്പനീസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വേൾഡ് ഉണ്ട്. അങ്ങനെയും ഒരു വാട്ട് എവർ തിങ്സ് ആർ ഹാപ്പനിങ്. ആൻഡ് ഇവൻ നാട്ടിൽ ഇരുന്നുകൊണ്ട് അത്യാവശ്യം കോഡ് ചെയ്യാൻ പ്രോഗ്രാം അറിയണമെങ്കിൽ ക്യാൻ മേക്ക് പ്രൊഡക്ട്സ് ആൻഡ് വിച്ച് ക്യാൻ ബി സോൾഡ് ആൻഡ്
$1,000 ഒക്കെ വേറെ ഉണ്ടാക്കാൻ പറ്റിയ അതെ, ഇപ്പൊ കുറെ സ്കോപ്പുകൾ സാധനങ്ങളുണ്ട്. സോഴ്സ് ചെയ്തിട്ട് എൻ്റെ ബ്രദർ തന്നെ അത് അവൻ ലെഗോ ബ്രിക്സിന്റെ വെച്ചിട്ടുള്ള കാറിന്റെ പരിപാടി. ഓ നൈസ്. സോ ഈസ് അഡൽട്ട്. നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത സാധനം നമ്മൾ ഫ്യൂച്ചറിൽ കാശ് ഉണ്ടാകുമ്പോൾ വാങ്ങിക്കാൻ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇത് കാർസ്, കട്ട കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ചുമ്മാ തുടങ്ങിയായിരുന്നു. ആൻഡ് പീപ്പിൾ ലൈക്ഡ് ഇറ്റ് ആൻഡ് ഹി സ്റ്റാർട്ടഡ് എ ബിസിനസ്. അപ്പോൾ അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് ഐ മീൻ കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കുക, ദെൻ ലെറ്റ് ദം ഓൾസോ ബിൽഡ് ബിസിനസ് ഓൺ ടോപ്പ് ഓഫ്, ദെൻ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക. അതൊക്കെയാണ് നമ്മുടെ ഒരു ഇന്റൻഷൻ. ദാറ്റ്സ് ദ ഹോൾ പർപ്പസ് ഓഫ് ദിസ്. എക്കോസിസ്റ്റം ബിൽഡ് ചെയ്താലേ കാര്യമുള്ളൂ, ഇതിലെ കാര്യമുള്ളൂ. എല്ലാം ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് സാധനങ്ങളെ നടക്കുള്ളൂ. ഇപ്പം ഈ ടൈക്കോൺ, ഇപ്പം ഞാൻ ഇന്നർ സ്പേസിൽ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ജോയിൻ ചെയ്ത് ടൈലാണ്, ടൈ കേരളയിലാണ്. ടൈ കേരള ഇസ് ലൈക്ക് ദ ഓണ്ടർപ്രണറിയൽ കമ്മ്യൂണിറ്റി. സോ അതിൽ ഭയങ്കര നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളുണ്ട്. ബട്ട് യു ഹാവ് ടു റീച്ച് ഔട്ട്. നമുക്ക് റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്നർ സ്പേസ് അതുകൊണ്ടാണ് പല ഇവൻറ്റ്സും അവിടെ. ഇപ്പം ഇവിടുത്തെ ഇപ്പോഴുള്ള മേജർ ടോപ്പ് ബ്രാൻഡ്സ്, അതായത് നമ്മുടെ മൈക്കെയർ ഓർ പ്രീ മാജിക്, നിഖിൽ, അതൊക്കെ നമ്മൾ സെഷൻസ് ഇന്നർ സ്പേസിൽ ടൈഡ് ത്രൂ നടന്നിട്ടുണ്ട്. സോ ബിക്കോസ് വി വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് തിങ്. സോ ഇപ്പോൾ ടൈക്കോണിൽ പങ്കെടുക്കുക, ഈവൻ നമ്മുടെ ഹഡിൽ ഗ്ലോബൽ. സോ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ലൈക്ക് ഈ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലോട് പങ്കെടുത്തിട്ട് യു ഗെറ്റ്, കാരണം ഒരു ആനുവൽ ഇവന്റിൽ പോകുമ്പോൾ യു ഗെറ്റ് ടു മീറ്റ് പീപ്പിൾ ഹൂ യു ഹാവ് ടു ഗോ ആൻഡ് മീറ്റ്. അപ്പം ഞാൻ അവിടെ നിന്ന് എൻ്റെ അടുത്തൊക്കെ വന്ന് കാണണം എന്ന് പരിപാടി പറ്റില്ല. യു ഹാവ് ടു ഗോ മീറ്റ്. അപ്പം ഞാൻ സത്യം ഞാനും ഇതിന് വന്നതിന് ശേഷമാണ് സംസാരിക്കാൻ പോലും പ്രോപ്പർലി പഠിച്ചത്. ഇന്നർ സ്പേസിന്റെ ഫസ്റ്റ് ഇനാഗുറേഷനും സെക്കൻഡ് ഇനാഗുറേഷനും ഞാൻ മൈക്കിൽ പോയിട്ടില്ല. തേർഡിലാണ് ഞാൻ മൈക്കിൽ സംസാരിച്ചത്. അല്ല ഞാൻ അത് പഠിച്ചത് വെച്ചാൽ ഒബ്വിയസ്ലി ഈ കമ്മ്യൂണിറ്റി ഇതിലോട്ട് ഞാൻ പോയിട്ട് ഞാൻ എഫേർട്ട് എടുത്തിട്ട് ചെയ്തതാണ്. എൻ്റെ ഫസ്റ്റ് സ്പീച്ച് എൻ്റെ 10th സ്റ്റാൻഡേർഡിൽ ഇലക്ഷൻ, ഹൗസ് ഇലക്ഷൻ നിന്നപ്പം 2 ലൈൻ ഞാൻ ചെയ്തിട്ട് വായിച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നോ ഐ ക്യാൻ ഗോ ആൻഡ് ലൈക്ക് ഇഫ് ഐ വോണ ടോക്ക് സംതിങ്, ഞാൻ പോയി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വന്നത് ഇങ്ങനത്തെ ഓരോ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സിലൊക്കെ ചെയ്തിട്ടാണ്. മേക്ക് സെൻസ്. ലാസ്റ്റ് ഒരു 1 hour നമ്മൾ കോ വർക്കിംഗ് സ്പേസിനെ പറ്റും, കേരളത്തിലുള്ള കോ വർക്കിംഗ് സ്പേസ് ബിൽഡ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലും, ഈവൻ ഫ്രം ദ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സ് പെർസ്പെക്റ്റീവിൽ എന്തുകൊണ്ട് കോ വർക്കിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുക, ഈസി ക്വിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ദെൻ റാപ്പിംഗ് അപ്പ് ടൈം സ്പീഡ് ആക്കാൻ പറ്റും, അതേപറ്റി നമുക്ക് സംസാരിച്ചായിരുന്നു. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് റൗണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. നിയാസിൻ്റെ what are some of the books that you read and recommend to the audience? ഞാൻ ബുക്ക് വായിക്കാറില്ല. പക്ഷേ ബട്ട് എനിക്ക് കാരണം ഞാൻ റെസ്റ്റ്ലെസ് ആവും. ബുക്ക് വായിച്ചാലും ലാസ്റ്റ് പേജിൽ, ഐ മീൻ ഫിക്ഷനിലാണെങ്കിൽ ലാസ്റ്റ് പേജ് പോയി എന്താ കഥ വായിക്കുന്നതാണ്. പക്ഷേ പോഡ്കാസ്റ്റ് ആണ് എൻ്റെ മെയിൻ. What are the podcasts you listen to apart from KPH podcast? KPH മലയാളത്തിൽ KPH ഇക്കോം ഷോ എനിക്ക് തോന്നുന്നുള്ളൂ. നമ്മൾ ആ ക്വാളിറ്റി രീതിയിൽ ഇപ്പോൾ ഞാനായാലും ആ ക്വാളിറ്റി അതുകൊണ്ടാണ് കാണുന്നത്. സോ ദെൻ ദിസ് ജെയ്സൻ്റെതും ഔട്ട് ഓഫ് ബ്ലൂ അല്ലേ? ഔട്ട് ഓഫ് ബ്ലൂ, യെസ്. ജെയ്സൻ്റെതും നൈസാണ്. പിന്നെ അല്ലാതെ ഇന്ത്യൻ്റെ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിഖിൽ കാമത്തും ബാബർ ഷോപ്പ്, രാജ് ഷമാനി ആണ് ഇന്ത്യൻ ഇതിൽ മെയിനായിട്ട്. ഞാൻ ഒബ്വിയസ്ലി ഞാൻ വണ്ടി ഓടിക്കുമ്പോഴാണ് ഇത് കേൾക്കാറ്. ലോങ്ങർ ഫോർമാറ്റ്, നിഖിൽ കാമത്തിൻ്റെ ഒക്കെ വെച്ചാൽ ലോങ്ങർ ഫോർമാറ്റ് ആണല്ലോ. ദെൻ ഇൻ്റർനാഷണൽ പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദസ് ഡയറി ഓഫ് CEO. ദെൻ ദസ് നിങ്ങൾ അറിയുമെന്നറിയില്ല, എക്കണോമിക്സ് ഓഫ് എവറി ഡേ തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട്. വെരി ഗുഡ് ചാനൽ. ഇറ്റ്സ് ഓൺലി 20 minutes സംഭവമാണ്. അപ്പം ഈവൻ ഈ പോഡ്കാസ്റ്റ് ബിസിനസ് ഇല്ലേ, അതിനെ കുറിച്ച് പോലും പുള്ളി അതിന്റെ എക്കണോമിക്സ് പറയുന്നുണ്ട്. ആണല്ലോ, നമുക്ക് എക്കണോമിക്സ് അറിയണം, മുതലാവണില്ല. അല്ല, ഇതെന്തായാലും മുതലാവാൻ വേണ്ടി ഇത് ഒബ്വിയസ്ലി ഇറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ്. അഗൈൻ പുള്ളിയുടെ ഇറ്റ്സ് വെരി വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈൻഡ്സ്. ലൈക്ക് സ്പോട്ടിഫൈയിലാണ് ഉള്ളത്. അത് ഈവൻ നമ്മുടെ സൈനേജസ് ഇല്ലേ, നമ്മുടെ ഈ പോകുന്ന റോഡിന്റെ ഈ ഇന്ത്യൻ സൈനേജസിനല്ല US ആയിരിക്കാം പുള്ളി പറയുന്നത്. പക്ഷേ ആ സൈനേജസിനും ഓരോ എക്കണോമിക്സ് ഉണ്ട്. സൈനേജസ്, അമ്യൂസ്മെന്റ് പാർക്സിന്റെ എക്കണോമിക്സ്, പ്രിസൻ്റെതുണ്ട്, ഫയർ വർക്ക്സ്. അതിന് സോ നമ്മൾ ചിന്തിക്കാത്ത സാധനങ്ങൾ പല ഐഡിയ ഉണ്ട്. ഞാൻ അതിന്റെ ബേസിസിൽ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി നൈസ്. ലൈക്ക് അതിന്റെ എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറിംഗ് ജോബ്സ് ഉണ്ടല്ലോ, ഈ ബോറിംഗ് ജോബ്സ് ഇന്ത്യയിലുള്ള തന്നെ, കേരളത്തിൽ എന്തായാലും ബോറിംഗ് ജോബ്സ് ആണല്ലോ ഏറ്റവും അടിപൊളി മണി കിട്ടുന്നത് ബോറിംഗ് ജോബ്സ് ആണ്. ബോറിംഗ് ജോബ്സിന്റെ എക്കണോമിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ people might get inspired. Then there's obviously What Now by Trevor Noah. I mean comedy അതാണല്ലോ അത്. പിന്നെ ഡെയിലി ഷോ. സമയം കിട്ടുന്നപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ. ഇതൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കാണാം. വണ്ടി ഓടിക്കുമ്പോൾ ട്രാവലിംഗിൽ തന്നെ. ഇപ്പം ഞാൻ ബൈക്കാണെങ്കിൽ ഒബ്വിയസ്ലി സ്പോട്ടിഫൈയിൽ ഇടും, കാറാണെങ്കിൽ യൂട്യൂബിൽ പ്ലേ ചെയ്തിട്ട് ഇടും, അല്ലാതെ ഇല്ല. പിന്നെ ഒബ്വിയസ്ലി ഡെയിലി ഷോ ആൻഡ് ജോൺ ഒലിവർ ഞാനൊന്നും മിസ് ചെയ്യാറില്ല. ജോൺ ഒലിവർ എന്തായാലും എല്ലാ എപ്പിസോഡ്സും ഞാൻ, ഇപ്പം ഈവൻ വീട്ടിൽ എന്തെങ്കിലും വർക്ക് ചെയ്താണെങ്കിലും സൈഡിൽ
പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇന്റർനാഷണൽ ന്യൂസ് കിട്ടുന്നത് ഇങ്ങനത്തെ കോമഡി പരിപാടിയിൽ നിന്നാണ്. മേക്ക് സെൻസ്. ദെൻ ഏതെങ്കിലും AI ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടോ കറണ്ട് പേഴ്സണൽ ബേസിക്കലി നമ്മുടെ എല്ലാ ChatGPT, പെർപ്ലെക്സിറ്റി, പിന്നെ ജെമിനായി, കോപൈലറ്റ്, അത് നമ്മുടെ യൂഷ്വലി പ്രസൻറ്റേഷൻസിലും മാർക്കറ്റിങ്ങിൻ്റെ ഇതിൽ ചിലതരം ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ് ഇറ്റ്. ലൈക്ക് എൻ്റെ ടീമും യൂസ് ചെയ്യുന്നതാണ്. ഈ ട്രൈ ടു ജനറേറ്റ് വീഡിയോ, ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ വലിയ ഇൻസ്പിറേഷന് വേണ്ടി ചെയ്യും. ഇപ്പോൾ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി ക്ലാഷ്. സോ ആനുവലായിട്ട് എല്ലാ ഇന്നർ സ്പേസിൻ്റെ എല്ലാ സെൻറ്റേഴ്സും തമ്മിലൊരു ഇവൻ്റ് ഉണ്ട്. നമ്മൾ ടീം ലൈക്ക് ഫുൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ജേഴ്സി ഡിസൈൻ ചെയ്ത് ChatGPT ത്രൂ ആയിരുന്നു ചെയ്തത്. ഒബ്വിയസ്ലി ഇൻസ്പിറേഷൻ എടുത്ത് പിന്നെ നമ്മൾ ഡിസൈൻ ടീമിൻ്റെ അടുത്ത് നിന്ന് ചെയ്യിപ്പിച്ചാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ടെക്കായിട്ട് വലിയ യൂസുള്ള ഒരു പരിപാടിയില്ല, ബട്ട് അവർ ടെക് ടീം യൂസസ്. ഞങ്ങളുടെ ടെക് ടീം ഒരു 3-4 പേരുണ്ട്. സോ ദേ യൂസ്. നിയാസിന്റെ കറണ്ട് ഡേ ഇൻ ലൈഫ് എങ്ങനെയായിരിക്കും? ഡേ ഇൻ ലൈഫ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊച്ചിയിലുള്ള ആണെങ്കിൽ കൊച്ചിയിലല്ലേ സ്റ്റേ ചെയ്യണത്? സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ തറവാട്, ഇന്നർ സ്പേസിൻ്റെ തറവാട് കല്ലൂര്, അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ്. ബട്ട് ഡേ ഇൻ ലൈഫ് ബേസിക്കലി പ്ലാൻ ചെയ്യുമ്പം ഏതെങ്കിലും 2 സെൻറ്ററിൽ ഞാൻ എന്തായാലും വിസിറ്റ് ചെയ്യണം ഡെയിലി. ചില ടൈം എല്ലാ സെൻറ്ററിലും വിസിറ്റ് ചെയ്യും. ഡെയിലി എന്തായാലും മിനിമം 2 സെൻറ്റർ ഉണ്ടാവും. എൻഡ് ഓഫ് ദി ഡേ കല്ലൂരിലെത്തും. കല്ലൂരിൽ ഈവനിങ് ആണ് യൂഷ്വലി ഉണ്ടാവുക. ഇതിങ്ങനെ പോകും, അടുത്ത ടീമായിട്ട് ഡിസ്കസ് ചെയ്യും, ടീമായിട്ടുള്ള ലീഡ്സിൻ്റെ അതൊക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ മാർക്കറ്റിങ്ങിനെ നമ്മൾ ഓരോ ടീമിൽ തന്നെ പല ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഒരാൾക്ക്, അപ്പം അത് സ്ട്രാറ്റജീസ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഉണ്ടാവും. പിന്നെ കൊല്ലത്തിൻ്റെ വെൻഡർ മീറ്റിങ്സ്, കൊല്ലം പ്രൊജക്റ്റ് നടക്കുമ്പോൾ അതിൻ്റെ വെൻഡർ മീറ്റിങ്സ്, ക്ലയൻ്റായിട്ടുള്ള ഒബ്വിയസ്ലി പോകുമ്പം അവിടെയുള്ള ക്ലയൻസായിട്ട് ഞാൻ മാക്സിമം ഇൻറ്ററാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, മെയിൻ ആൾക്കാരായിട്ട്. മോനുള്ളതുകൊണ്ട് രാവിലെ 6 മണിക്ക് എണീക്കണം. സ്കൂൾ ഡ്രോപ്പ് 7 കിടക്കുന്നത് അറൗണ്ട് 11 o'clock, 10 to 11 ആണ്. ഒബ്വിയസ്ലി എൻ്റെ ഈവനിങ് ടൈമിൽ ഞാൻ TV ഷോസ്, എൻ്റെ ഒരു ഗിൽറ്റി പ്ലഷർ TV ഷോസാണ്. ഏതൊക്കെ TV ഷോസാണ്? ഒബ്വിയസ്ലി ഫ്രണ്ട്സ്, ഞാനത് റിപ്പീറ്റ് അടിക്കുന്ന ആളാണ്. ഫ്രണ്ട്സ് ഇപ്പം ഞാൻ എലിമെൻ്ററി കണ്ടു തുടങ്ങി. അല്ലാതെ നോർമലായിട്ടുള്ള എല്ലാ സ്ക്വിഡ് ഗെയിം ഒന്നും റിപ്പീറ്റ് വാല്യൂ ഇല്ല എനിക്ക് തോന്നിയിട്ടില്ല സ്ക്വിഡ്. പക്ഷേ റിപ്പീറ്റ് ആയിട്ടുള്ളത് ബേസിക്കലി ഫ്രണ്ട്സ്, ഹൗ ഐ മെറ്റ് യുവർ മദർ, ഓർ ബിഗ് ബാങ് തിയറി, സിലിക്കൺ വാലി കണ്ടിട്ടുണ്ട്. ഒബ്വിയസ്ലി അതൊക്കെയാണ് റിപ്പീറ്റ് അടിച്ചിട്ട്. ഇപ്പോൾ എലിമെൻ്ററി ഞാൻ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. സോ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ. സോ 1 or 2 episodes. പിന്നെ ഡോക്ടർ ഹൗസ് പഴയതാണ്, പഴഞ്ചൻ സാധനങ്ങളാണ്. സ്റ്റിൽ പുതിയതൊക്കെ അപ്പം തന്നെ കാണും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ KPH ഗസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാവരോടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും ക്വസ്റ്റ്യൻ? ഫാമിലി, ഹെൽത്ത്, ഫാമിലി, ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് റെഡി ആയോ? വാട്ട് ഈസ് യുവർ കറന്റ് ഹെൽത്ത്? ഹെൽത്തിന് അധികം ചോദിക്കാതിരിക്കുന്നതാണ്. ബട്ട് അഗൈൻ ഇപ്പം ഞാൻ ഇടയ്ക്ക് കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഐ ഹാവ് ടു സ്റ്റാർട്ട്. ലൈക്ക് ഇപ്പം മറ്റേ കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കൊളസ്ട്രോളും അതൊക്കെ വന്ന് തുടങ്ങിയതുകൊണ്ട് വിൽ ഹാവ് സ്റ്റാർട്ട്. അപ്പം തുടങ്ങുന്ന കുറച്ചായി ചിന്തിക്കുന്നു. ഞാൻ രാവിലെ വൈഫിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചോദിക്കലുണ്ടാവും ചെയ്യാന്നുള്ളത്. നോർമലായിട്ടുള്ള ഈ മ്യൂച്വൽ ഫണ്ട്സും പിന്നെ ഡിജിറ്റൽ ഗോൾഡിന്റെ ഇതിൽ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. ദി അതർ പാർട്ട് ജസ്റ്റ് ഗോൾഡ് എങ്ങനെ ചെയ്യണേ? ജൂപ്പിറ്റർ ത്രൂ ചെയ്ത് അത് ചെറിയ രീതിയിൽ ജസ്റ്റ് സ്പെയർ ഉണ്ടാകുമ്പോൾ അതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാതെ പിന്നെ നോർമൽ ബേസിക് മ്യൂച്വൽ ഫണ്ടാണ്. പിന്നെ നമ്മളൊരു ക്ലയൻറ്റിൻ്റെ തന്നെ ആ ഒരു സർവീസ് ഉണ്ട്. ഹി ഓൾസോ ഡീൽസ് വിത്ത് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഇൻഷുറൻസ്. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ്. ആർ യു മാരീഡ്? പറഞ്ഞില്ല. സോ ഇപ്പം 9 വർഷം, 26 വയസ്സിൽ മാരേജ് ചെയ്തല്ലേ? അതെ. ഇപ്പോൾ 9th year. How is it so far? I just got married this year. അപ്പോൾ സെറ്റാണ്. അല്ല, മാരേജ് ഇസ് നൈസ്. ലൈക്ക് there's always someone there, like you know, to support you in everything, right? ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഇപ്പോൾ നീറ്റ് PGയുടെ അത് കഴിഞ്ഞു. now she is gonna join for MDക്ക് എവിടെയെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. മോന് ഇപ്പം അറൗണ്ട് 7-8 years ആയി. ഇപ്പോൾ 2nd standardലാണ്. ഡോൺ ബോസ്കോയിലാണ്. അതും വടുതല ഭാഗത്തുള്ളതാണ്. സോ ഇറ്റ്സ് ലൈക്ക് ബാലൻസിങ് എല്ലാം വേണ്ട. എൻ്റെ നോർമൽ ഓഫീസ് കഴിഞ്ഞ് ഞാൻ അറൗണ്ട് 6:30 ആകുമ്പോൾ തന്നെ വീട്ടിലെത്തും. തൊട്ടടുത്തായതുകൊണ്ട് ഐ വിൽ ബി ദെയർ മോസ്റ്റ് ഓഫ് ദ ടൈം. എന്തെങ്കിലും ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഐ വിൽ ബി ലേറ്റ്. ലൈക്ക് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ്, ടൈഡ് ഇവൻറ്റ്
അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷനിലെ ഇവൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഡിലേ ആവുള്ളൂ. റെസ്റ്റ് ഓൾ ഇറ്റ്സ് ബാലൻസ്ഡ് ഔട്ട്. ആൻഡ് ഒബ്വിയസ്ലി പുറത്തൊക്കെ അധികം കറങ്ങി വെച്ചാൽ നാട്ടിൽ പോകുമ്പോൾ തന്നെ വലിയൊരു ഓട്ടമാണ്. അതെ അതെ, ഞങ്ങൾ ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥയിൽ ബെറ്റർ ആവുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ഭാഗത്തുള്ള റോഡ് ഇപ്പം ബെറ്ററായി. പക്ഷെ അവിടെ നിന്ന് വരുമ്പോൾ ഇത്തിരി സൂപ്പർ റോഡാണ്. വരുമ്പോൾ അടിപൊളി എനിക്ക് 60-70 കിലോമീറ്റേഴ്സ് നല്ല അടിപൊളിയായിട്ട് എനിക്ക് 1 hour തന്നെ എത്താം. പിന്നെ കൺജസ്റ്റഡ് ആയി റോഡ് നന്നായി കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു 3 hours ഉള്ളിൽ കാലിക്കറ്റ് അതെ മീൻ ഡെയിലി പോയി വരാൻ പറ്റുന്ന ഒരു അവസ്ഥത്തും. ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പോൾ ലാസ്റ്റ് ഒരു 1.5 hours ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. എനി എൻഡിങ് നോട്ട്സ് ടു ദ വ്യൂവേഴ്സ്, എനിത്തിങ് വാണ്ട് ടു ഷെയർ ടു ദ ഓഡിയൻസ് ഹു ആർ വാച്ചിങ് ഇറ്റ്? കോവർക്കിങ്ങിനെ കുറിച്ച് എൻ്റെ ബിസിനസ് അതായതുകൊണ്ട് ഞാൻ അതേ പറയുള്ളൂ. ബട്ട് കോവർക്കിംഗ് ഈസ് ദ ഫ്യൂച്ചർ. ലൈക്ക് എനി കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആകുമ്പം ഒരു 2-3 years മാക്സിമം കൊച്ചി അറ്റ്ലീസ്റ്റ് കൊച്ചിയുള്ളത് കോവർക്കിങ്ങിലോട്ട് കൺവേർട്ട് ആവും. കോവർക്കിംഗ് ഓർ മാനേജ്ഡ് ഓഫീസിലോട്ട് കൺവേർട്ട് ആവും. ബിക്കോസ് ദാറ്റ് ഓൺലി മേക്ക് സെൻസ്. ബിക്കോസ് ആരും ഇനി അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ആൻഡ് ദേ വാണ്ട് ടു ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ലീവ്. ഈവൻ സ്റ്റേ ചെയ്യുകയാണെങ്കിലും ഇങ്ങനത്തെ സ്പേസസിലായിരിക്കും കൂടുതലും ഉണ്ടാവുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് അതാണ്. നമ്മളായാലും ഞാൻ പറഞ്ഞു നമ്മളായാലും കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ഇന്നർ സ്പേസ് ആയിരുന്നു, കോഴിക്കോട് ഇറങ്ങിയപ്പോൾ വർക്ക് ബുക്ക് ഹൈലൈറ്റിലായിരുന്നു. കാരണം നമ്മൾക്കും മേക്ക് സെൻസും പെട്ടെന്ന് റാമ്പ് ചെയ്യണം. നമുക്ക് ഇതിന് പിന്നെ അല പോകാനുള്ള ടൈമോ അതിനുള്ള ബൈ ചെയ്യാനുള്ള എന്താ പറയുക ചെയർ ബൈ ചെയ്യണം, കുറേ നാൾ ബൈ ചെയ്യാൻ അതിനുള്ള ടൈം ബാൻഡ്വിഡ്ത്ത്. വി നീഡ് ടു മൂവ് ഫാസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കോവർക്ക് തന്നെ പോകണല്ലോ. സോ ഇറ്റ്സ് ലൈക്ക് ബൈ ഡിഫോൾട്ട് വി ഗോ ടു കോവർക്ക്. ഇത് ഇപ്പം ഞങ്ങൾ ഫസ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് 1, 2, 3 പോലെ ഒരു വർക്ക് സ്പേസ് എടുക്കാന്നാണ്. യു വാക്ക് ഇൻ 1, ഷോ യുവർ ID ആൻഡ് പേ 2, സ്റ്റാർട്ട് വർക്കിംഗ്. മനസ്സിലായില്ല അതായത് 1, 2, 3 പോലെ. അതായത് യു ജസ്റ്റ് വാക്ക് ഇൻ വിത്ത് യുവർ ID, ഷോ ദ ID, പേ, സ്റ്റാർട്ട് വിത്തൗട്ട് ദ ഹ്യൂമൻ ഇന്റർഫേസ്. അല്ല ലാസ്റ്റ് ഐ മീൻ ഈസിയസ്റ്റ് തുടങ്ങാൻ. ഇപ്പോൾ ഇൻ്റർഫേസ് ഉണ്ടാവും. അപ്പോൾ എഗെയിൻ അത് ഇപ്പോൾ AI ഒക്കെ വെച്ചിട്ട് ഇപ്പം ഒരുപാട് പേര് ഇപ്പം എനിക്ക് തോന്നുന്നു വിവോക്കൊക്കെ പല രീതിയിലും ഡാറ്റ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് AI വെച്ചിട്ടാണ്. ഇപ്പം ക്യാമറ വെച്ചിട്ട് ഏതൊക്കെ സ്പേസാണ് യൂട്ടിലൈസ്ഡ് അണ്ടർ യൂട്ടിലൈസ് എന്ന് കണ്ടെത്താനുള്ള സംഭവം വന്ന്. കേരളത്തിലൊന്നും അത്രയ്ക്ക് ഉള്ള സ്പേസസ് ഇല്ലാത്തതുകൊണ്ട് ഗ്രാജുവലി വരും. അത് ഗ്രാജുവലി വരും. അതിൻ്റെ ഒരു കാരണം കുറേ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരും അതിന് പുറത്ത്. അത് വരും. ഈ 2000-3000 സീറ്റ്സ് ഉള്ള സ്പേസ് ആണെങ്കിൽ യു നീഡ് ദാറ്റ്. റൈറ്റ്. ഏതാണ് അണ്ടർ യൂട്ടിലൈസ്ഡ്, ഏതാണ് മാനുവലി പോയി നോക്കാൻ പറ്റില്ല. ഇപ്പം വിവോക്കിലത്തെ ഒരു സെൻറ്ററിൽ 10-30 പേര് ഒരു സെൻറ്ററിൽ തന്നെ മാനേജ്മെൻറ്റിനായിട്ടുണ്ടാവും. സോ അവർ ചെയ്യുന്നത് ഇതാണ്. ഇത് ഞങ്ങളുടെ അടുത്ത് ഈ സോഫ്റ്റ്വെയർ പിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ടീം ഏതൊരു ടീം വന്നിട്ട് പിച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് അതിന്റെ ആവശ്യം അത്ര സ്കെയിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ ഈവൻ ആപ്പിൻ്റെതും ഇപ്പം നമ്മൾ വേറെ പല ആപ്സും വരുന്നുണ്ട്. ഇനി വി നീഡ് ആപ്പ്, റൈറ്റ്? വി നീഡ് ദി ആപ്പ് ടു മാനേജ് ദ ബുക്കിംഗ്സ്. അതെ, കോൺട്രാക്ട് മാനേജ് ചെയ്യാനും എല്ലാത്തിനും ആപ്പ് വേണം. ആ ആപ്പിലോട്ട് ഇപ്പം എത്തി. ഓൾമോസ്റ്റ് എല്ലാ സെൻറ്ററിലോട്ടും ഇനി എത്തും. ഇപ്പം കൊച്ചിയിലോട്ടും 2-3 ബ്രാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ സംഭവം ഈ AI ബേസ്ഡുള്ള സാധനം ഇറ്റ്സ് ലൈക്ക് ദ നെക്സ്റ്റ് തിങ്. അല്ല അണ്ടർ യൂട്ടിലൈസ് അറ്റൻഡൻസ്. ഇപ്പോൾ ക്യാമറ വെച്ചിട്ടുള്ള അറ്റൻഡൻസ് വരും. അതായത് വാക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. വാക്കൗട്ട് ചെയ്താൽ അറ്റൻഡൻസ് ആരും അറിയില്ല. എംപ്ലോയി ഒന്നും ചെയ്യേണ്ട, പഞ്ചും ചെയ്യേണ്ട, പഞ്ച് ഔട്ട് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. അവിടെ തന്നെ കുറേ ഇമാജിൻ യു കുഡ് ബിൽഡ് എ സോഫ്റ്റ്വെയർ ഓൺ പ്രൊഡക്ട്സ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അത് പലതും ഐ എം തിങ്കിങ് ലൈക്ക് യു ഹാവ് ലൈക്ക് വെരി ഈവൻ ഞാൻ ബുള്ളിഷാണ് ഫോർ ദ കോവർക്കിംഗ് ഇൻ ഫ്യൂച്ചർ. ദാറ്റ്സ് വൈ ഐ എം ഓൾസോ ഡൂയിങ് ദ പോഡ്കാസ്റ്റ് ആസ് വെൽ. കാരണം അത് ഈസ് എന്തായാലും സംഭവിക്കും ഫോർ ഷുവർ. ഇവിടെ വന്ന് നിങ്ങളൊരു ഏതെങ്കിലും സ്പേസിൽ പോവാം, കമ്മ്യൂണിറ്റി ഉള്ളൊരു സ്പേസിൽ പോയിട്ട് ഒരാൾക്ക് ട്രൈ ഔട്ട് ചെയ്യണേ 1 day ട്രൈ ഔട്ട് ചെയ്തിട്ട് ഡോണ്ട് ജസ്റ്റ് വർക്ക്, കണക്ട് വിത്ത് ദ പീപ്പിൾ. അപ്പോൾ അവർ പലരും പല വർക്ക് പല ബിസിനസ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു സംഭവം കിട്ടും. ഇപ്പോൾ എൻ്റെ ടീമിൻ്റെ അടുത്തും ഇപ്പോൾ ടീമും നല്ല മോട്ടിവേറ്റഡ് ആണ്. സോ ഐ ആസ് ദം ടു ഗോ ആൻഡ് ലേൺ. ഇപ്പോൾ കോവർക്കിങ്ങിൽ ഒരു കരിയർ ഇസ് ദർ. നമ്മൾ സംസാരിച്ചില്ല. കരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, കോഴ്സ് അല്ല, ഇതിലൊരു നാക്ക് ഉണ്ടായാൽ മതി. ഇപ്പം എൻ്റെ സ്പേസ് പോലെ സ്ഥലത്ത് വേണ്ടത് ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ നമ്മൾ 4th year ഞങ്ങൾ മാർക്സ് ഒന്നും നോക്കില്ല. ഇപ്പം നിങ്ങൾ 4th year യു ആർ പാർട്ട് ഓഫ് സ്പോർട്സ് ടീം, ഇവൻറ്റ്സ് ടീം, ഓർഗനൈസിങ് ടീം, യു ആർ ദ റൈറ്റ് ഫിറ്റ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സംസാരിക്കാൻ അറിയാം, എല്ലായിടത്തും ഔട്ട് ഗോയിങ് പേഴ്സൺ ആണ്, അതാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാനത് ഒരു ഇൻഡീഡിലൊരു പോസ്റ്റ് ഇടുമ്പോൾ കമ്മ്യൂണിറ്റി മാനേജർ എന്ന് ഇട്ട് കഴിഞ്ഞാൽ I don't get any this thing. So what I have to put is office administrator. It's a but boring title. But it's not the right title. But ഇട്ടാലേ എനിക്ക് ആപ്ലിക്കേഷൻ കിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഇപ്പം ആ മാർക്കറ്റ് ഐ മീൻ ആൾക്കാർ അറിഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഗുഡ് ഇൻഡസ്ട്രി. ലൈക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന അതായത് പല ഇപ്പം ഞങ്ങളുടെ ഫസ്റ്റ് കമ്മ്യൂണിറ്റി മാനേജർ മീര. സോ ഷീ വാസ് എ ടീച്ചർ ബിഫോർ ജി ജോയിൻ. പുള്ളിക്കാരത്തി വന്ന് ഷീ ലേൺഡ്.
3 വർഷം നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് പുള്ളിക്കാരത് ആ ഇതിലാണ് മനസ്സിലായത് ഹെർ തിങ് ഈസ് HR. ലൈക്ക് ഇപ്പോൾ സംസാരിക്കാനും എല്ലാത്തിനും പഠിച്ചു, ഇംഗ്ലീഷ് ലാംഗ്വേജും എല്ലാം ബെറ്ററായി, പഠിച്ച് പിന്നെ പോയി ഷീ ബിക്കം എൻ HR. സോ അത് ഇതിൽ വന്നാൽ എന്തും പഠിക്കാം. ഏത് നടക്കും, ഏത് നടക്കില്ല, ഏത് ഇൻഡസ്ട്രിയിൽ പോകരുത്, ഏത് ഇൻഡസ്ട്രിയിൽ പോകാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഈ ഫ്രോഡ്സ് കാണുമ്പോൾ പറയാൻ മനസ്സിലായി ഇതിൽ പോകരുത്, ഇതിൽ ഗ്രോ ചെയ്യുന്ന കണ്ടാൽ മനസ്സിലാവും. ആ കമ്പനിയിൽ ആ ടൈപ്പ് ഓഫ് കമ്പനീസിൽ പറ്റും. IT പോയി കഴിഞ്ഞാൽ IT വർക്ക് കൾച്ചർ മനസ്സിലാവും. ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള വർക്ക് കൾച്ചർ ഉള്ളവരുണ്ട്, സീറ്റിൽ നിന്ന് എണീക്കാൻ പാടില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്താ വേണ്ടെന്നുള്ളത് ആ ടൈമിൽ നിങ്ങൾ ഹയറിംഗ് ആണോ? നമുക്ക് ഞങ്ങൾ കൊല്ലത്തോട്ട് ഹയറിംഗ് ഉണ്ടാവും. കൊല്ലത്തിലോട്ട് വിൽ ഹാവ് ആൻ ഓപ്പറേഷൻസ് പേഴ്സൺ ആൻഡ് വിൽ ഹാവ് എ സീനിയർ മാനേജർ, ജൂനിയർ മാനേജർ അല്ല, സീനിയർ മാനേജർ, കമ്മ്യൂണിറ്റി മാനേജർ റോളിൽ കൊല്ലത്തിലോട്ട് ഉണ്ടാവും. മോസ്റ്റ് പ്രോബ്ലി ബൈ ഒക്ടോബർ ആൻഡ് നവംബറാണ് വി ആർ പ്ലാൻ ടു ലോഞ്ച്. സോ ഒക്ടോബറിൽ വിൽ സ്റ്റാർട്ട് ഹയറിംഗ്. നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എൻ ഐഡിയ. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ് ടു സ്റ്റാർട്ട്. ലൈക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ലേറ്റർ ആയിട്ടുള്ളതും നമ്മളുടെ അടുത്ത് വർക്ക് ഫോഴ്സിൽ റീജോയിൻ ചെയ്ത ആൾക്കാരും നമ്മളെ ത്രൂ റീജോയിൻ ചെയ്തവരുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് യു ക്യാൻ ലേൺ എ ലോട്ട്. ടെൻഷൻ ഇല്ലാതെ പണിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ഈസ് കോവർക്കിംഗ്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അൺലെസ് യു ക്രിയേറ്റ് യുവർ ഓൺ ടെൻഷൻസ്. നിങ്ങൾ ജോലി ചെയ്യുമ്പം നിങ്ങൾ ടെൻഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വല്ല, പക്ഷെ അല്ലാതെ സ്മൂത്തായിട്ട് പഠിച്ചിട്ട് പോകാൻ പറ്റുന്ന നല്ലതാണ്. യു ക്യാൻ ലേൺ എനിത്തിങ്, ലൈക്ക് എനി കൈൻഡ് ഓഫ് വർക്ക്. HR ആണ് HR, ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ് ആണ് സെയിൽസ്, ഒക്കെ പഠിക്കാൻ പറ്റുന്നത് കോവർക്കിംഗ് ഇതിലൂടെയാണ്. അത് ബിക്കോസ് യു ആർ ഇന്ററാക്ടിംഗ് വിത്ത് മൾട്ടിപ്പിൾ കമ്പനീസ്, റൈറ്റ്? സോ ഐ തിങ്ക് നല്ല ബുള്ളിഷ് ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ ദ അടിപൊളി എപ്പിസോഡ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ KPH. താങ്ക് യു. KPH കമ്മ്യൂണിറ്റിയിലുള്ള പല ഫൗണ്ടേഴ്സും പറയുന്നത് പല പ്രൊഡക്റ്റും ഓവർ ദ വീക്കെൻഡ് പ്രൊജക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫണ്ണായിട്ട് ശനിയും ഞായറായിരുന്നു ബിൽഡ് ചെയ്ത് മൺഡേ ലോഞ്ച് ചെയ്യുക എന്നൊരു ആക്ടിവിറ്റി തന്നെയാണ് പല ഫൗണ്ടേഴ്സും ചെയ്തിട്ടുള്ളത്. അത് റിപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് KPH ഹാക്കത്തോണിൻ്റെ ഇൻറ്റൻഷൻ. ക്യാൻ യു ബിൽഡ് $1,000 per month ജനറേറ്റിംഗ് പ്രൊഡക്ട്സ് ഫ്രം കേരള? AI വന്നിട്ടുണ്ട്. തിങ്സ് ഹാവ് ബിക്കം റിയലി ഈസിയർ. നൗ ഇറ്റ്സ് മാറ്റർ ഓഫ് ലോഞ്ചിങ് ദി പ്രൊഡക്ട്സ് ആൻഡ് സ്കെയിലിംഗ് ഇറ്റ്. KPHൻ്റെ മറ്റൊരു ഇവൻറ്റ്സ് എല്ലാം പോലെ ഇത് ഇൻവൈറ്റ് ഓൺലി ഹാക്കത്തോൺ ആണ്. എക്സ്ട്രീം ക്യൂറേറ്റഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഫൗണ്ടേഴ്സ് ബിൽഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് നെക്സ്റ്റ് 3 months $1,000 per month ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചലഞ്ച്. നമ്മുടെ ഹാക്കത്തോൺ കഴിയുമ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റായിട്ട് ലോഞ്ച് ചെയ്യുക. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ റിസോഴ്സസ് ഫ്രം ലോഞ്ചിങ് ടു ജനറേറ്റിംഗ് ദ ഫസ്റ്റ് $1 ഫ്രം ദി ഇൻ്റർനെറ്റ് ആൻഡ് ഫസ്റ്റ് $1 to $10, $10 to $100 to $1,000 per month. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേജസ് ഹെൽപ്പ് ചെയ്യുക. അത് ഫ്രം ദ മെൻറ്റേഴ്സ് ഫ്രം KPH ആണ് നമ്മൾ എനേബിൾ ചെയ്യാൻ നോക്കുന്നത്. KPH ഹാക്കത്തോണായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫീൽ ഫ്രീ ടു റീച്ച് അസ് ഔട്ട്. ഹാക്കത്തോൺ ലിങ്ക് ഈസ് ഇൻ ദ ബയോ ആൻഡ് സീ യു സൂൺ.